السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ പഠിക്കുകയും പകർത്തുകയും ചെയ്യണം എന്ന് ആമുഖമായി എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യും. വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി സനുദ്ഖിലുഹും ജന്നാത്ത് തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദ വഅദല്ലാഹി ഹഖ്ഖൻ വമൻ അസ്ദഖു മിനല്ലാഹി ഖീല. സത്യവിശ്വാസം സ്വീകരിക്കുകയും നന്മകൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗത്തിലേക്ക് നാം പ്രവേശിപ്പിക്കുന്നതാണ്. അതിലവർ എന്നേക്കും അനശ്വരരായി കഴിച്ചുകൂട്ടുന്നവരാണ്. അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യമാണ്. അള്ളാഹുവിനേക്കാൾ ഏറ്റവും മികച്ച സത്യം പറയാൻ മറ്റാരുണ്ട്? സൂറത്തുൽ നിസായിലെ 122-ാമത്തെ ആയത്താണ്. നമ്മുടെ ജീവിതത്തിന് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ: നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തുക. സ്വർഗത്തിലെത്താത്ത എല്ലാവരും നരകത്തിലായിരിക്കും. സ്വർഗമോ നരകമോ അല്ലാത്ത ഒന്ന് ലോകത്തൊരാളെയും കാത്തിരിക്കുന്നില്ല. ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. ദുനിയാവിൽ 100 പാർട്ടിയുണ്ട്, പക്ഷെ മരിക്കുന്നതോടുകൂടി 2 പാർട്ടിയാവും: സ്വർഗത്തിൻ്റെ പാർട്ടി, നരകത്തിൻ്റെ പാർട്ടി. ഈ ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിന് മുമ്പ്, ഇവിടെ ജിന്നുകളെയും മനുഷ്യരെയും ഒക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം സൃഷ്ടിച്ചിട്ടുണ്ട്. ഖുർആനിൽ സ്വർഗത്തെക്കുറിച്ച് പറയുന്നിടത്ത് ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ, തഖ്വയുള്ളവർക്ക് വേണ്ടി നാം അത് ഒരുക്കി വച്ചിരിക്കുന്നു എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം തയ്യാറാക്കി വച്ചിരിക്കുന്നു. ആർക്കു വേണ്ടി? മുത്തഖികൾക്ക് വേണ്ടി. എങ്ങനെ നമുക്ക് മുത്തഖിയാൻ പറ്റും? അള്ളാഹു പഠിപ്പിച്ച പ്രകാരമുള്ള ഇബാദത്തുകൾ ചെയ്യണം. ശരിയായ ഇബാദത്തുകൾ ചെയ്യുന്ന ആളുകൾക്കാണ് നാളെ സ്വർഗത്തിൽ എത്തിച്ചേരാൻ കഴിയുക. നോമ്പ് എന്തിനാണ്? തഖ്വ. നിസ്കാരം എന്തിനാണ്? തഖ്വക്ക് വേണ്ടി. എല്ലാ ഇബാദത്തുകളും തഖ്വ നിലനിർത്തുന്നവർക്ക് സ്വർഗം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ സ്വർഗം സൃഷ്ടിച്ച ആ സന്ദർഭം വിവരിക്കുന്നുണ്ട്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, റസൂലുള്ളാഹി പറഞ്ഞു: ലമ്മാ ഖലഖല്ലാഹുൽ ജന്നത വന്നാറ അർസല ജബറായീല ഇലൽ ജന്ന. സ്വർഗ നരകങ്ങൾ പടച്ചതിന് ശേഷം അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ച് സ്വർഗത്തിലേക്ക് പറഞ്ഞയച്ചു. ഫഖാല, എന്നിട്ട് അല്ലാഹു പറഞ്ഞു: ഇദ്ഹബ് ഫൻദുർ ഇലൈഹാ വഇലാ മാ അഅദത്തു ലി അഹ്ലിഹാ ഫീഹാ. നീ
സ്വർഗത്തിലേക്കൊന്ന് പോകണം. സ്വർഗവാസികൾക്ക് വേണ്ടി നാം തയ്യാറാക്കി വെച്ചിരിക്കുന്ന അനുഭൂതികളൊക്കെ നീ ഒന്ന് നോക്കിക്കാണണം. ഫദഹബ ഫനദറ ഇലൈഹ. അങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ജിബ്രീൽ അലൈഹിസ്സലാം സ്വർഗം കാണാൻ പോയി. സ്വർഗം നോക്കിക്കണ്ടു. വഇലാമാ അഅദ്ദല്ലാഹു ലിഅഹ്ലിഹാ ഫീഹാ. സ്വർഗവാസികൾക്ക് വേണ്ടി സ്വർഗത്തിൽ അള്ളാഹു തയ്യാറാക്കി വെച്ചതൊക്കെ ജിബ്രീൽ അലൈഹിസ്സലാം നോക്കിക്കണ്ടു. ഫറജ, എന്നിട്ട് മടങ്ങി വന്നു. ഫഖാല, എന്നിട്ട് റബ്ബിനോട് പറഞ്ഞു, വഇസ്സതിക്, നിന്റെ ശക്തി തന്നെ സത്യം, ലാ യസ്മഉ ബിഹാ അഹദുൻ ഇല്ലാ ദഖലഹാ. സ്വർഗത്തെ കുറിച്ച് കേൾക്കാൻ ഇടവരുന്ന ഒരാളും സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കുകയില്ല. സ്വർഗത്തെ കുറിച്ച് കേൾക്കുന്നവരൊക്കെ സ്വർഗത്തിൽ പോകും. അത്രമാത്രം ഹൃദ്യവും ആനന്ദദായകവും അതേപോലെ തന്നെ അനുഭൂതികൾ നിറഞ്ഞതുമാണ് സ്വർഗം. സ്വർഗത്തെ കുറിച്ച് കേൾക്കുന്ന ഒരാൾ ബാക്കിയെല്ലാം മാറ്റിവെച്ച് ആ സ്വർഗം കിട്ടാൻ വേണ്ടി എന്ത് ത്യാഗവും ചെയ്യും. ഫഅമറ ബിൽ ജന്ന. അപ്പോൾ അള്ളാഹു സ്വർഗത്തിന് ചില കൽപ്പനകൾ നൽകി. അതിനുശേഷം ആ സ്വർഗത്തിൽ ഫഹ്ഫത്ത് ബിൽ മകാരിഹ്, ത്യാഗങ്ങൾ കൊണ്ട് സ്വർഗം വലയം ചെയ്യപ്പെട്ടു. സ്വർഗത്തിന് ചുറ്റും ത്യാഗങ്ങൾ. ഫഖാല, എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഇർജിഅ ഫൻദുർ ഇലൈഹാ വഇലാ മാ അഅദത്തു ലിഅഹ്ലിഹാ ഫിഹാ. ജിബ്രീൽ, നീ ഒന്നുകൂടി തിരിച്ചു പോകണം, മടങ്ങിപ്പോണം. എന്നിട്ട് ഒരിക്കൽ കൂടി നീ സ്വർഗവാസികൾക്ക് വേണ്ടി ഒരുക്കി വെച്ചതുമൊക്കെ കാണണം. അങ്ങനെ ജിബ്രീൽ രണ്ടാമതും പോയി. ഖാല ഫനദറ ഇലൈഹ. അങ്ങനെ ജിബ്രീൽ ആ സ്വർഗം നോക്കിക്കണ്ടു. സുമ്മറജ, തിരിച്ചു വന്നു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, നേരത്തെ കാണാത്തൊരു കാഴ്ച ഇപ്പൊ കണ്ടിട്ടുണ്ട്. കാരണം എന്താണ്? സ്വർഗം കിട്ടണമെങ്കിൽ ത്യാഗം ചെയ്യണം. വെറുതെ അങ്ങനെ നാഷണൽ ഹൈവേ കൂടെ ഏറ്റവും മുന്തിയ വണ്ടിയിൽ കയറിയിട്ട് സ്വർഗത്ത് പോകാൻ പറ്റില്ല. അള്ളാഹു ആരാണെന്ന് മനസ്സിലാക്കണം. അള്ളാഹുവിന് എതിരായ ഒരുപാട് സിദ്ധാന്തങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ലോകത്ത് അതിനോട് മത്സരിച്ച് തൗഹീദിൽ അടിയുറച്ചു നിൽക്കണം. ഹറാമുകളും കുഫറും ബിദ്അത്തുകളും പൂർണ്ണമായി വർജിക്കണം. നന്മ ചെയ്യണം. അങ്ങനെ ത്യാഗം ചെയ്ത് ഇബാദത്തുകൾ നിർവഹിച്ചുകൊണ്ടാണ് ഒരാൾക്ക് സ്വർഗം സ്വന്തമാക്കാൻ കഴിയുക. ഇത് കണ്ടപ്പോൾ ജിബ്രീൽ ആദ്യം പറഞ്ഞ അഭിപ്രായം മാറ്റി. ജിബ്രീൽ അലൈഹിസ്സലാം രണ്ടാമത് പറഞ്ഞത്, വഇസ്സതിക, നിന്റെ ശക്തി അല്ലെങ്കിൽ നിന്റെ പ്രതാപം തന്നെയാണ് സത്യം. ലഖദ് ഖശീതു അല്ലാ യദ്ഖുലഹാ അഹദുൻ. ഒരാളും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് തീർച്ചയായും ഞാൻ ഭയപ്പെട്ടു പോയി. രണ്ടാമത് വന്നപ്പോൾ ജിബ്രീൽ പറഞ്ഞത്, ആരും സ്വർഗത്തിൽ പോകില്ല. പക്ഷെ ഇത് രണ്ടിനും ഇടയിലാണ് സത്യം. എല്ലാവരും സ്വർഗത്തിൽ പോവുക എന്നത് നടക്കാൻ പോകുന്നില്ല. എല്ലാവരും സ്വർഗം തടയപ്പെടുന്നവരാകാനും പോകുന്നില്ല. നേരെ മറിച്ച് ത്യാഗം ചെയ്യുന്ന ഒരു സംഘമുണ്ട്. മുവഹിദുകൾ, മുഅ്മിനുകൾ, അഹ്ലുസുന്ന, അള്ളാഹുവിന്റെ റസൂലിന്റെയും കൽപ്പനകൾ അനുസരിക്കുന്നവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തർബിയത്ത് ചെയ്ത് വളർത്തിയെടുത്ത സ്വഹാബികളുടെയും താബികളുടെയും തബഉ താബികളുടെയും, അതായത് സലഫുകളുടെ പൂർവികരുടെ മാർഗം പിൻപറ്റുന്നവർ, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. ആ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. അപ്പൊ സ്വർഗം എന്ന് പറഞ്ഞാൽ അത് നേരത്തെ സൃഷ്ടിക്കപ്പെട്ട ഒരു സംഗതിയാണ്. അത് ആകാശഭൂമികൾ പടക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. ലാ യസ്തവി അസ്ഹാബുൻ നാരി വഅസ്ഹാബുൽ ജന്ന. സ്വർഗത്തിന്റെ ആളുകളും നരകത്തിന്റെ ആളുകളും തുല്യമാവുകയില്ല. അസ്ഹാബുൽ ജന്നതി ഹുമുൽ ഫായിസൂൻ. സ്വർഗവാസികൾ അവർ തന്നെയാണ് വിജയം നേടുന്നവർ. സൂറത്തുൽ ഹശ്റിലെ 20-ാമത്തെ ആയത്ത്. അപ്പൊ സ്വർഗാവകാശികൾക്ക് മാത്രമേ വിജയമുള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിൽ ഒരൊറ്റ ലക്ഷ്യങ്ങളുണ്ട്, രണ്ടെണ്ണമല്ല. അത് സ്വർഗം കിട്ടണം. സ്വർഗത്തിലെത്തിയാൽ മാത്രമേ നമ്മുടെ സൃഷ്ടാവും സംരക്ഷകനും കാരുണ്യവാനും അണ്ടകടാഹങ്ങളുടെ ഉടമസ്ഥനുമായ അള്ളാഹുവിനെ നേരിട്ട് കാണാൻ പറ്റും. സ്വർഗത്തിലെ ഏറ്റവും വിശിഷ്ടമായ അനുഭൂതി എന്താണെന്ന് അറിയാമോ? ഈ നഗ്ന നേത്രങ്ങൾ കൊണ്ട് അള്ളാഹുവെ നേരിൽ നോക്കിക്കാണുക എന്നതാണ്. സ്വർഗവാസികളെല്ലാം സ്വർഗത്തിൽ പ്രവേശിച്ചതിന് ശേഷം, സ്വർഗത്തിലുള്ള എല്ലാ വിഭവങ്ങളും അവർക്ക് നൽകിയതിന് ശേഷം അള്ളാഹു പറയും, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ അവർ പറയും, റബ്ബേ, നീ ഞങ്ങൾക്ക് ഇനി എന്ത് തരാനാ? ഞങ്ങളെ നീ കത്തിക്കരിയുന്ന ഞങ്ങളെ കരിച്ചു കളയുന്ന നരകത്തിന്റെ അഗ്നിയിൽ നിന്ന് ഞങ്ങളെ പുറത്തേക്കിട്ടില്ലേ? നീ ഞങ്ങളുടെ മുഖം പൊളിപ്പിച്ചില്ലേ? ഞങ്ങളെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചില്ലേ? അലം തുദ്ഖിൽനൽ ജന്ന വതുബയ്യിദു വുജൂഹന. ഞങ്ങളെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ഞങ്ങളുടെ മുഖം നീ വെളുത്തതാക്കുകയും ചെയ്തില്ലേ?
മാത്രവുമല്ല വതുനജ്ജിനാ മിനന്നാർ, നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്തു. ഇനി ഞങ്ങൾക്ക് ഇതിനപ്പുറത്ത് എന്താണ്? വേറൊന്നും ഇനി ഞങ്ങൾക്ക് തരാനില്ലല്ലോ എന്ന് പറയുമ്പോൾ ഒരു മറ നീങ്ങും. അള്ളാഹു അവരുടെ മുന്നിൽ നേർക്കുനേരെ വെളിപ്പെടും. വലിയ പ്രകാശത്തിന്റെ ഒരു മറയുടെ പിറകിലാണ് അതുവരെയും അള്ളാഹു. ആദ്യമായി അള്ളാഹു അവന്റെ അടിമകളുടെ മുമ്പാകെ നേരിട്ട് പ്രത്യക്ഷപ്പെടുന്നു സ്വർഗത്തിലെത്തിയതിനു ശേഷം. അങ്ങനെ പൗർണമി നാളിൽ, മഴമേഘങ്ങളില്ലാത്ത ഒരു രാവിൽ, പൗർണമി ദിവസത്തിൽ ആകാശത്തേക്ക് നോക്കിയാൽ തെളിഞ്ഞ പൂർണ്ണചന്ദ്രനെ എങ്ങനെയാണോ നേരിൽ നമ്മൾ ആ അഴകുള്ള ചന്ദ്രനെ കാണുന്നത്, അതേ വിധത്തിൽ നേരിട്ട് റബ്ബിനെ നോക്കിക്കാണാനുള്ള മഹാഭാഗ്യമുണ്ടാകും. സ്വർഗത്തിൽ ഇതിനേക്കാൾ വലിയൊരു അനുഭൂതിയില്ല. സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഭൂതി പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിനെ, അതിസുന്ദരനായ അള്ളാഹുവിനെ, ഇന്നല്ലാഹ ജമീൽ, അള്ളാഹു അതീവ സുന്ദരനാണ്, അതീവ സൗന്ദര്യമുള്ള അള്ളാഹുവിനെ നേരിട്ട് നോക്കി കാണാൻ കഴിയും എന്നുള്ളതാണ്. ഇത് മുഅ്മിനുകൾക്കും മുവഹ്ഹിദുകൾക്കും മാത്രമാണ് റബ്ബിനെ നേരിൽ കാണുക എന്ന മഹാഭാഗ്യം അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നത്. കാഫിറുകളെ സംബന്ധിച്ചിടത്തോളം അവർ റബ്ബിൽ നിന്ന് റബ്ബിഹില്ല മഹ്ജൂബൂൻ, മറയിടപ്പെട്ടവരാണ്. ഒരു കാരണവശാലും ഒരിക്കൽ പോലും സത്യനിഷേധികൾ റബ്ബിനെ കാണുകയില്ല. റബ്ബിനെ നേരിൽ കാണാൻ മഹാഭാഗ്യം ലഭിക്കുന്ന സ്വർഗത്തിൽ അത്യുന്നതമായ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കാൻ അള്ളാഹു അവസരം തരുന്ന സച്ചരിതരായ സത്യവിശ്വാസികളുടെ മുവഹ്ഹിദുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ 12 മക്കളിൽ അതീവ സുന്ദരനായ യൂസുഫ് അലൈഹി ഇസ്ലാമിനെ പോലെയാണ് അറബ് മാസത്തിലെ 12 മാസങ്ങളിൽ റമദാൻ മാസം. കാരണം എന്താ? ഏറ്റവും മഹത്വമേറിയ മാസം. റമദാനിന് സദൃശമായി മറ്റൊരു മാസവുമില്ല. ഓരോ സെക്കൻഡിനും ഏറ്റവും വലിയ പദവിയും അളവറ്റ മൂല്യവുമുള്ള ഒരു മാസമാണ്. എങ്ങനെയാണ് റമദാനിന്റെ ഒരു പദവി മനസ്സിലാക്കി തരിക? ഞാൻ സാധാരണ പറയാറുള്ളത്, നമ്മൾ എന്ന് നിസ്കരിക്കും. ഇപ്പം നമ്മൾ ജമാഅത്തായിട്ട് അസ്ർ നിസ്കരിച്ചു. ഈ അസ്ർ എത്ര അസ്ർ നിസ്കരിച്ചത്? ഒരസ്ർ നമ്മൾ നിസ്കരിച്ചു. നാളെ നമ്മൾ അള്ളാഹുവിൻ്റെ അരികിൽ എത്തുമ്പോൾ ഈ ഒരൊറ്റ അസ്ർ കാരണം ഏറ്റവും ചുരുങ്ങിയത് 2 ലക്ഷം അസ്റെങ്കിലും നമുക്ക് കിട്ടും. ഈ ഒരു അസ്ർ ജമാഅത്ത് പാഴായാൽ 2 ലക്ഷം അസ്റാ പോവുക, ഒരസ്റല്ല പോവുക. എന്താ കാരണം? എന്താ കാരണം എന്ന് വെച്ചാൽ ഒരു നന്മയ്ക്ക് 10 കൂലിയാണ്. ഒരു നന്മയ്ക്ക് എത്ര കൂലി? അൽ ഹസനത്തു അശ്റു അംസാലിഹ. അള്ളാഹുവിന്റെ അരികിൽ ഒരു നന്മ 10 ഇരട്ടിയാണ്. ഒരസ്ർ നിസ്കരിച്ച 10 അസ്റിന്റെ കൂലി ഉറപ്പാണ്. അള്ളാഹുവിന്റെ അരികിൽ 9 കൂലിയില്ല, ഒരു കൂലിയില്ല. ഏറ്റവും ചുരുങ്ങിയത് എത്ര കൂലിയാണ്? ഏത് നന്മ ചെയ്താലും 10 കൂലിയാണ്. ഒരാൾ സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ 10 സുബ്ഹാനല്ലാഹ് പറഞ്ഞ കൂലി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നൊരാൾ ഓതിയാൽ അയാൾക്ക് 190 കൂലിയാണ്. 19 അക്ഷരമാണ്. നബി പറഞ്ഞില്ല അലിഫ് 10, ലാം 10, മീം 10. അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ ഒന്നാണെന്ന് ഞാൻ പറയുന്നില്ല. നേരെ മറിച്ച് അത് എത്രയാണ്? ഓരോന്നും 10 ആണ്. 30 കൂലി അലിഫ് ലാം മീം എന്ന് മാത്രം ഓതിയാൽ. മേറാജ് രാവിന് അള്ളാഹുവിന്റെ അരികിലെത്തിയപ്പോൾ 50 വഖ്ത് നിസ്കാരമാണ് നിർബന്ധമാക്കിയത്. പിന്നീട് മൂസ റസൂലുള്ളാഹി അലൈഹി സ്വലാമിന്റെ നിർദ്ദേശപ്രകാരം അത് കുറച്ചു തരാൻ പല സന്ദർഭങ്ങളിൽ ആവശ്യപ്പെട്ടു. അങ്ങനെ അത് 5 ആയിട്ട് ചുരുങ്ങി. നിസ്കാരത്തിന്റെ എണ്ണം കുറച്ചൊന്നല്ല, അത് കൂലി കുറച്ചിട്ടില്ല. 5 നിസ്കരിച്ചാൽ 50 നിസ്കാരത്തിന്റെ കൂലിയാണ് വാഗ്ദാനം. ഇനി ഒരു അസ്ർ നമ്മൾ ജമാഅത്തായിട്ട് നിസ്കരിക്കുകയാണെങ്കിലോ, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ അവർക്ക് 27 ഇരട്ടി കിട്ടും. സ്ത്രീകൾക്ക് വീട്ടിൽ നിസ്കരിച്ചാലും പള്ളിയിൽ നിസ്കരിച്ചാലും 27 ഇരട്ടി. കൃത്യസമയത്ത് നിസ്കരിക്കണം. അപ്പൊ എന്താണ്? 27 ഇരട്ടി. അപ്പൊ 10 ഇരട്ടി നിലവിലുണ്ട്. അതിന് പുറമെ ജമാഅത്തായപ്പോഴത്തെ കിട്ടി 27 ഇരട്ടി. അപ്പൊ 270 അസ്ർ. സാധാരണ ഒരു ദിവസം ജമാഅത്ത് നിസ്കരിച്ചാൽ തന്നെ എത്ര കൂലി കിട്ടും? 270 കൂലി ഉറപ്പാണ്, ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നെങ്കിൽ. ഇനിയോ റമദാൻ മാസമാണ് വ്യത്യാസം. അങ്ങനെ അള്ളാഹു 70 മുതൽ 700 ഇരട്ടി വരെ ഇലാ സബീഇ എന്നാണ് പ്രതിഫലം നൽകുന്ന രീതി. കുല്ലു അമലി ബിനി ആദം അശറത്തു അംസാലിഹ എന്നാണ്. ഓരോ മനുഷ്യന്റെയും പ്രവർത്തനം 10 ഇരട്ടിയാണ്. അത് അങ്ങനെ എത്രത്തോളം ആയിത്തീരുമെന്നറിയാമോ? അത് ഫയദൂഫു ഇലാ 70, അത് 70 ഇരട്ടിയായി തീരും. അങ്ങനെ ഇലാ 70 700 ഇരട്ടി വരെ ഒരു നന്മക്ക് കൂലി ഉണ്ടാകും. എല്ലാ അമലും 700 ഇരട്ടി വരെ കൂലി കിട്ടാം. ചുരുങ്ങിയത് 10, 70 ഇരട്ടി കിട്ടാം, ചിലപ്പോൾ 700 ഇരട്ടി കിട്ടാം. എന്നിട്ട് അള്ളാഹു നേരിട്ട് പറയാണ് ഇല്ല സിയാം, നോമ്പ് ഒഴികെ. അപ്പൊ നോമ്പിന് 700ന്റെ മുകളിലേക്കേ കൂലി.
ബാക്കി എല്ലാ ഇബാദത്തുകൾക്കും അള്ളാഹു 700 ഇരട്ടി വരെയാണ് കൂലി തരുന്നത്. നോമ്പിന്റെ പ്രതിഫലം തുടങ്ങുന്നത് എവിടുന്നാണ്? 700. ഒരു നോമ്പ് ചുരുങ്ങിയത് 700 നോമ്പാണ്. സംശയം നിങ്ങൾക്ക് ഇല്ല? അങ്ങനെയല്ലേ പറഞ്ഞത്? ഇല്ല സേ, നോമ്പൊഴികെ 700 ഇരട്ടി കൂലി തരുമെന്ന് കൊണ്ട് പറയാണ് നോമ്പൊഴികെ. നോമ്പിന്റെ കൂലി എങ്ങനെയാ? നോമ്പ് എനിക്ക് വേണ്ടിയാണ് നോട്ടത്, അതിന് ഞാൻ കൂലി തരുന്ന അള്ളാഹു. എല്ലാ ഇബാദത്തുകളും അള്ളാഹുവിന് വേണ്ടി അല്ലേ നമുക്ക് തോന്നും. അപ്പൊ നമുക്ക് മനസ്സിലാവും എല്ലാ ഇബാദത്തുകൾക്കും അള്ളാഹു ജഡവും ആത്മാവും വെച്ചിട്ടുണ്ട്. പക്ഷേ നോമ്പിന് അള്ളാഹു ആത്മാവും മാത്രമേ വെച്ചിട്ടുള്ളൂ. എന്താ വ്യത്യാസം മനസ്സിലായത്? ഒരാൾ നിസ്കരിക്കാൻ ജഡം എന്ന് പറഞ്ഞാൽ ശരീരം, നിസ്കാരത്തിനൊരു ശരീരമുണ്ട്, കാണാൻ പറ്റും. റുക്കോഴ്, സുജൂദ്, വീഴ്ത്തിദാലൊക്കെ നമുക്ക് നേരിട്ട് കാണാം. എന്നാൽ ആത്മാവുണ്ട്. ആർക്ക് വേണ്ടി നിസ്കരിച്ചത്? അള്ളാഹുവിന് വേണ്ടിയാണ് നിസ്കരിച്ചത്. ചില ആൾക്കാർ നാട്ടുകാർക്ക് വേണ്ടി നിസ്കരിക്കും. പള്ളിയിലൊന്നും ഒരിക്കലും തിരിഞ്ഞു നോക്കാത്താൽ പെട്ടെന്ന് പള്ളി വരുന്നതാണ്. സംഭവം എന്താണ്? ഒരു പെണ്ണാലോചന തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ നാട്ടിൽ വന്ന് ആലോചിക്കും നിസ്കരിക്കാത്തവൻ നല്ല പെണ്ണ് കിട്ടൂല. അപ്പൊ അവൻ തീരണം പള്ളിയിൽ വരണം. പെണ്ണ് ശരിയാകാൻ ആ പരിപാടി നിർത്തും. അവനാർക്ക് വേണ്ടി നിസ്കരിച്ചത്? പെണ്ണ് കിട്ടാൻ വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി നിസ്കരിച്ചത്. നാട്ടുകാരൊക്കെ കാണാൻ വേണ്ടി, എന്നെ പറ്റി ചോദിച്ചാൽ ഞാൻ പള്ളിയിൽ വരാറുണ്ടെന്ന് പറയണം, അതിനാണ്. അപ്പൊ നാട്ടുകാർക്ക് വേണ്ടി നിസ്കരിക്കാം, റബ്ബിന് വേണ്ടി നിസ്കരിക്കാം, ശരിയല്ലേ? അപ്പം നിസ്കാരത്തിന്റെ ആത്മാവ് റബ്ബിന് മാത്രമേ അറിയൂ, നമുക്കറിയില്ല. അപ്പം നാട്ടുകാർക്ക് വേണ്ടിയാണോ നിസ്കരിച്ചത്, റബ്ബിന് വേണ്ടിയാണോ നിസ്കരിച്ചത് നമുക്കറിയില്ല. അതാർക്ക് മാത്രമേ അറിയുള്ളൂ? റബ്ബിന് മാത്രമേ അറിയുള്ളൂ. നിസ്കാരം നമുക്ക് എല്ലാവരെയും കാണിക്കാൻ പറ്റും, നമ്മുടെ ആത്മാവ് ആരെയും കാണിക്കാൻ പറ്റൂല. അപ്പം നിസ്കാരം വലിയൊരു വിഭാഗം ആളുകൾ പൊതുജനങ്ങൾക്ക് വേണ്ടി നിസ്കരിക്കുന്നത്. ചിലർ ഞാൻ മുസ്ലിമാണെന്ന് മറ്റുള്ളവർ വിചാരിച്ചോട്ടെ എന്ന് നിസ്കരിക്കാം. മുസ്ലിം കുടുംബത്തിലായപ്പോൾ മാത്രം നിസ്കരിക്കുന്നവരുണ്ട്. ഒരു ആത്മാവുമില്ലാതെ പരലോകത്ത് കൂലി കിട്ടോ അല്ലേ, ദുഹറാണോ അസറാണോ അതൊന്നും ചിന്തിക്കാതെ നിസ്കരിക്കുന്ന ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. എന്നാൽ ആത്മാവുള്ള നിസ്കാരം റബ്ബ് സ്വീകരിക്കും. അത് ഇഖ്ലാസാണ്, നിയ്യത്താണ്. സക്കാത്തും അങ്ങനെ തന്നെ. നാട്ടുകാർക്ക് വേണ്ടി സക്കാത്ത് കൊടുക്കുന്നവരില്ലേ? ഉണ്ട്. ആള് കാണാൻ വേണ്ടിയിട്ട് പൈസ കൊടുക്കും, സദഖ കൊടുക്കും, സക്കാത്ത് കൊടുക്കും, നല്ല ധർമ്മിഷ്ഠനാണെന്ന് പറയാം, എല്ലാവരും പുകഴ്ത്തും. അത് കേൾക്കാനായിട്ട് വലിയ ഇഷ്ടമാണ്. ആളുകളിലോട്ടാൽ കൂടുതലുണ്ട്. അങ്ങനത്തെ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പം അതിൻ്റെ സക്കാത്ത് കൊടുക്കുന്ന ശരീരം നമുക്ക് കാണാൻ പറ്റും. സക്കാത്തിനൊരു ജഡമുണ്ട്, കൊടുക്കുന്ന നമുക്ക് കാണാം. പക്ഷേ ഇഖ്ലാസോട് കൂടിയാണ് അയാൾ കൊടുത്തത്, നാട്ടുകാരെ ബോധ്യപ്പെടുത്താനല്ല. റബ്ബ് എന്നെ ഏൽപ്പിച്ച ബാധ്യത എന്നുള്ള നിലക്കാണ് ഞാൻ സക്കാത്ത് കൊടുത്തത് എന്ന് തിരിച്ചറിയാൻ അയാൾക്ക് കഴിയുന്നുണ്ടോ? എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആ സക്കാത്തിന്റെ ആത്മാവ് പരിശുദ്ധമാണ്. അയാൾക്ക് നല്ല നിയ്യത്തുണ്ട്. അപ്പോൾ അയാളുടെ സക്കാത്ത് റബ്ബ് ചെയ്യും. അപ്പോൾ സക്കാത്തിന് ശരീരവുമുണ്ട്, ആത്മാവുമുണ്ട്. ഹജ്ജിനുണ്ട്. നമ്മളിവിടെ തിരുവനന്തപുരത്ത് വരെ പോയാലും ബോംബെ വരെ പോയിട്ട് ഞാൻ ഹജ്ജ് ചെയ്തെന്ന് ആൾക്കാർ വിശ്വസിക്കില്ല. ശരിക്കും ഹജ്ജ് ചെയ്യുന്ന വേണം, മനസ്സിലായില്ലേ? ഹജ്ജിന്റെ അവിടെ തവാഫ് ചെയ്യുന്നത് കാണാം, സഅയ് നടക്കുന്നത് കാണാം, കല്ലെറിയുന്നത് കാണാം. അപ്പോൾ വലിയ അങ്ങനെ അവിടെ അതിന് ശരീരമുണ്ട്. ഹജ്ജിന് ആത്മാവുണ്ട്, റബ്ബിന് വേണ്ടി തഖ്വയാണ്, യാതൊരു സംശയമില്ല. എന്നാൽ നോമ്പിന് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയൊരു സാധനമില്ല. നോമ്പ് നോൽക്കാത്ത ആൾക്ക് നല്ല ഭംഗിയായിട്ട് നോമ്പ് തുറന്നു. നോമ്പ് നോൽക്കാത്ത ആൾക്ക് അത്താഴം കഴിച്ചു. നമ്മൾ എങ്ങനെയാ നോമ്പ് ഒരാൾക്ക് കാണിച്ചു കൊടുക്കുക? നോമ്പിന് ജഡമില്ല, നോമ്പിന് ശരീരം മാത്രമാണ്. അപ്പം നാട്ടുകാർക്ക് വേണ്ടി നോമ്പ് നോൽക്കുക എന്നുള്ളൊരു പരിപാടിയില്ല, അതിൻ്റെ ആവശ്യമില്ല. കാരണം വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചാലും നോമ്പുകാരെ പോലെ നടക്കാൻ പറ്റിയ ലോകത്ത് നമ്മൾ ജീവിക്കുന്നു. നോമ്പ് മാത്രം നമുക്ക് അഭിനയിക്കാൻ പറ്റും. നിസ്കാരവും സക്കാത്തും എന്ന് പറഞ്ഞാൽ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ചെയ്യാതെ ബോധ്യപ്പെടുത്താനൊന്നും കഴിയില്ല. PR വർക്കറോടൊന്നും ഞാൻ നിസ്കാരക്കാരനെ തെളിയിക്കാൻ കഴിയില്ല, നിസ്കരിക്കേണ്ടതാണ്. എന്നാൽ നോമ്പ് അത് സാധിക്കാം. നോമ്പ് നോൽക്കാതെ നോമ്പുകാരനെ പോലെ നടക്കാനുള്ള വകുപ്പുണ്ട്. എന്നിട്ടും നോമ്പ് നോറ്റാൽ അത് റബ്ബിന് വേണ്ടിയാണ്. അതാ റബ്ബ് അംഗീകരിച്ചത്. തീർച്ചയായും നോമ്പ് എനിക്കാണ്, ഞാനാണ് അതിന് കൂലി കൊടുക്കുന്നത്. 700 മുകളിലേക്കാ കൂലി. അപ്പൊ ഒരാൾ റമദാൻ മാസത്തിൽ നിസ്കരിച്ചാലോ ഏറ്റവും ചുരുങ്ങിയത് 701 കിട്ടും. നിങ്ങൾ 270 701 കുടിച്ചോ 2 ലക്ഷത്തിന്റെ താഴെ നിൽക്കും. മനസ്സിലാവുന്നുണ്ടോ? അത് ഇഖ്ലാസ് കൂടുന്നതിനനുസരിച്ച് അത് 2, 3, 10 ലക്ഷമായിട്ട് വർദ്ധിക്കും. ഒരു ദിവസത്തെ ഒരു ഇബാദത്തിന് ഇത്രയേറെ പ്രതിഫലം കിട്ടുന്ന ഒരു സന്ദർഭം സാധാരണക്കാരനായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വേറെയില്ല. ഹജ്ജിനും ഹറമിനും ഒക്കെ ഇങ്ങനത്തെ വലിയ വലിയ കൂലിയൊക്കെ ഉണ്ട്. അത് വല്ലപ്പോഴല്ലേ ഉള്ളൂ. ഹറമിൽ ഒരു നേരം നിസ്കരിച്ചാൽ 1 ലക്ഷം കൂലിയാണ് കൂടുതൽ കിട്ടുന്നത്. റമദാൻ മാസം കണ്ടോ 2 ലക്ഷം കൂലിയാണ് കിട്ടുന്നത് ഒരു ജമാഅത്തിന്. അള്ളാഹു അളവറ്റ പ്രതിഫലം തരുന്ന, സമയത്തിന് വലിയ പദവിയും അളവറ്റ മൂല്യവുമുള്ള ഒരു മാസം, അമലുകൾക്ക് വലിയ പ്രതിഫലം തരുന്ന മാസം. അതിന്റെ പോരിശകളൊക്കെ കണക്കില്ലാത്തതാണ്.
റമദാനിലെ മേന്മകൾ എന്ന് പറഞ്ഞാൽ എണ്ണിയാൽ ഒടുങ്ങാത്തതാണ്. റമദാനിന്റെ പ്രാർത്ഥനകൾ പ്രത്യേകം സ്വീകരിക്കപ്പെടും. റമദാനിലാണ് ഏറ്റവും കൂടുതൽ പാപങ്ങൾ പൊറുക്കപ്പെടുന്നത്. ഓരോ പകലിലും ഓരോ രാത്രിയിലും റമദാനിൽ മാത്രം അള്ളാഹു നിശ്ചയിക്കപ്പെടുന്ന ആളുകൾക്ക് നരകമോചനം പറയും. ലില്ലാഹി ഉത്തഖാഉ മിനന്നാർ, തീർച്ചയായും അള്ളാഹുവിന് നരകമോചനം നൽകിയ ചില ആളുകൾ ഇന്നുണ്ട് എന്ന് എല്ലാ പകലിലും എല്ലാ രാത്രിയിലും അള്ളാഹു പ്രഖ്യാപിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഖൈറുകൾ ഇങ്ങനെ വഴിഞ്ഞിറങ്ങുന്ന ഒരു മാസമാണ്. ഷർറുകൾ ഇത്രമാത്രം മുടങ്ങി നിൽക്കുന്ന മറ്റൊരു മാസമില്ല. എല്ലാ തെറ്റ് ചെയ്യുന്നവരും അതൊന്നും മുടങ്ങും. കാരണം തെറ്റിലേക്ക് പ്രേരിപ്പിക്കുന്ന ശൈത്താന്മാർ ചങ്ങലക്കുള്ളിലാണ്. അവർക്ക് പഴയതുപോലെ നമ്മെ തിന്മയിലേക്ക് കൊണ്ടുപോകാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ തിന്മകൾ കുറയും. തിന്മകളിൽ നിന്ന് പിന്തിരിയണമെന്ന് കരുതുന്നയാൾക്ക് ഏറ്റവും എളുപ്പത്തിൽ പിന്തിരിയാൻ പറ്റിയ ഒരു മാസമാണ് റമദാൻ. അതുകൊണ്ടാണ് റമദാനിന്റെ എല്ലാ തലേ പ്രദോഷത്തിലും ഒരു മലക്ക് വന്ന് വിളിച്ചു പറയും, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ വയാ ബാഗിയ ശർരി അഖ്സിർ. നന്മ അന്വേഷിക്കുന്നവരെ മുന്നോട്ട് വരൂ, തെറ്റുകാരെ നിങ്ങൾ നിർത്തിവെക്കൂ. എന്നിട്ടാ പറയുന്നത് വലില്ലാഹി ഉത്തഖാഉ മിനന്നാർ, അള്ളാഹുവിന് നരകമോചനം നൽകുന്ന ചില ആളുകളുണ്ട്. വദാലിക കുല്ല ലൈല, എല്ലാ രാത്രിയും അങ്ങനെ അള്ളാഹു പറയും, ഇന്ന് ഇത്രയും അത്രയും ആളുകൾക്ക് നരകമോചനം പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനത്തിൽപ്പെട്ട പിന്നെ ഉറപ്പാ നമുക്ക് നരകമോചനം കിട്ടി. ഏതെങ്കിലും ഒരു രാവിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പകലിൽ റമദാനിൽ നോമ്പിന്റെ പേരിൽ തൗഹീദിന്റെ പേരിൽ അള്ളാഹു നരകമോചനം പ്രഖ്യാപിച്ച ആളുകളുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ ഒരിക്കലെങ്കിലും ഉൾപ്പെടാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. പക്ഷേ മഴമേഘം ഓടിപ്പോകുന്നത് പോലെ, അമ്പെയ്താൽ ആ ശരം പായുന്നത് പോലെ ദിവസങ്ങൾ പോവാണ്. റമദാന്റെ പകുതി കഴിഞ്ഞു. നമ്മൾ അറിഞ്ഞു എത്ര വേഗത്തിലാണ് റമദാൻ കടന്നു പോകുന്നത്. ഇപ്പോഴും റമദാനൊന്ന് വരുതിയിലാക്കാൻ, ഖുർആന്റെ ഖത്മുകൾ തീർക്കുന്നതിന് വേണ്ടി പാരായണം ചെയ്യാൻ, സദഖ കൊടുക്കാൻ, ദിക്റുകൾ ചൊല്ലാൻ, അള്ളാഹു ഏറ്റവും വലിയ പുണ്യം തരുന്ന ഈ മാസത്തെ നമ്മുടെ അക്കൗണ്ടിലേക്ക് സ്വന്തമാക്കാൻ ഇനിയും സമയം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്തിനു കൊള്ളും? ഇനിയുള്ള ദിവസമെങ്കിലും, ഇനി വരാനുള്ള ദിവസമെങ്കിലും റമദാനിനെ നമ്മൾ നമ്മുടെ വരുതിയിലേക്ക് കൊണ്ടുവരണം. പിന്നെ വിരല് കടിക്കാൻ ഇടവരരുത്. റമദാൻ കിട്ടിയിട്ടും നാളെ ഞാൻ പരാജയപ്പെട്ടു പോയി എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുതല്ലോ. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥയാണെങ്കിൽ ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കണം. അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. എന്താണ്? അദ്ദേഹം സ്വർഗത്തിന്റെ വാതിൽക്കൽ നിൽക്കുന്നതാണ് സ്വപ്നം. വേറെ രണ്ടാൾക്കാർ, അദ്ദേഹത്തിന് പരിചയമുള്ള രണ്ടാൾക്കാർ. ആ രണ്ടാളുകളും ഒരേ ദിവസം മുസ്ലിമായവരാണ്. അതിൽ ഒരാൾ കൂടുതൽ ഇബാദത്തുകൾ ചെയ്തു. അദ്ദേഹം ഫർളുകൾക്ക് ഓരോ സുന്നത്തുകൾ വർദ്ധിപ്പിക്കും, ധാരാളമായി സദഖ കൊടുക്കും, എല്ലാ നന്മകളും അദ്ദേഹം ചെയ്യും. അങ്ങനെ അദ്ദേഹം യുദ്ധത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് അവസരം കിട്ടിയ യുദ്ധത്തിൽ അദ്ദേഹം ഷഹീദായി. മറ്റേ ആൾ കൂടുതൽ നന്മകളൊന്നും ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് യുദ്ധത്തിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയിട്ടില്ല, ഷഹീദായിട്ടില്ല, സാധാരണ പോലെ മരിക്കുകയാണ് ചെയ്തത്. പക്ഷേ സ്വർഗത്തിൽ അദ്ദേഹമാണ് ആദ്യം കയറിപ്പോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഭാതത്തിന് മുന്നിൽ കാണുന്ന ചില സ്വപ്നങ്ങൾ സത്യമാണ് എന്ന് പറഞ്ഞു. അത് നബിക്ക് വഹിയുള്ളത് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും, ഇത് കേവലം ഒരു സ്വപ്നമല്ല. അബൂ ത്വൽഹ പറഞ്ഞത് ശരിയായ കാര്യമാണ് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ശരിയായി. ആദ്യം അതിൽ ആ ആളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹം നബിയോട് എല്ലാവരും, ആളുകൾ ഇങ്ങനെ ആ സ്വപ്നം കേട്ടിട്ട് ഒരു ആശയക്കുഴപ്പത്തിൽ നിൽക്കുകയാണ്. നന്നായി ഇബാദത്ത് ചെയ്ത, യുദ്ധത്തിൽ രക്തസാക്ഷിയായ ആൾ പിന്നെയാണല്ലോ പോയത്, രണ്ടാളും ഒരേ ദിവസം മുസ്ലിമായ ആളാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ നബി ചോദിച്ചു, നിങ്ങൾക്കുള്ള പ്രശ്നം അതാണ്. അദ്ദേഹം എന്തുകൊണ്ട് ആദ്യം സ്വർഗത്തിൽ പോയി, പിന്നെ മറ്റേ ആളെയും കൊണ്ടുപോയി, ജിഹാദ് ചെയ്ത് ഷഹീദായ രക്തസാക്ഷിയായ ആളെയും കൊണ്ടുപോയി. അതും കഴിഞ്ഞിട്ടാണ് അബൂ ത്വൽഹ പോകുന്നത്. ഈ സംഭവം നിങ്ങൾ കണ്ടത് ശരിയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നബി ചോദിച്ചു, ആ രക്തസാക്ഷിയായ വ്യക്തിയുടെ കാലശേഷം ഒരു റമദാൻ മാസം കൂടി ജീവിച്ചിരിക്കാൻ മറ്റേ ആൾക്ക് അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു? ഉണ്ട്. അതാണ് അദ്ദേഹത്തെ ഏറ്റവും മുകളിൽ എത്തിച്ചത്. കണ്ടോ, ഒരു രക്തസാക്ഷി നേടിയെടുക്കുന്ന പദവിയുടെ അത്രയും വലിയ പുണ്യം റമദാനിലൂടെ നേടിയെടുക്കാൻ സാധിക്കും. അത് ഖിയാമത്ത് നാൾ വരെ സാധിക്കും. നിങ്ങൾക്കും എനിക്കും സാധിക്കും. അതൊക്കെ അവരുടെ കാര്യം, സഹാബികളുടെ കാര്യം എന്ന് പറഞ്ഞില്ല. അള്ളാഹു റമദാൻ പോലെ നമുക്ക് തന്ന ഒരു മഹാഭാഗ്യം എന്താണ് നിങ്ങളെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇനി റമദാൻ മുതലെടുക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് അള്ളാഹു സ്വർഗത്തിൽ റയ്യാൻ എന്ന കവാടം വെച്ചത്. ലാ യദ്ഖുലുഹു ഇല്ല സ്വായിമൂൻ, നോമ്പുകാരല്ലാതെ റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. നോമ്പുകാർക്ക് വേണ്ടി മാത്രം അള്ളാഹു സ്വർഗത്തിന്റെ 8 കവാടങ്ങളിൽ പ്രത്യേകം ഒരു കവാടം തയ്യാറാക്കിയിട്ടുണ്ട്. അതാണ് റയ്യാൻ. ആ കവാടത്തിലൂടെ നമ്മൾ കടന്നെത്തുന്ന സ്വർഗത്തിന്റെ അനുഭൂതികളും അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിരിക്കുന്ന
വെച്ചിരിക്കുന്ന കാര്യങ്ങളും എന്തൊക്കെയാണ്? ഇൻഷാ അല്ലാഹ് ചുരുങ്ങിയ സമയത്തിൽ അതിൽ പ്രധാനപ്പെട്ട ചില വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത്. ഒന്നാമതായി അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി പറഞ്ഞു, ഇന്ന അഹ്ലൽ ജന്നതി യതറാഊന അഹ്ലൽ ഗുറഫി മിൻ ഫൗഖിഹിം, സ്വർഗ്ഗത്തിൽ എത്തിച്ചേർന്ന ആളുകൾ അവരുടെ തൊട്ടു മുകളിലെ തട്ടിലുള്ള ആളുകളെ നോക്കിക്കാണും. കമാ തതറാഊനൽ കൗകബ ദുർരിയൽ ഗാബിറ ഫിൽ ഉഫുഖി മിനൽ മശ്രിഖി അവിൽ മഗ്രിബി, കിഴക്കോ പടിഞ്ഞാറോ ഉള്ള നക്ഷത്രങ്ങൾ വെട്ടിത്തിളങ്ങുന്നത് പോലെ അവർക്ക് തങ്ങളുടെ മുകളിൽ സ്വർഗത്തിലെത്തിയവരെ കാണാൻ പറ്റും. അപ്പം സ്വർഗത്തിന്റെ ഏറ്റവും മുകളിലെ പദവിയുള്ളവരെ വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ പോലെ നക്ഷത്ര സമാനരായി അതീവ സുന്ദരന്മാരായിട്ടാണ് താഴെയുള്ളവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർക്കിടയിലുള്ള വ്യത്യാസമാണ്. മുകളിലെ പദവിയിലെത്തിയവർ അത്രയും സുന്ദരന്മാരാണ് എന്നർത്ഥം. ഖാലു, സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ആരാണ് സ്വർഗത്തിന്റെ ഏറ്റവും മുകളിലെ പദവി, നക്ഷത്രങ്ങളെ പോലെ വെട്ടിത്തിളങ്ങുന്ന സൗന്ദര്യമുള്ളവർ? തിൽക മനാസിലുൽ അംബിയാഇ ലാ യബ്ലൂഹാ ഗൈറുഹും, അത് അംബിയാക്കളുടെ പദവിയാണല്ലേ, മറ്റാരും അവിടേക്ക് എത്തുകയില്ല അല്ലേ എന്ന് ചോദിച്ചു. ഖാല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബല, അല്ല. വല്ലദീ നഫ്സി ബിയദി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ റബ്ബ് തന്നെ സത്യം. ആരാണെന്നറിയാമോ? അത് അംബിയാക്കൾ മാത്രമല്ല, റിജാലുൻ ആമനൂ ബില്ലാഹി വസദ്ദഖുൽ മുർസലീൻ, അല്ലാഹുവെ വിശ്വസിക്കുകയും റസൂലുമാരെ അംഗീകരിക്കുകയും ചെയ്ത എല്ലാവരും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി. ഈ ഹദീസ് മുത്തഫഖുൻ അലൈഹിയാണ്, ബുഖാരിയിലും മുസ്ലിമിലും വന്നിട്ടുണ്ട്, എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലും ഉണ്ട്. അബൂ മാലിക് അൽ അശ്അരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസ്, ഖാല, അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഫിൽ ജന്നത്തി ഗുറഫൻ, തീർച്ചയായും സ്വർഗ്ഗത്തിൽ മണിമേടകളുണ്ട്, യുറാ ളാഹിറുഹാ മിൻ ബാത്തിനിഹാ വ ബാത്തിനുഹാ മിൻ ളാഹിരിഹാ, ആ മണിമേടകളുടെ ഉള്ളിൽ നിന്ന് അകത്തേക്കും അകത്തു നിന്ന് പുറത്തേക്കും കാണാൻ സാധിക്കും, പുറത്തു നിന്ന് അകത്തേക്കും അകത്തു നിന്ന് പുറത്തേക്കും കാണാൻ സാധിക്കും, ഉള്ളിൽ നിന്ന് പുറത്തേക്കും പുറത്തു നിന്ന് ഉള്ളിലേക്കും കാണാൻ കഴിയുന്ന സ്ഫടിക സമാനമായ മണിമേടകളാണ്. ആർക്കു വേണ്ടിയാണ് ആ സ്വർഗം, ഈ സുന്ദരമായ സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നത്? അഅദ്ദഹല്ലാഹു ലിമൻ അലാനൽ കലാം വഅതഅമ അത്അം വതാബഅ അസ്സിയാം വസല്ലാ ബില്ലൈലി വന്നാസു നിയാം. ഇത് അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നത് വാക്കുകളെ മാർദ്ദവമാക്കിയവർക്കാണ്, മൃദുവായി സംസാരിക്കുന്നവർക്ക്, പരുക്കൻ സംഭാഷണം നടത്തുന്നവർക്കല്ല, ആളുകളെ വെറുപ്പിക്കുന്നവർക്കല്ല, കയർത്ത് സംസാരിക്കുന്നവർക്കല്ല, പരുഷമായി സംഭാഷണം നടത്തുന്നവർക്കല്ല, നേരെമറിച്ച് സൗമ്യമായും മൃദുവായും സംസാരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് അള്ളാഹു ഈ അതിസുന്ദരമായ സ്ഫടിക സമാനമായ സ്വർഗം സജ്ജമാക്കി വെച്ചിരിക്കുന്നത്. പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവർക്ക് വേണ്ടി, പതിവായി നോമ്പെടുക്കുന്നവർക്ക് വേണ്ടി. അവർ റമദാനിൽ നോമ്പെടുക്കും, അടുത്ത റമദാൻ വന്നാൽ പിന്നെയും നോമ്പെടുക്കും. അതുകൂടാതെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പെടുക്കും, അതല്ലെങ്കിൽ തിങ്കളാഴ്ചയോ വ്യാഴാഴ്ചയോ ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും അവർ നോമ്പെടുക്കും, അല്ലെങ്കിൽ അയ്യാമുൽ ബീദിൽ പൗർണമി നാളുകളിൽ നോമ്പെടുക്കും. അങ്ങനെ പതിവായി നോമ്പെടുക്കുന്നവരാണ്. വസല്ലാ ബില്ലൈലി വന്നാസു നിയാം, ആളുകളൊക്കെ കിടന്നുറങ്ങുമ്പോൾ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ് അവർ. ഈ ആളുകൾക്ക് വേണ്ടിയാണ് അള്ളാഹു വിശിഷ്ടമായ സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇമാം ബൈഹഖി അദ്ദേഹത്തിന്റെ ഈമാനിന്റെ ശാഖകൾ വിവരിക്കുന്ന ശുഅബുൽ ഈമാൻ എന്ന കൃതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സ്വഹീഹായ ഹദീസാണ്. ആ സ്വർഗത്തിൽ എപ്പോഴും സൗരഭ്യമായിരിക്കും. അവിടെ ധൂപകുറ്റികൾ ഉലുവാൻ പുകയ്ക്കപ്പെടും. മജാമിറുൽ ഉലുവ, സ്വർഗത്തിലെ ധൂപകുറ്റികൾ എന്ന് പറഞ്ഞാൽ അവിടെ പുകയ്ക്കുന്നത് എന്താണെന്നറിയാമോ? ഉലുവാനാണ്. അതീവ സൗരഭ്യം പരത്തുന്ന ഉലുവാൻ പുകച്ചുകൊണ്ടിരിക്കും. വേറെ റിപ്പോർട്ടിൽ സ്വർഗത്തിലെ സൗരഭ്യം 70 വർഷം ദൂരെ എത്തുന്ന, 70 കൊല്ലം ഏറ്റവും വേഗതയുള്ള കുതിരപ്പുറത്ത് ഓടിയാൽ 70 കൊല്ലം ഓടിയാൽ എത്ര ദൂരമുള്ള നാട്ടിലെത്തും? സ്വർഗത്തിലെ സുഗന്ധം അത്രയും ദൂരെ പ്രസരിക്കും. അത്രമാത്രം ഹൃദ്യമാണ് സ്വർഗീയമായ പരിമളം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഗിമ അൻഫു അബ്ദിൻ, ഒരടിമ തുലഞ്ഞു പോകട്ടെ, അവന്റെ മൂക്ക് മുറിഞ്ഞു പോകട്ടെ. ദഖല അലൈഹി റമളാൻ, റമളാനിലേക്ക് അവൻ പ്രവേശിച്ചിട്ടുണ്ട്. ഫലം യുഗ്ഫർ ല, എന്നിട്ടും അവന്റെ പാപങ്ങളൊന്നും പൊറുക്കപ്പെട്ടിട്ടില്ല. ചില റിപ്പോർട്ടിൽ ഫലം യുഗ്ഫർ ദംബുഹു, അവന്റെ കുറ്റങ്ങളൊന്നും മായ്ക്കപ്പെട്ടിട്ടില്ല. റമളാൻ മാസം
നടത്തിയിട്ടും പാപങ്ങൾ പൊറുക്കപ്പെടാതെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടാതെ കടന്നു പോകുന്ന ദൗർഭാഗ്യവാന്മാർ അവർ തൊലഞ്ഞു പോകട്ടെ എന്ന് പറഞ്ഞു. ഈ മഹത്തായ സ്വർഗം സ്വന്തമാക്കാനുള്ള ഏറ്റവും വിശിഷ്ട സന്ദർഭം റമദാനാണ്. وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين. സൂറ ആൽ ഇംറാൻ 133-ാമത്തെ ആയത്ത്. നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള പാപമോചനത്തിലേക്കും ആകാശഭൂമികളുടെ വിസ്തൃതിയുള്ള സ്വർഗത്തിലേക്കും നിങ്ങൾ ധൃതി കാണിച്ചു വരിക. നാളേക്ക് കാത്തിരിക്കാതെ മടി പിടിക്കാതെ ഇന്നത്തെ ഇബാദത്തുകൾ കൊണ്ട് തന്നെ നിങ്ങൾ സ്വർഗത്തിലേക്ക് വരിക. ശരിയായ അഖീദയും ശരിയായ അമലുകളും തഖ്വയുള്ളവർക്ക് വേണ്ടി അത് തയ്യാറാക്കപ്പെട്ട് കഴിഞ്ഞു. സ്വർഗത്തെ കുറിച്ച് പരിചയപ്പെടുത്തി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം, അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി പറഞ്ഞു, ലൗ തഅലമൂന മാ അഅലമു ലളഹിഖ്തും ഖലീലൻ വലബഖൈതും കസീറ. ഞാൻ അറിഞ്ഞത് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ അല്പമേ ചിരിക്കുമായിരുന്നു, നിങ്ങൾ ധാരാളമായി കരയുമായിരുന്നു. മറ്റൊരു റിപ്പോർട്ടിൽ ലൗ അലിംതും മാ അഅലമു ലളഹിഖ്തും ഖലീലൻ വലബഖൈതും കസീറ. ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ നിങ്ങളും അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ അല്പം മാത്രം ചിരിക്കുകയും ധാരാളമായി കരയുകയും ചെയ്യുമായിരുന്നു. വലാ തലദ്ദത്തും ബിന്നിസാഇ അലൽ ഫുർഷാ. വീട്ടിലെ വിരിപ്പുകളിൽ ഭാര്യമാരെ കെട്ടിപ്പിടിച്ച് നിങ്ങൾ ജീവിതം ആസ്വദിച്ചു തീർക്കുമായിരുന്നില്ല. ദുനിയാവ് ആസ്വദിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ ചെലവാക്കുമായിരുന്നില്ല. വല ഖറജ്തും മിനസ് സുഉദാതി തജാറൂന ഇലല്ലാഹ്. മലമടക്കുകളിലേക്ക് കയറി ചെന്ന് റബ്ബിനോട് അലമുറയിട്ട് കരഞ്ഞ് നിങ്ങൾ റബ്ബിനോട് രക്ഷാമാർഗം ചോദിക്കുമായിരുന്നു. ഫഖാല അബൂദർ പറയാണ്, വല്ലാഹി ലബദിത്തു അന്നീ ശജറത്തുൻ തുഅദർ. ഞാനൊരു മനുഷ്യനല്ലായിരുന്നുവെങ്കിൽ ഞാൻ ആളുകളൊക്കെ പിഴുതെടുത്ത് കളഞ്ഞ ഒരു ചെടിയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. കാരണം മനുഷ്യർ ഇത്രയേറെ ബേജാറാകേണ്ടി വരും എന്ന് നബിയുടെ ആ വാക്കിൽ നിന്ന് മനസ്സിലായി. എന്താണ് ആ കാര്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഅയ്തുൽ ജന്നത വന്നാർ. സ്വർഗ്ഗവും നരകവുമാണ് ഞാൻ കണ്ടത്. അപ്പൊ സ്വർഗ്ഗവും നരകവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നേരിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ദുനിയാവ് കാണുന്നത് പോലെ സ്വർഗ്ഗം അല്ലാഹു നബിക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നേരിട്ടും കാണിച്ചു കൊടുത്തിട്ടുണ്ട് മിഅ്റാജ് രാവിൽ. അതേപോലെ ഒരു ഗ്രഹണ നിസ്കാര സമയത്തും അല്ലാഹു കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഇന്ന സൽഅത്തല്ലാഹി ഗാലിയ. അല്ലാഹുവിന്റെ കച്ചവടച്ചരക്കാണ് ഏറ്റവും വിലയേറിയത്. അലാ അറിഞ്ഞോളൂ, ഇന്ന സൽഅത്തല്ലാഹി, അല്ലാഹുവിന്റെ കച്ചവടച്ചരക്ക് എന്ന് പറഞ്ഞാൽ അൽ ജന്ന, അത് സ്വർഗ്ഗം. അതുകൊണ്ട് സത്യവിശ്വാസികൾ എന്ത് തിരിച്ചും സ്വർഗ്ഗം സ്വന്തമാണ്. ഇന്നല്ലാഹ അശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുൽ ജന്ന. സത്യവിശ്വാസികളോട് അല്ലാഹു വിലക്ക് വാങ്ങിയിരിക്കുന്നു. അവരുടെ ദേഹങ്ങളും അവരുടെ സമ്പത്തും അവരുടെ ശരീരം അവർ ചെലവഴിക്കുന്നത് അല്ലാഹുവിന്റെ ഇഷ്ടമനുസരിച്ചാണ്. അവരുടെ സമ്പത്ത് അവർ ചെലവഴിക്കുന്നത് അല്ലാഹുവിന്റെ ഇഷ്ടമനുസരിച്ചാണ്. കാരണം പകരം സ്വർഗം കൊടുക്കാമെന്ന് അല്ലാഹു പറഞ്ഞു, ബിഅന്ന ലഹുൽ ജന്ന. തീർച്ചയായും അവർക്ക് സ്വർഗമുണ്ട്. ആ സ്വർഗം എങ്ങനെയാണ്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ബുഖാരി മുസ്ലിം അടക്കം എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലും കാണാം. അല്ലാഹു നേരിട്ട് പറഞ്ഞ വാക്യമാണ്, ഖുദ്സിയായ ഹദീസ്. ഖാലല്ലാഹു അസ്സ വജൽ, അഅദത്തു ലിഇബാദി സ്വാലിഹീൻ. സ്വാലിഹുകളായ എൻ്റെ അടിമകൾക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കിയിരിക്കുന്നു. മാ ലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമീഅത് വലാ ഖതറ അലാ ഖൽബി ബശർ. ഒരു കണ്ണും കാണാത്തത്, ഒരു കാതും കേൾക്കാത്തത്, ഒരു മനുഷ്യന്റെ മനസ്സിലും ഭാവനയും വിരിയാത്തത്, ഒരു സാഹിത്യകാരനും ഭാവിച്ചെടുക്കാൻ കഴിയാത്തത്, ഒരു ചിത്രകാരനും വരച്ചുണ്ടാക്കാൻ കഴിയാത്തത്, ആർക്കും സങ്കല്പിക്കാൻ കഴിയാത്ത കാഴ്ചകളും ശബ്ദങ്ങളുമാണ് അല്ലാഹു സ്വർഗത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ഒരു കണ്ണും കാണാത്തത്. അത്രയേറെ നയനാനന്ദകരമാണ് സ്വർഗം. ഒരു കാതും കേൾക്കാത്തത്, കർണാനന്ദകരമായ നാദങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സ്വർഗം അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നു. ഒരു മനുഷ്യന്റെ ഭാവനയും വിരിയാത്തത്, ഒരു കഥാകൃത്തും ഒരു നോവലിസ്റ്റും അയാളുടെ ഭാവനയിൽ കൊണ്ടുവരാത്തത്രയും ആസ്വാദനങ്ങളാണ് സ്വർഗത്തിൽ അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ആയത്ത് ഓതിക്കോളൂ. സൂറത്തു സജദയിലെ 17-ാമത്തെ ആയത്ത് നബി ഓതി കേൾപ്പിച്ചു. കൺകുളിർമയിൽ നിന്ന് എന്തൊക്കെയാണ് അല്ലാഹു പൊതിഞ്ഞ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ഒരു നഫ്സും മനസ്സിലാക്കുന്നില്ല. അത്രമാത്രം കൺകുളിർമയേകുന്ന ഹൃദ്യമായ ആനന്ദാനുഭൂതികളാണ് സച്ചരിതരായ മുവഹിദുകളായ സത്യവിശ്വാസികൾക്ക് വേണ്ടി അല്ലാഹു സജ്ജമാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദുനിയാവിൽ നമ്മൾ പണിയെടുക്കും പരലോകത്ത് വിശ്രമിക്കാൻ വേണ്ടി.
ഇത് അമലെടുക്കാനുള്ള സമയമാണ്. ഇവിടെ റബ്ബ് ഒരാളുടെ മനീതി കാണിക്കയിൽ നമ്മുടെ അമലുകൾ ഇഖ്ലാസുള്ളതാണെങ്കിൽ അല്ലാഹു അത് പരിഗണിക്കും. സ്വർഗം എന്ന് പറഞ്ഞാൽ അത് ദാറുൽ തക്ലീഫ് അല്ല. അവിടെ നമുക്ക് ബാധ്യത നിസ്കരിക്കുക, നോമ്പ് നോക്കുക, സക്കാത്ത് കൊടുക്കുക, ഹജ്ജ് ചെയ്യുക, ത്യാഗങ്ങളൊന്നും സ്വർഗത്തെ ഏൽപ്പിച്ചിട്ടില്ല. സ്വർഗം ആസ്വദിക്കാനും വിശ്രമിക്കാനുമുള്ളതാണ്. അള്ളാഹുവിനെ നിരന്തരമായി വാഴ്ത്തിക്കൊണ്ടിരിക്കാനുള്ളതാണ്. അവിടെ അനുഭൂതികളല്ലാതെ ഓരോ സെക്കൻഡിലും അനുഭൂതികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമെന്നല്ലാതെ മടുപ്പോ അതേപോലെ തന്നെ പ്രയാസങ്ങളോ അവിടെ ഇല്ല. അവിടെ രോഗങ്ങളില്ല, അവിടെ മാലിന്യങ്ങളില്ല, മലമൂത്രമൊന്നും അവിടെയില്ല, ചണ്ടിഭണ്ഡാരങ്ങൾ അവിടെയില്ല. സ്വർഗത്തിലെല്ലാം വൃത്തിയുള്ളതും ഹൃദ്യവുമാണ്. സ്വർഗത്തിൽ കളയാനായിട്ടൊന്നുമില്ല. അറപ്പും വെറുപ്പും ഉളവാക്കുന്ന വസ്തുക്കളോ ശബ്ദങ്ങളോ അവിടെയില്ല. സ്വർഗത്തിൽ രാത്രിയില്ല, സ്വർഗത്തിൽ ഭയമില്ല, സ്വർഗത്തിൽ പകൽ മാത്രം. സ്വർഗത്തിൽ മടുപ്പില്ല, സ്വർഗത്തിൽ ആസ്വാദനങ്ങൾ മാത്രം, പുതിയ പുതിയ ആസ്വാദനങ്ങൾ മാത്രം. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള സ്വർഗമാണ്. സ്വർഗത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവരുന്നത് തന്നെ അത്ഭുതമാണ്. വസീഖല്ലദീന തഖൗ റബ്ബഹും മിനൽ ജന്നതി സുമറ ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത് അബ്വാബുഹാ വഖാല ലഹും ഖസനതുഹാ സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലുഹാ ഖാലിദീൻ. 39-ാമത്തെ സൂറത്ത് സുമറിലെ 73-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാം, തഖ്വയുള്ളവരെ, റബ്ബിനെ സൂക്ഷിച്ച് ജീവിച്ചവരെ സ്വർഗത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവരും. സുമറൻ സംഘങ്ങളായി, ഗ്രൂപ്പുകളായിട്ടാണ് സ്വർഗത്തിലേക്ക് വരിക. അവർ സ്വർഗത്തിന്റെ അരികിലേക്ക് എത്തിയാൽ ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത് അബ്വാബുഹാ, അതിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും. കവാടങ്ങൾ തുറക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ കാവൽക്കാർ അവരോട് സലാം പറയും. ദുനിയാവിൽ നമ്മൾ അങ്ങോട്ടാ സലാം പറയാം. സ്വർഗത്തിൽ എത്തുമ്പോൾ നമ്മൾ അങ്ങോട്ട് കയറേണ്ട താമസം, മലക്കുകൾ ഒന്നാകെ ഇങ്ങോട്ട് സലാം പറയാം. സലാമുൻ അലൈക്കും തിബ്തും, നിങ്ങൾ പുണ്യം ചെയ്തു, നിങ്ങൾ തൗഹീദുള്ളവരാണ്, നിസ്കരിച്ചവരാണ്, സക്കാത്ത് കൊടുത്തവരാണ്, നോമ്പെടുത്തവരാണ്, മാതാപിതാക്കൾക്ക് നന്മ ചെയ്തവരാണ്, പാവങ്ങളെ ഭക്ഷിപ്പിച്ചവരാണ്, ഹറാമുകൾ ഒഴിവാക്കിയവരാണ്. അങ്ങനെ പുണ്യം ചെയ്തു. അതുകൊണ്ട് ഫദ്ഖുലുഹാ ഖാലിദീൻ, നിങ്ങൾ സ്വർഗത്തിലേക്ക് അനശ്വരമായി പ്രവേശിച്ചോളൂ. സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും പുറത്തിറങ്ങാൻ പറയില്ല. ജന്നാത്തുൽ ഖുൽദ്, ജന്നാത്തു അദ്ൻ എന്നൊക്കെയാണ് സ്വർഗത്തിന്റെ പേര്. ജന്നാത്ത് അദ്ൻ എന്ന് പറഞ്ഞാൽ നിത്യതയുടെ തോട്ടങ്ങൾ, നിത്യം. ജന്നാത്തുൽ ഖുൽദ് എന്ന് പറഞ്ഞാൽ അനശ്വരതയുടെ ആരാമങ്ങൾ. സ്വർഗത്തിൽ ഒരിക്കൽ എത്തിക്കഴിഞ്ഞ ഒരാളോട് കുറച്ചു കാലം കഴിഞ്ഞിട്ട് റബ്ബ് പറയണത്, എന്റെ സമയമൊക്കെ കഴിഞ്ഞ് എടുത്ത പണിക്കുള്ളതൊക്കെ തീർന്നുകൊണ്ട് നീ പുറത്തേക്ക് തന്നെ പോയിക്കോ എന്ന് പറയില്ല. സ്വർഗത്തിൽ പ്രവേശിക്കാനാണ് നമ്മൾ പണിയെടുക്കുന്നത്, അല്ലാതെ സ്വർഗം ആസ്വദിക്കാനുള്ള പണിയെടുക്കാനൊന്നും ദുനിയാവിൽ നമ്മളെ കൊണ്ട് കഴിയില്ല. സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് മാത്രമേ നമുക്കുള്ളൂ. സ്വർഗം അള്ളാഹുവിന്റെ ഓശാരമായിട്ട് തരുന്നൊരു സംഗതിയാണ്. മനസ്സിലായില്ലേ? അതിൽ അർഹത എന്താണ്? തൗഹീദാണ്. അള്ളാഹുവിൽ വിശ്വസിക്കണം, റസൂലിനെ പിന്തുടരണം. അതാണ് തൗഹീദും ഇത്തിബാഉ സുന്നയുമുള്ള ആളുകൾക്ക് സ്വർഗത്തിലെത്താൻ പറ്റും. സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇറക്കി വിടുന്ന പ്രശ്നമല്ല. ഓരോ സെക്കൻഡിലും അനുഭൂതികളും നന്മകളും വർദ്ധിക്കും. അവിടെ മടുപ്പോ അതേപോലെ അരോചകമായ അവസ്ഥകളോ ഒന്നും സ്വർഗത്തിൽ ഉണ്ടാവുകയില്ല. അങ്ങനെ സ്വർഗത്തിലേക്ക് നമ്മൾ വരുന്ന ആ വരവ് തന്നെ ആസ്വാദ്യമാണ്. അനേകം മലക്കുകൾ അവരെ കാത്തിരുന്ന് അവർക്ക് വേണ്ടി സലാമുൻ അലൈക്കും തിബ്തും, ചിലപ്പോൾ സലാമുൻ അലൈക്കും ബിമാ സബർതും, നിങ്ങൾ സബർ പാലിച്ച് ജീവിച്ചതിനാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട്, സലാം, നിങ്ങൾക്ക് അഭിവാദ്യം എന്ന് പറയും. അങ്ങനെ അഭിവാദ്യം സ്വീകരിച്ചുകൊണ്ടാണ് ദാറുസ്സലാം എന്ന സ്വർഗത്തിന്റെ പേര്. വല്ലാഹു യദൂറു ഇലാ ദാരിസ്സലാം, അള്ളാഹു സമാധാനത്തിന്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കുന്നു. അവിടെ സമാധാനം മാത്രമേ ഉള്ളൂ. അവിടെ കുട്ടികൾ വന്നിട്ട് വാപ്പാനെയും ഉമ്മാനെയും വെട്ടിക്കൊലപ്പെടുത്തുന്ന വർത്താനല്ല. തന്റെ കൂട്ടുകാരെ വെട്ടിക്കൊലപ്പെടുത്തുമെന്ന് ഭയപ്പെടേണ്ടതില്ല. അവിടെ ലഹരിയും അതേപോലെ തന്നെ ഗുണ്ടായിസവും അരാജകത്വവും ഇല്ല. അവിടെ ആരെയും ഭയപ്പെടേണ്ടതില്ല. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർ ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കുന്നതുമല്ല. സ്വർഗത്തിൽ ദുഃഖമില്ല. അവിടെ അനുഭൂതികൾ മാത്രമാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസ്, അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്ന അവ്വലു സബ്റത്തിൻ യദ്ഖുലൂനൽ ജന്ന, സ്വർഗ്ഗത്തിൽ ആദ്യം വരുന്ന സംഘമുണ്ടല്ലോ, സംഘങ്ങളായിട്ടാണ് സ്വർഗ്ഗത്തിൽ വരിക. സ്വർഗ്ഗത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറകെ ആദ്യമായി പ്രവേശിക്കുന്ന സംഘമുണ്ടല്ലോ, മുഹമ്മദ് നബിയുടെ ഉമ്മത്താണ് ആദ്യം സ്വർഗ്ഗത്തിൽ എത്താറിയാം. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി എല്ലാ നബിമാരുടെയും ഉമ്മത്ത്. ആദ്യം സ്വർഗത്തിന്റെ വാതിൽക്കൽ വരുന്നത് മുഹമ്മദ് നബിയാണ്. മുഹമ്മദ് നബിക്ക് പെർമിഷൻ കിട്ടുമ്പോൾ വാതിൽ തുറന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് സ്വർഗത്തിന്റെ വട്ടക്കണ്ണിയിൽ പിടിച്ചു മുട്ടുന്നത്.
എന്നിട്ട് അദ്ദേഹത്തിന് വേണ്ടി സ്വർഗം തുറക്കപ്പെടും. അദ്ദേഹത്തിന്റെ അനുയായികൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. ആദ്യമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവർ അലാ സൂറത്തിൽ ഖമരി ലൈലത്തൽ ബദ്രി, പൗർണമി രാവിലെ പൂർണ്ണചന്ദ്രനെ പോലെ വിളങ്ങുന്നവരാണ്. പൂർണ്ണചന്ദ്രനെ പോലെ തെളിഞ്ഞ സൗന്ദര്യമുള്ളവരാണ് ആദ്യമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. സുമ്മല്ലദീന യലൂനഹും, പിന്നീട് പിന്നാലെ വരുന്ന സംഘമോ അലാ അശദ്ദി കൗകബിൻ ദുർരിയും ഫിസ്സമായി ഇളാ, ആകാശത്ത് വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ പോലെ തിളക്കമുള്ളവരാണ് രണ്ടാമത് കടന്നു വരുന്നവർ. എന്നിട്ടോ പിന്നെ വരുന്നവരൊക്കെ നക്ഷത്രങ്ങളുടെ സൗന്ദര്യമുള്ളവരാണ്. ലാ യബൂലൂൻ വലാ യതഗവ്വതൂൻ, അവിടെ മലമൂത്ര വിസർജനങ്ങളില്ല, മലമൂത്രം ഉണ്ടായിട്ട് വേണ്ടി വിസർജിക്കാൻ. വലാ യത്ഫൂന, തുപ്പലില്ല. വലാ യംതഹിതുന, മൂക്ക് പിഴിയുകയില്ല. വമജാമിറുഹുൽ ഉലുവ, അവിടുത്തെ ധൂപക്കുട്ടികൾ ഉലുവാനാണ്. അയ്യൂദുത്തീബ് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. സുഗന്ധ കൊള്ളികളാണ് അവിടെ പുകയ്ക്കുന്നത്, സുഗന്ധത്തിന്റെ കൊള്ളികളാണ് അവിടെ ഉലുവാനായിട്ട് പുകയ്ക്കുന്നത്. വഅസ്വാജുഹുൽ ഹൂറുൽ ഐൻ, അവരുടെ ഭാര്യമാരെന്ന് പറഞ്ഞാൽ വിശാലമായ കണ്ണുകളുള്ള സുന്ദരിമാരായ തരുണികളാണ്. അഖ്ലാഖുഹും അലാ ഖുലുഖി റജുലിൻ വാഹിദ്, സ്വർഗ്ഗത്തിലെ എല്ലാവരുടെയും സ്വഭാവം ഒരുപോലെയാണ്. ഇവിടെ 6 ആളുണ്ടെങ്കിൽ 100 സ്വഭാവമാണ്, പല കോലത്തിലാണ്. സ്വർഗത്തിൽ എല്ലാവർക്കും ഒരേ സ്വഭാവം, ആരും ആരെയും കുറ്റം പറയില്ല, ആർക്കും ആരോടും അസൂയയില്ല. ഹിഖദ്, പക അള്ള എടുത്തു കളഞ്ഞു. എല്ലാവരോടും സ്നേഹമാണ്. ഒരാൾ സംസാരിക്കുന്നത് കേൾക്കുന്നത് മറ്റൊരാൾക്ക് എന്തൊരു ആനന്ദം. മ്യൂസിക് കേൾക്കുന്നതിനേക്കാൾ ഇഷ്ടമാണ് സുഹൃത്തുക്കൾ സംസാരിക്കുന്നത്, വർത്തമാനം പറയുന്നത്. ഇവിടെ നമ്മളാണ് എത്ര പ്രിയപ്പെട്ട ആള്, വളരെ ഇഷ്ടപ്പെട്ട ആള്, കല്യാണം കഴിച്ചു വന്ന പുതിയാപ്പിളയും പുതിയവനാണെങ്കിലും 1 മണിക്കൂർ 2 മണിക്കൂർ രണ്ടാളും വർത്താനം പറഞ്ഞ് നമ്മൾ കുറച്ച് കിടക്കില്ലെന്ന് പറയും, മടുക്കും ആൾക്കാർ. ഏറ്റവും ഇഷ്ടമുള്ള ഒരു വർത്താനം വരെ കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മളെന്താണ് നിർത്തും, മതിയും തോന്നും, അരോചകത്വം അനുഭവപ്പെടും. ദുനിയാവ് അങ്ങനെയാണ്. സ്വർഗത്തിൽ അങ്ങനെയല്ല. നമ്മുടെ സഹോദരൻ ഇരുന്ന് വർത്താനം പറഞ്ഞ് എത്ര വേണമെങ്കിലും ഇരുന്ന് കേൾക്കും. അരോചകമായ ഭാഷണങ്ങൾ അവിടെയില്ല, ആനന്ദം നിറഞ്ഞ സല്ലാപത്തിന്റെ സംസാരങ്ങൾ മാത്രമാണ്. ഇനിയോ അലാ സൂറത്തി അബീഹിം ആദം, എല്ലാവരും ആദം, പിതാവ് ആദമിന്റെ രൂപത്തിലാണ്. സിദ്ദൂന ദിറാം ഫിസ്സമാ, ആകാശത്തേക്ക് 60 മുഴം. സ്വർഗത്തിലെ എല്ലാവരും 60 മുഴം. എല്ലാവരുടെയും വലുപ്പവും സെയിം, നാം അടുക്കുമല്ല. ഓരോരുത്തർക്കും ഓരോരുത്തരെ വേറെ വേറെ ആസ്വദിക്കാൻ കഴിയും. അത്രമാത്രം സുന്ദരന്മാരായിരിക്കും എല്ലാവരും. വേറെ എല്ലാവർക്കും യൂസുഫ് നബിയേക്കാൾ സൗന്ദര്യമുള്ളവരാണ് എല്ലാവരും. മനസ്സിലായില്ലേ നിങ്ങൾ? അപ്പൊ സ്വർഗത്തിൽ എല്ലാവരും 60 മുഴം നീളമുണ്ടാകും. ഒരു മുഴം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ അളവ് ഇതാണ്. ഇനി മലക്കുകളുടെ മുഴാണെന്ന് എത്രയും നമുക്ക് പറയാൻ കഴിയില്ല. ഏതായിരുന്നാലും ആദം നബിക്ക് എത്ര വലുപ്പമുണ്ടായിരുന്നത്, ആ വലുപ്പമാണ് ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ മനുഷ്യർക്കും. അതിൽ കുള്ളന്മാരും വലിയവരും ഒക്കെ ഉണ്ടാവും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യദ്ഖുലു അഹ്ലുൽ ജന്നത്തിൽ ജന്ന, സ്വർഗവാസികൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. എങ്ങനെ? ജുറുദൻ മുറുദൻ ബീളൻ ജിആദൻ മുകഹ്ഹലീൻ, അവർ ശരീരത്തിൽ രോമങ്ങളില്ലാതെ, താടിയിലും മീശയിലും രോമങ്ങളില്ലാതെ, അതീവ തിളക്കമുള്ള സുന്ദരന്മാരായി, നല്ല മുടി കറുത്തവരായി, അവരുടെ താടി രോമങ്ങളൊന്നുമില്ലാതെ, കണ്ണുകൾ സുറുമെഴുതപ്പെട്ടതുപോലെ സൗന്ദര്യമുള്ളവരായി അവരെല്ലാവരും സ്വർഗത്തിലേക്ക് കടന്നു വരും. മനസ്സിലായില്ലേ? ഇവിടെ നമ്മൾ താടിയൊക്കെ വെക്കണം, മീശ വെക്കണം, മീശ ചെറുതായിട്ട് വെട്ടണം, താടി വളർത്തണം. അങ്ങനെയുള്ളവർക്ക് നാളെ മീശയും താടിയൊന്നും ഇല്ലാതെ സ്വർഗത്തിലേക്ക് പോകാം. ഇവിടെ ക്ലേശയമായി നടക്കുന്നവർക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. മനസ്സിലായില്ലേ? അവർക്കുള്ളതല്ല. ഇവിടെ നമ്മൾ ഇതിന്റെ പ്രയാസങ്ങൾ, താടി രോമങ്ങളുടെ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും. പക്ഷെ ദുനിയാവിൽ അല്ലാഹു താടി രോമങ്ങളെ സൗന്ദര്യപ്പെടുത്തിയിരിക്കുന്നുവെങ്കിൽ സ്വർഗത്തിൽ തിരിച്ചാണ്. ഇവിടെ അത് സ്ത്രീകൾക്കാണ് അല്ലാഹു രോമങ്ങളില്ലാത്ത ശരീരം വെച്ചിരിക്കുന്നത്. അവിടെ പുരുഷന്മാരും അങ്ങനെ തന്നെയാണ്. ഇവിടെ ആഭരണങ്ങൾ സ്ത്രീകൾക്കാണ്, അവിടെ പുരുഷന്മാർ നല്ല വളയൊക്കെ മാലയിടും. ആഭരണങ്ങൾ ആഭരണ വിഭൂഷിതരായിട്ടാണ് പുരുഷന്മാരും നാളെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്ന് കാണാൻ സാധിക്കും. അങ്ങനെ ചുരുക്കി പറഞ്ഞ എല്ലാവരുടെയും പ്രായം എത്രയാണെന്ന് അറിയാമോ? അബ്നാ സലാസിൻ വസലാസീൻ, എല്ലാവർക്കും 33 വയസ്സ്. 33 വയസ്സുകാരേ ഉള്ളൂ. 33 വയസ്സാണ് എല്ലാവർക്കും. ബാപ്പാക്കും മകനും 33 വയസ്സ്, പേരക്കുട്ടിക്കും 33 വയസ്സ്. സ്വർഗത്തിൽ എല്ലാവർക്കും 33 വയസ്സ്. മാഷാ അല്ലാഹ്. സ്വർഗത്തെ പറ്റി ഇവിടെ വെച്ച് സങ്കല്പിക്കാൻ കഴിയില്ല. അതാ ഒരു കണ്ണും കാണാത്തത്, ഒരാൾക്ക് ചിന്തിക്കാൻ കഴിയാത്തത്. നമുക്ക് ഹൃദയമുള്ളവന് ആസ്വദിക്കാൻ തക്കവണ്ണം സ്വർഗത്തെ കുറിച്ചുള്ള വിശേഷങ്ങൾ ഖുർആനിൽ ധാരാളമുണ്ട്. ഖുർആനിൽ 1000 ആയത്തുകൾ സ്വർഗത്തെ കുറിച്ച് മാത്രമാണ്.
അത് മാത്രം പറയാൻ നിന്നാൽ നമുക്കിത് നേരല്ല. ഇൻഷാ അല്ലാഹ് അതൊക്കെ നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഖുർആൻ നിങ്ങൾ ഓതുന്നുണ്ടല്ലോ, സ്വർഗത്തെക്കുറിച്ച് വരുന്ന ആയത്തുകളൊക്കെ ഒന്ന് മനസ്സിലെത്തി ശ്രദ്ധിക്കണം. അള്ളാഹു എനിക്ക് സ്വർഗം തരണേ നാ നേരത്തെ പ്രാർത്ഥിക്കണം. നരകത്തെക്കുറിച്ചുള്ള ആയത്തുകൾ കാണുമ്പോൾ 1000 ആയത്തുകൾ നരകത്തെക്കുറിച്ചാണ്. അപ്പൊ എന്താണ് നരകത്തെക്കുറിച്ചോ നരകവാസികളെ കുറിച്ചോ പറയുന്നതാണ് 1000 ആയത്തുകൾ. നമ്മൾ പേടിക്കണം, നരകത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് എന്ത് ചെയ്യണം? നമ്മൾ ഒച്ചടക്കുന്ന കുട്ടികളൊന്നും ബാക്കിലേക്ക് കൊണ്ടുപോയി. അപ്പൊ പറഞ്ഞു വരുന്നതിന് ചുരുക്കം എന്തെന്ന് വെച്ചാൽ, സ്വർഗം എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതീവ ഹൃദ്യമായി ഒരുക്കി വെച്ചിരിക്കുന്നു. സ്വർഗത്തിൽ എല്ലാവരും 33 വയസ്സാണ്. ഒരു സദസ്സിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൃദ്ധന്മാർ സ്വർഗത്തിൽ ഉണ്ടാവുകയില്ല. അപ്പൊ ആ സദസ്സിൽ പിന്നെ ആ കസേര കുട്ടിക്ക് കൊടുത്തു. ആ കസേര കുട്ടി കളിക്കാനാണ്, ആ കുട്ടി കൊടുത്തു. കുട്ടി ഇരുന്ന് കളിക്കാൻ. അപ്പോ പറഞ്ഞെന്താണ്? ഒരു സ്ത്രീ കരയാൻ തുടങ്ങി. പല്ലുപോയ ഒരു സ്ത്രീ, പ്രായം ചെന്ന ഒരു സ്ത്രീ, മുഖം ചൊളിഞ്ഞ ഒരു സ്ത്രീ, അവർ കരഞ്ഞുകൊണ്ട് മടങ്ങിപ്പോകുമ്പോൾ നബി ചോദിച്ചു, നിങ്ങളെ അമ്മാനെ വിളിക്കാൻ പറഞ്ഞു. എങ്ങോട്ടാ പോകുന്നത്? അതല്ല, വയസ്സന്മാരൊന്നും സ്വർഗത്തിൽ ഉണ്ടാവില്ല നിങ്ങൾ പറഞ്ഞല്ലേ. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചു. നബി അപൂർവമായിട്ട് തൊള്ള തുറന്ന് ചിരിക്കുള്ളൂ. നബിയുടെ അണപ്പല്ല് അപൂർവ സമയത്തെ സ്വഹാബികൾ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ചിരിച്ചു ചില സന്ദർഭങ്ങൾ അതിൽപ്പെട്ടൊരു സമയമാണ്. ആ സ്ത്രീയുടെ വർത്താനം കേട്ട് നബി തൊള്ള തുറന്ന് ചിരിച്ചു. നബി പറഞ്ഞു, അതിൻ്റെ അർത്ഥം അങ്ങനെയല്ല ഉമ്മ, പിന്നെ നിങ്ങൾ അവിടെ എത്തിയാൽ യുവതിയായിരിക്കും, 33 വയസ്സ്. അവർ പേടിച്ചു പോയി. വൃദ്ധന്മാർ സ്വർഗത്തിലുണ്ടാവില്ല എന്ന് കേട്ടു. എല്ലാവരും പറഞ്ഞല്ലേ, ബാപ്പാക്കും വെല്ലിപ്പാക്കും പേരക്കുട്ടിക്കൊക്കെ ഒരു പ്രായം സ്വർഗത്തിൽ അതീവ ഹൃദ്യമായി. നമ്മൾ ആഗ്രഹിക്കുമല്ലോ ഇങ്ങനെയൊക്കെ ഒരു ജീവിതം വേണം. ആ ജീവിതം തന്നെയാണ്, അതിനേക്കാൾ മികച്ച ജീവിതമാണ് അള്ളാഹു സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ ആ സ്വർഗത്തിലേക്ക് ആ കയറി ചെല്ലുന്ന കവാടങ്ങളുണ്ടല്ലോ, നോമ്പുകാരന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് റയ്യാൻ എന്ന കവാടമാണ്. അങ്ങനെ സ്വർഗത്തിന് എത്ര കവാടങ്ങളുണ്ട്? 8 കവാടങ്ങളുണ്ട്. ജന്നാത്തി അദ്നിൻ മുഫത്തഹത്തൻ ലഹുമുൽ അബ്വാബ്, നിത്യതയുടെ തോട്ടങ്ങൾ, അതിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ട അവസ്ഥയിലാണ്. സ്വർഗത്തിലേക്ക് ഒരാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന ആ ഒരവസ്ഥയിലാണ് അവൻ സ്വർഗത്തിലേക്ക് ചെല്ലുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു, അവർ സ്വർഗത്തിന്റെ അരികിലേക്ക് എത്തുമ്പോഴേക്കും സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലുഹാ ഖാലിദീൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കേട്ടു. നിങ്ങൾ പുണ്യം ചെയ്തു, അതുകൊണ്ട് നിങ്ങൾക്ക് സലാം, നിങ്ങൾ എക്കാലത്തേക്കുമായി സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളൂ. സൂറത്ത് സുമറിൽ 73-ാമത്തെ ആയത്ത്. ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറയാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താ റസൂൽ പറഞ്ഞത്? മാ മിൻകും മിൻ അഹദിൻ യതവല്ല ഫയുബ്ലിഗ് ഔ ഫയുസ്ബിഗുൽ വുദൂഅ ثم يقول അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുല്ലാഹി വ റസൂലുഹു. നിങ്ങളിൽ ഒരാളും വുദൂ ചെയ്യുന്നില്ല, എങ്ങനെ നന്നായി വുദൂ ചെയ്യുന്നു, എന്നിട്ട് ഷഹാദത്ത് കലിമകൾ ചൊല്ലുന്നു, അങ്ങനെ നിങ്ങൾ ചെയ്യുകയില്ല. ഇല്ലാ ഫുതിഹത് ലഹു അബ്വാബുൽ ജന്നത്തി 8 സ്വർഗ്ഗ കവാടങ്ങളും തുറക്കപ്പെടാതെ. സ്വർഗത്തിന്റെ 8 കവാടങ്ങളും തുറക്കപ്പെടും. ഇപ്പോൾ വുദൂ ചെയ്യും. നമ്മൾ ഓരോ സമയത്ത് വുദൂ പൂർണ്ണമായിട്ട് വുദൂ എടുക്കണം. പൂർണ്ണമായി വുദൂ എടുക്കുകയാണെങ്കിൽ സ്വർഗത്തിന്റെ 8 കവാടങ്ങളും ആ നേരത്ത് തുറക്കപ്പെടാതിരിക്കില്ല. സാധാരണ സ്വർഗത്തിന്റെ കവാടങ്ങളൊക്കെ അടഞ്ഞു കിടക്കാൻ. സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കലപ്പെടാൻ റമദാൻ മാസം. ഇദാ ജാ അഹദുക്കും ശഹ്റു റമദാൻ, നിങ്ങൾ ഒരാൾക്ക് റമദാൻ മാസം വന്നാൽ ഫുതിഹത് അബ്വാബുർ റഹ്മ, കാരുണ്യത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടു. അല്ലെങ്കിൽ ഫുതിഹത് അബ്വാബുൽ ജിനാൻ, സ്വർഗങ്ങളുടെ കവാടങ്ങൾ തുറക്കപ്പെട്ടു. അപ്പോൾ സ്വർഗത്തിന്റെ കവാടം സാധാരണ തുറക്കപ്പെടുന്നത് എപ്പോഴാണെന്ന് അറിയാം? റമദാൻ മാസത്തിലാണ്. പിന്നെ സ്വർഗത്തിലെ കവാടം തുറക്കപ്പെടുന്ന തിങ്കളാഴ്ചയും വ്യാഴാഴ്ച. നമ്മുടെ അമലുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകുന്ന 2 ദിവസങ്ങൾ, തിങ്കൾ വ്യാഴം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ 2 ദിവസങ്ങൾ നോമ്പുകാരനായിരിക്കുന്നത് ഇഷ്ടപ്പെടാനുള്ള കാരണം അതാണ്. അത് നിർബന്ധിച്ചിരുന്നെങ്കിൽ നമുക്ക് ഭാരമായി പോകും എന്നുള്ളത് കൊണ്ടാണ് തിങ്കൾ വ്യാഴം നോമ്പ് ഫർളാക്കാതിരുന്നത്. മനസ്സിലായില്ലേ? എന്നിരുന്നാൽ പോലും അന്ന് നോമ്പുകാരനായിരിക്കാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടു. അമലുകൾ ഉയർത്തപ്പെടും, സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും. പിന്നെ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന സമയമാണ് വുദൂ ചെയ്യുന്ന സമയം. ഒരടിമ പൂർണ്ണമായി കൃത്യമായി വുദൂ എടുത്ത് നന്നായിട്ട് മുട്ടിന്റെ കയറ്റി കഴുകണം. അങ്ങനെ പൂർണ്ണമായിട്ട് ഇങ്ങനെ മുഖം കഴുകുമ്പോൾ അങ്ങനെ മൂക്കും ചുണ്ടും മാത്രം കഴുകിയാൽ പോരാ. ഈ വട്ടം മുതൽ അടിവരെ, താടിയുടെ അടിവരെ, താടി രോമങ്ങളുടെ അടിഭാഗം വരെ, അങ്ങനെ ഈ ചെവിയുടെ കുഞ്ഞു ഉൾപ്പെടെ മുഖം പൂർണ്ണമായിട്ട് നമ്മൾ ഉയർത്ത് നെരിയാണിക്ക് മീത നനയും വിധം കാലുകളൊക്കെ കഴുകി വുദൂ അതിന്റെ പൂർണ്ണതയോടുകൂടി നിർവഹിച്ചാൽ ഫുതിഹത് ലഹു അബ്വാബുൽ ജന്നത്തി 8, സ്വർഗത്തിന്റെ 8 കവാടങ്ങളും തുറക്കപ്പെടും. യദ്ഖുലു മിൻ അയ്യിഹാ ശാ, ഏത് വാതിലൂടെ വേണമെങ്കിലും അവൻ കടന്നു പോകാം. ഖുർആനിൽ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, ഓ ജിന്നുകളെ ഇൻസുകളെ, റബ്ബിന്റെ ഏത് അനുഗ്രഹത്തെ നിങ്ങൾക്ക് തള്ളിക്കളയാൻ പറ്റും എന്ന് ചോദിക്കുന്നുണ്ട്. എത്ര വട്ടം ചോദിക്കുന്നുണ്ട്? 31 വട്ടം. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ എത്ര?
ക്വിസ് മത്സരത്തിനൊക്കെ ചോദിക്കും എത്ര വട്ടം ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ എന്നിട്ട് കുട്ടികൾ പറയും 31 വട്ടം. അതിൽ 8 പ്രാവശ്യം ഫബിഅയ്യി ആലാഇ പറയുമ്പോൾ സ്വർഗത്തെ കുറിച്ചാണ് പറയുന്നത്. 8 പ്രാവശ്യം ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാന് ശേഷം എന്താ പറയുന്നത്? സ്വർഗത്തെ കുറിച്ചാണ് പറയുന്നത്. സ്വർഗത്തിന് 8 കവാടങ്ങൾ. 8 തവണ ഈ കാര്യം ചോദിച്ചിട്ടുമുണ്ട്. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, റബ്ബിന്റെ മുന്നിൽ നിൽക്കണമെന്ന് ഭയപ്പെടുന്നവർക്ക് 2 സ്വർഗമുണ്ട്. അല്ലാതെ അബ്ദുൽ ഖാദർ ജീലാനിയുടെ മഖാം നോക്കിക്ക, മനുമ്പത്തടിന്റെ ബീവിന്റെ മഖാം നോക്കിക്ക, അവിടെ നിൽക്കുന്നവർക്കല്ല സ്വർഗം. റബ്ബിന്റെ മഖാം ഒരു പള്ളിയാണ്, ഒരു ജാറല്ല. മനസ്സിലായില്ലേ? റബ്ബിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ആളുകൾക്ക്, റബ്ബിനെ ഭയന്നുകൊണ്ട് എഴുന്നേറ്റ് റബ്ബിന്റെ മുന്നിൽ നാളെ വിചാരണക്ക് വേണ്ടി മഹ്ശറിൽ എഴുന്നേറ്റ് നിൽക്കണമെന്ന് ഭയമുള്ള ആളുകൾക്ക് 2 സ്വർഗമുണ്ട്. ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ ഫീഹിമാ ഐനാനി തജ്രിയാൻ, ആ 2 സ്വർഗങ്ങളിലൂടെയും അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ ഫീഹിമാ മിൻ കുല്ലി ഫാക്കിഹത്തിൻ സൗജാൻ, ആ 2 സ്വർഗങ്ങളിലും അവർക്ക് ഇണകളായിട്ടുള്ള ജോഡികളായിട്ടുള്ള കനികളുണ്ട്. ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ മുത്തഖീന അലാ ഫുറുശിൻ ബതാഇനുഹാ മിൻ ഇസ്തബ്റഖ് വജനൽ ജന്നതൈനി ദാൻ, അവിടെ അവർ സോഫകളിൽ ഇങ്ങനെ ചാരിയിരിക്കും. അതിന്റെ ഉള്ളിൽ മൃദുവായ ഈ പട്ടുകൊണ്ടുള്ള മെത്തകളാണ്. അതേപോലെ 2 തോട്ടങ്ങളും അവർക്ക് ഏറ്റവും അടുത്ത് പറിച്ചെടുക്കാൻ പറ്റും. അതിന്റെ പഴങ്ങൾ പറിച്ചെടുക്കാൻ ഇനിയിപ്പോൾ ആരാ വരിക? ഒരു തോട്ടി എടുക്കണല്ലോ, തള്ളിടണല്ലോ എന്ന് വിചാരിച്ച് കഷ്ടപ്പെടണ്ട. ആ മരത്തിന്റെ മുകളിൽ കയറി മറിയണ്ട. ഇനി കയറിയാലും ആരും മറിഞ്ഞു വീഴൂല, മറിഞ്ഞു വീണാലും വീണ്ടും പൊട്ടൂല. അതാണ് സ്വർഗം. നേരെ മറിച്ച് ഒരു സ്വർഗത്തിലെ ആ മനോഹരമായ പഴങ്ങൾ അവിടുത്തെ സോഫകളിൽ ചാരിയിരുന്ന് ഇങ്ങനെ കാണുന്ന സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പഴങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് കുനിഞ്ഞു വരും. വജനൽ ജന്നതൈനി ദാൻ, മനസ്സിലായില്ലേ? അങ്ങനെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ അടുത്തേക്ക് എന്തെയും അത് വരും. ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ ഫീഹിന്ന ഖാസിറാത്തു ത്വർഫി ലം യത്മിസുഹുന്ന ഇൻസുൻ ഖബലഹും വലാ ജാൻ, ആ 2 സ്വർഗങ്ങളിലും മറ്റൊരാളുടെയും ദൃഷ്ടി പതിയാത്ത, ഒരു മനുഷ്യന്റെയോ ജിന്നിന്റെയോ സ്പർശമേൽക്കാത്ത സ്വർഗ സ്ത്രീകൾ അവിടെ ഉണ്ടായിരിക്കും. അവർ സ്വർഗ സ്ത്രീകളെ ജിന്നും സ്പർശിക്കുകയില്ല, മനുഷ്യനും സ്പർശിക്കുകയില്ല. മനസ്സിലായില്ലേ? നമ്മുടെ നാട്ടിൽ ആ ജാതി പെണ്ണുങ്ങളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഏതെങ്കിലുമൊക്കെ ആളുകളെ വായി നോക്കിയവർ എല്ലാ പെണ്ണുങ്ങളും ഞാൻ അടച്ചാക്ഷേപിക്കുക എല്ലാ റമദാൻ മാസം പള്ളിയിൽ വെച്ചിട്ട്. മിക്കവാറും പെൺകുട്ടികളുടെ കഥ എന്താന്ന് പറഞ്ഞാൽ അവരെ ചുറ്റിപ്പറ്റി ഇങ്ങനെ ഈ ശക്കറിൻ്റെ അടുത്ത് ഈച്ച വരുന്നമാതിരി കുറെ സഹപാഠികൾ ഉണ്ടാവും. അവരോട് വർത്താനം പറയാതെ, അവരെ വർത്താനം കേൾക്കാൻ ഇഷ്ടപ്പെടാതെ, അവർക്കൊരു മെസ്സേജ് അയക്കാതെ, അവരോട് ഒന്ന് കിന്നാരം പറയാത്ത പെൺകുട്ടികളെന്ന് കല്യാണം കഴിക്കാൻ കിട്ടൽ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ സ്വർഗത്തിലെത്തുന്നുണ്ടല്ലോ അന്യന്റെ ദൃഷ്ടി പതിഞ്ഞിട്ടുണ്ടാവില്ല. ജിന്നുകളും സല്ലപിച്ചിട്ടുണ്ടാവില്ല, മനുഷ്യരും സല്ലപിച്ചിട്ടുണ്ടാവില്ല. മനുഷ്യനോ ജിന്നോ സ്പർശിക്കാത്ത, തൊടാത്ത, ഇവന് വേണ്ടി മാത്രം പ്രത്യേകം അവരുടെ അന്തഃപുരങ്ങളിൽ അള്ളാഹു കാത്തു സൂക്ഷിച്ചിരിക്കുന്ന അതീവ സുന്ദരിമാരായ തരുണികൾ, ദൃഷ്ടി നിയന്ത്രിച്ച് അന്യ ആണുങ്ങളെ നോക്കി ആസ്വദിക്കാത്ത പെണ്ണുങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലുണ്ടായിരിക്കും. فبأي آلاء ربكما تكذبان كأنهن الياقوت والمرجان, മുത്തുകൾ പോലെയും മരതകങ്ങൾ പോലെയുമുള്ള പെണ്ണുങ്ങൾ എവിടെ? സ്വർഗത്തിൽ. ആ കൂട്ടത്തിൽ നമ്മുടെ ഈമാനുള്ള ഭാര്യമാരും അവർ മുത്തുകളും പവിഴങ്ങളും പോലെ തന്നെ നാളെ അതീവ സുന്ദരിമാരായിട്ട് നമ്മുടെ ഒന്നാമത്തെ ഇണകളായിട്ട് അവർ തന്നെ ഉണ്ടാവുക. സ്വർഗത്തിൽ സത്യവിശ്വാസികളായ ഇണകളാണ് നമുക്കുള്ളത് എങ്കിൽ അള്ളാഹു ആ നിലക്കുള്ള മുവഹിദത്തുകളായി ഇണകളായി, സ്വർഗത്തിൽ നമ്മോട് ഒരുമിച്ച് കൂടുന്ന ഇണകളായി, ഹൂറുലിനായി പരിവർത്തിപ്പിക്കപ്പെടുന്ന ഇണകളായി നമ്മുടെ ഇണകളെ അള്ളാഹു മാറ്റി തീർക്കുമാറാകട്ടെ. സൂറത്തുർ റഹ്മാനിൽ 46-ാമത്തെ ആയത്ത് മുതൽ സ്വർഗത്തെ കുറിച്ച് പറയുന്നിടത്തൊക്കെ ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ 8 തവണ പറയുന്നിടത്ത് സ്വർഗമാണ്. സ്വർഗത്തിന് എത്ര വാതിലുണ്ട് എന്നാണ് ഓരോന്നും ഓരോ സ്വർഗത്തെ കുറിച്ചാണ് പറയുന്നത്. ഓരോ സ്വർഗവും വ്യത്യസ്ത അനുഭൂതികളുടെ സ്വർഗമാണ്. അവിടുത്തെ അനുഭൂതികൾ എന്താണ് എന്നുള്ളതിന്റെ സൂചനകളാണ് ഓരോന്നും എന്ന് മുഫസ്സിറുകൾ അവിടെ രേഖപ്പെടുത്തിയത് കാണാം. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന അബ്വാബൽ ജന്നത്തി തഹ്ത ളിലാലി സുയൂഫ്, വാളുകളുടെ നിഴലിലാണ് സ്വർഗത്തിന്റെ കവാടങ്ങൾ. എന്ന് പറഞ്ഞാൽ ത്യാഗം ചെയ്യുകയും ജിഹാദ് ചെയ്യാൻ മടിയില്ലാതിരിക്കുകയും തൗഹീദിന് വേണ്ടി മരിക്കാൻ സന്നദ്ധമാവുകയും ചെയ്യുന്ന ആളുകൾ, അവർക്കാണ് സ്വർഗമുള്ളത്. ഈ സ്വർഗത്തിന്റെ വാതിലുകളുടെ പേരുകൾ പണ്ഡിതന്മാർ കൃത്യമായി ഹദീസുകൾ നിഷ്പദിച്ചെടുത്തിട്ടുണ്ട്. സ്വർഗത്തിൽ ഒന്നാമത്തെ വാതിലിന്റെ പേരെന്താ അറിയാം? ബാബു സ്വലാത്ത്, നിസ്കരിക്കുന്നവർക്കുള്ള വാതിലാണ്. ജിഹാദ് ചെയ്യുന്നവർക്ക് ബാബുൽ ജിഹാദ് രണ്ടാമത്തെ വാതിൽ. മൂന്നാമത്തെ വാതിൽ നോമ്പുകാർക്ക് ബാബു റയ്യാൻ. നാലാമത്തെ സക്കാത്ത് കൊടുക്കുന്ന, സദഖ കൊടുക്കുന്ന ആളുകൾക്കുള്ള വാതിൽ ബാബു സദഖ. ഈ വാതിലുകളൊക്കെ നോമ്പുകാർക്ക് വേണ്ടി തുറക്കപ്പെടും. നിസ്കരിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ബാബു സ്വലാത്ത് നമുക്ക് വേണ്ടി തുറന്നു. ഓതുകൊടുത്ത 8 വാതിലും തുറക്കും.
ജിഹാദ് ചെയ്താൽ അള്ളാഹു അവർക്ക് ജിഹാദിന്റെ വാതിൽ തുറന്നു. നോമ്പ് നോറ്റാൽ റയ്യാൻ എന്ന വാതിൽ തുറന്നു. സദഖ കൊടുത്തു, സക്കാത്ത് കൊടുത്തു, സദഖയുടെ വാതിൽ തുറന്നു. ഈ 4 വാതിലുകളെ കുറിച്ച് പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യപ്പെടുന്നു സ്വഹീഹ് ബുഖാരിയിൽ. എന്താ പറയുന്നത്? മൻ അൻഫഖ സൗജൈനി ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഒരു ദിവസം ആരെങ്കിലും 2 നന്മകൾ പ്രവർത്തിച്ചാൽ, എന്തെങ്കിലും 2 കാര്യം ചെയ്യാൻ. നബി റസൂൽ ചോദിച്ചില്ല, ഇന്നാരെങ്കിലും സുന്നത്ത് നോമ്പെടുത്തോ? അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, ഞാൻ നോമ്പെടുത്തിട്ടുണ്ട്. ഇന്നാരെങ്കിലും രോഗിയെ സന്ദർശിച്ചോ? അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, ഞാൻ ഇന്ന് രോഗിയെ സന്ദർശിച്ചിട്ടുണ്ട്. കേട്ടില്ല നിങ്ങൾ? അതാ 2 നന്മ. ഇന്നാരെങ്കിലും സദഖ കൊടുത്തോ? ഒരു 10 റുപ്യെങ്കിലും സദഖ കൊടുത്തോ? അപ്പൊ അബൂബക്കർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ചോദിച്ചോണ്ട് ഒരു ദിർഹമെങ്കിലും സദഖ കൊടുത്തോ? ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇന്നാരെങ്കിലും ഒരു രോഗിയെ സന്ദർശിച്ചു. ചെറിയ നന്മ. ഇങ്ങനെ ഏതെങ്കിലും 2 എണ്ണം ചെയ്താൽ തന്നെ അവർക്കുള്ള നേട്ടം എന്താ? നൂദിയ മിൻ അബ്വാബിൽ ജന്ന, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഓരോ ദിവസവും ലളിതമായ നന്മകൾ ചെയ്താൽ സ്വർഗ കവാടങ്ങളിൽ നിന്ന് മലക്കുകൾ വിളിക്കും. അവർ വിളിക്കപ്പെടും, യാ അബ്ദല്ലാഹ് ഹാദാ ഖൈർ, ഇപ്പൊ നീ ചെയ്ത നന്മയുണ്ടല്ലോ, ഇത് നന്മയാണ്. ഈ വാതിലിലൂടെ നിനക്ക് ഇങ്ങോട്ട് കടന്നു വരാനുള്ള പ്രവർത്തനമാണ് നീ ഇപ്പോൾ ചെയ്തത്. നമ്മൾ നന്മ ചെയ്യുമ്പോഴേക്കും മലക്കുകൾ അത് കണ്ടു, റഖീബത്തിൽ അത് എഴുതി വെച്ചു. അപ്പോഴേക്ക് ആകാശത്ത് നമുക്ക് വേണ്ടിയുള്ള സ്വർഗത്തിന്റെ മലക്കുകൾ വിളിച്ചു പറയാണ്, നീ ഇപ്പൊ ചെയ്തില്ലേ? ഇപ്പൊ നമ്മൾ പള്ളിയിൽ വന്നിരുന്നില്ലേ? ദീന് കേൾക്കുകയല്ലേ? നമ്മൾ നോമ്പുകാരല്ലേ? അള്ളാഹുവിന് ഇഷ്ടമുള്ള ഭവനത്തിൽ അള്ളാഹുവിന്റെ വചനങ്ങളല്ലേ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? അള്ളാഹുവിന്റെ മലക്കുകൾ നമ്മൾ ചുറ്റിപ്പൊതിഞ്ഞിരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ സമാധാനങ്ങളൂടെ വർഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ മാളങ്ങളിലെ ഉറുമ്പുകളും ജലാശയത്തിലെ മത്സ്യങ്ങളും നമുക്ക് വേണ്ടി പാപമോചനം തേടിക്കൊണ്ടിരിക്കും ഈ സദസ്സ് പിരിയുന്നത് വരെ. അങ്ങനെ നമ്മൾ ഈ ഒരു നന്മയുടെ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. ഇതൊരു നന്മയാണ്. ഇതാ ഒരു നന്മയാണ്. നമ്മൾ ഒരുപാട് നന്മ ഇപ്പോൾ ഒരേ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുക. ഈ സമയത്ത് മലക്കുകൾ പറയും, നീ ഇപ്പൊ ചെയ്തത് ഈ വാതിലൂടെ അങ്ങോട്ട് വരാനുള്ള നല്ലൊരു പ്രവർത്തനമാണ്. യാ അബ്ദല്ലാഹ് ഹാദാ ഖൈർ, അല്ലാഹുവിന്റെ ദാസ, അല്ലാഹുവിന്റെ ദാസി, നീ ഇപ്പോൾ ചെയ്ത ഒരു നന്മയാണ്. എന്നിട്ട് പറയാം, ഫമൻ കാന മിൻ അഹ്ലി സ്വലാത്ത് ദുഇയ മിൻ ബാബി സ്വലാത്ത്, നീ നിസ്കരിക്കുന്നവരാണെങ്കിൽ നിസ്കാരത്തിന്റെ വാതിലൂടെ നിന്നെ വിളിക്കും. ഇപ്പൊ നമ്മൾ അസർ നിസ്കരിച്ചില്ലേ, ബാബു സ്വലാത്തിലൂടെ നമ്മളെ വിളിക്കും. വമൻ കാന മിൻ അഹ്ലിൽ ജിഹാദ് ദുഇയ മിൻ ബാബിൽ ജിഹാദ്, ജിഹാദ് ചെയ്തവരാണെങ്കിൽ ജിഹാദിന്റെ വാതിലിലൂടെ വിളിക്കും. വമൻ കാന മിൻ അഹ്ലി സിയാം, നോമ്പുകാരാണെങ്കിൽ ദുഇയ മിൻ ബാബി റയ്യാൻ, റയ്യാൻ എന്ന വാതിലിലൂടെ അവർ വിളിക്കപ്പെടും. വമൻ കാന മിൻ അഹ്ലി സ്വദഖ, സദഖ നൽകിയവരാണെങ്കിൽ ദുഇയ മിൻ ബാബി സ്വദഖ, സദഖ എന്ന വാതിലിലൂടെ അവർ സ്വർഗ്ഗത്തിലേക്ക് വിളിക്കപ്പെടും. അപ്പൊ നമ്മളൊരു 10 റുപ്യാണ് സദഖ കൊടുക്കുന്നെങ്കിലും ആ ബാബു സദഖയിലൂടെ അള്ളാഹു എന്നെ വിളിക്കണം എന്നുള്ള നിയ്യത്ത് വിട്ടുപോയത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഫഖാല അബൂബക്കർ റളിയല്ലാഹു അൻഹു, അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാൻ എന്താ പറയുന്നത്? ബി അബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ്, എൻ്റെ ഉമ്മയും വാപ്പയും അങ്ങേക്ക് പകരമായിരിക്കട്ടെ റസൂലേ. മാ അലാ മൻ ദുഇയ മിൻ തിൽകൽ അബ്വാബി മിൻ ദറൂറ ഫഹൽ യുദഅ അഹദുൻ മിൻ തിൽകൽ അബ്വാബി കുല്ലിഹാ, ഈ 8 വാതിലുകളിലൂടെയും സ്വർഗ്ഗത്തിലേക്ക് വിളിക്കപ്പെടുന്ന ആരെങ്കിലും ഉണ്ടായിരിക്കുമോ നബിയെ? ഖാല, നബി പറഞ്ഞു, ഞാൻ ഉണ്ടാകും. വ അർജു അൻ തകൂന മിൻഹും, താങ്കൾ ആ കൂട്ടത്തിൽ ഉൾപ്പെട്ടവനായിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കും. എല്ലാ വാതിലും വിളിച്ചാൽ അയാൾക്ക് ഏത് വാതിലൂടെ വേണമെങ്കിലും കയറി പോകാം. ഫിൽ ജന്നത്തി സമാനിയത്തു അബ്വാബിൻ, സ്വർഗത്തിന് 8 വാതിലുകളുണ്ട്. ഫിഹാ ബാബുൻ യുസമ്മ റയ്യാൻ, അതിലൊരു വാതിലിന്റെ പേര് റയ്യാൻ എന്നാണ്. റയ്യാൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി ദാഹം തീർക്കുന്നത് എന്നർത്ഥം. മനസ്സിലായില്ലേ? സ്വർഗത്തിലെ പാനീയത്തിൽ നിന്ന് ഒരു കോരി കുടിച്ചാൽ പിന്നെ ഒരിക്കലും ദാഹിക്കൂല. തേനിനേക്കാൾ മധുരമുള്ള, പാലിനേക്കാൾ വെളുപ്പുള്ള, പിന്നെ എന്താ പറയുന്നത്, കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ള ആ പാനീയത്തിൽ നിന്ന് ഒരു കോരി കുടിച്ചാൽ പിന്നെ ഒരിക്കലും ദാഹിക്കുകയില്ല. അതാ റയ്യാൻ. നോമ്പിന് വേണ്ടി നമ്മൾ പട്ടിണി നമ്മൾ ദാഹിച്ചത്, നമ്മൾ ദാഹം സഹിച്ചത് റബ്ബിന്റെ കൽപ്പന പ്രകാരം, റബ്ബിന്റെ തൃപ്തി കിട്ടാൻ വേണ്ടിയാണ്. അപ്പൊ അള്ളാഹു ഒരിക്കലും ദാഹിക്കാത്ത റയ്യാൻ എന്ന കവാടത്തോടെ നമ്മൾ എന്ത് ചെയ്യാണ്? സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുക. ലാ യദ്ഖുലുഹു ഇല്ല സ്വായിമുൻ, നോമ്പുകാരല്ലാതെ ആ കവാടത്തിലൂടെ കടന്നു വരികയില്ല. സ്വഹീഹ് ബുഖാരി. ഇനി 5ാമത്തെ വാതിലിന്റെ പേരെന്താ അറിയാം? ബാബുൽ വാലിദ്. ബാബുൽ വാലിദ്, മാതാവ് അല്ലെങ്കിൽ പിതാവ്, അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക. ചില പണ്ഡിതന്മാർ ബിർറുൽ വാലിദൈൻ എന്നാണ് സ്വർഗത്തിലെ 5ാമത്തെ വാതിലിന് പേരിട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരു പരാതിയുമായിട്ട് ഒരാൾ വന്നു. എന്താ? എൻ്റെ ഉമ്മ എൻ്റെ ഭാര്യയെ തലാഖ് ചെല്ലാൻ നിർബന്ധിക്കും. ഉമ്മക്ക് എൻ്റെ ഭാര്യ ഇഷ്ടം, എൻ്റെ ഭാര്യ ഞാൻ തമ്മിലൊരു പ്രശ്നമില്ല. ഒരു വ്യക്തി, ഒരു അറാബി വന്നിട്ട് പറയാം, എൻ്റെ ഉമ്മ എന്ത് ചെയ്യുന്നുണ്ട്? എൻ്റെ ഭാര്യയെ തലാഖ് ചെല്ലാൻ വേണ്ടി നിർബന്ധിക്കുന്നുണ്ട്. ഉമ്മക്ക് അവളെ ഇഷ്ടപ്പെടാൻ പറ്റുന്നില്ല, ഉമ്മ എന്നും പ്രശ്നമാണ്, ഞാനും അവൾ തമ്മിലൊരു പ്രശ്നം, നല്ല കുട്ടിയാണ്.
ഉമ്മയാണെങ്കിൽ പ്രശ്നം എന്നോട് പറയുന്നില്ല. എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. അത് ഉമ്മ പറയില്ല, എങ്ങനെ നോക്കിയാലും അത് പറയില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ അവളെ തലാക്ക് ചെല്ലേണ്ടതുണ്ടോ എന്നാ ചോദ്യം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ വാലിദു ഔസഖു അബ്വാബിൽ ജന്ന. ഉമ്മയാണ് സ്വർഗത്തിന്റെ മധ്യത്തിലെ വാതിൽ. 4ാമത്തെ അല്ലെങ്കിൽ 5ാമത്തെ വാതിൽ ഏതാണ്? ഉമ്മയാണ്. ആ വാതിൽ നിനക്ക് വേണമെങ്കിൽ അവിടെ സ്ഥാപിക്കാം, വേണ്ടെങ്കിൽ നീ കളാം. അത്രേ പറഞ്ഞിട്ടുള്ളൂ. തലാക്കെല്ലാന്ന് പറഞ്ഞില്ല, വേണ്ടാന്നും പറഞ്ഞില്ല. ഇതിനർത്ഥം ഉമ്മാര് വാപ്പാര് പറയുമ്പോഴേക്ക് തലാക്കെല്ലാണെന്നല്ല. അത് അതിന്റെ ഹുക്കുമുകളും ഷർത്തുകളും കാരണങ്ങളൊക്കെ പണ്ഡിതന്മാർ വേറെ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും ഉമ്മാക്ക് ഇഷ്ടമില്ലാത്ത ഒരു ഭാര്യയും കൊണ്ട് ഒരു മകൻ ജീവിക്കുന്നത് നല്ല പരിപാടിയൊന്നുമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് പെണ്ണുങ്ങൾ മനസ്സിലാക്കണം. ബസ് സ്റ്റോപ്പിൽ നിന്നും കോളേജിന്റെ ബാക്കിൽ നിന്നൊക്കെ പെൺകുട്ടികളെ വീട്ടിലേക്ക് പിടിച്ചോണ്ടിരുന്നവർ മനസ്സിലാക്കണം, ചാടിച്ചോണ്ടിരുന്ന ആൾക്കാർ മനസ്സിലാക്കണം. ഏത് നമ്മൾ മര്യാദക്ക് കല്യാണം കഴിച്ചോണ്ടാൽ തന്നെ ഉമ്മാക്ക് ഇഷ്ടമില്ലെങ്കിൽ തലാക്കല്ലേണ്ടി വരും. എങ്കിലേ അൽ വാലിദ്, ബാബുൽ വാലിദ്. എന്താ പേര്? 5ാമത്തെ വാതിലിന്റെ പേരെന്താണ്? ബാബുൽ വാലിദ്. ചില പണ്ഡിതന്മാർ ബാബു ബിർറുൽ വാലിദൈൻ എന്നതിനെ പരിചയപ്പെടുത്തി. ഇനി 6ാമത്തെ വാതിൽ ബാബുൽ മുത്തവക്കിലീൻ. മുത്തവക്കിലീൻ, ഭരമേൽപ്പിക്കുന്നവർക്കുള്ള വാതിൽ. അള്ളാഹുവിൽ മാത്രം ഭരമേൽപ്പിക്കും, എന്ത് പ്രശ്നം വന്നാലും. അല്ലാതെ തങ്ങളെടുത്ത് പോയി മന്ത്രിച്ചൊരു ചരട് കെട്ടിയിട്ട് ആ ചരടിൽ ഭരമേൽപ്പിച്ചാൽ അതിനുള്ള അവസരം പോയി. ബാബുൽ മുത്തവക്കിലാർക്കുള്ള റബ്ബിൽ മാത്രം ഭരമേൽപ്പിക്കുന്നവർ. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുതവക്കിലൂൻ. ഭരമേൽപ്പിക്കുന്നവർ അള്ളാഹുവിൽ മാത്രം ഭരമേൽപ്പിച്ചുകൊള്ളട്ടെ. ഫൈദാ അസംത ഫതവക്കൽ അലല്ലാഹ്. നിങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചാൽ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. നമ്മൾ ഭരമേൽപ്പിക്കേണ്ടത് ആരെയാണ്? അള്ളാഹുവിലാണ് ഭരമേൽപ്പിക്കേണ്ടത്. ഫതവക്കൽ അലല്ലാഹ്. അള്ളാഹുവിൽ മാത്രം ഭരമേൽപ്പിക്കുന്ന, ജാറുകളിൽ ഭരമേൽപ്പിക്കാത്ത, ഔലിയാക്കളിൽ ഭരമേൽപ്പിക്കാത്ത, ബീവിമാരിൽ ഭരമേൽപ്പിക്കാത്ത, ബാബമാരിൽ ഭരമേൽപ്പിക്കാത്ത, ഉമ്മമാരിൽ ഭരമേൽപ്പിക്കാത്ത, അമ്മമാരിൽ ഭരമേൽപ്പിക്കാത്ത, അള്ളാഹുവിൽ മാത്രം ഭരമേൽപ്പിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒരു സ്വർഗത്തിലൊരു വാതിലുണ്ട്. അതിന്റെ പേരാണെന്ന് ബാബുൽ മുതവക്കിലീൻ. ഇനി സ്വർഗത്തിലെ 7ാമത്തെ വാതിൽ, അതിന്റെ പേരെന്താ? ബാബു ദിക്ർ. സ്വർഗത്തിലെ 7ാമത്തെ വാതിലിന്റെ പേരെന്താണ്? ബാബു ദിക്ർ. ദിക്റിന്റെ വാതിൽ. ദിക്ർ ചെല്ലുന്ന, രാവിലത്തെ ദിക്ർ, വൈകുന്നേരത്തെ ദിക്ർ. ധാരാളമായി ദിക്ർ ചൊല്ലുന്ന പുരുഷന്മാർ, ധാരാളമായി ദിക്ർ ചൊല്ലുന്ന സ്ത്രീകൾ. ദിക്ർ ചൊല്ലുന്നവർക്ക് വാതിലുണ്ട്. ആ ബോധമുള്ളവർ ദിക്റുണ്ട്. അല്ലാത്തവർ അങ്ങനെ എല്ലാവരും നടക്കുന്ന മാതിരി നാക്കുന്നിട്ട് നടക്കും, ദിക്ർ ഒരിക്കലും ചൊല്ലൂല. മനസ്സിലായില്ലേ? ഖൈസ് ബിൻ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു അന്ന അബാഹു ദഫഅഹു ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ സഅദ് ബിൻ ഉബാദ അദ്ദേഹത്തിന്റെ മകൻ ഖൈസിനെ നബിയുടെ അരികിലേക്ക് യഖ്ദിമുഹു, നബിക്ക് ഖിദ്മത്ത് എടുക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. മോനോട് പറഞ്ഞു, നീ നബിയുടെ അടുത്തേക്ക് ചെല്ല്, നബിക്ക് എന്തെങ്കിലും ഖിദ്മത്ത് എടുക്കും. അങ്ങനെ ഖാല ഫഅതാ അലയ്യ നബിയു. എന്താണ്? എൻ്റെ അരികിലേക്ക് നബി വന്നു. വഖദ് സ്വല്ലൈതു റക്അതൈനി. ഞാൻ 2 റക്അത്ത് നിസ്കരിച്ചു. ഫളറബനി ബിരിജ്ലി. അപ്പൊ നബി അദ്ദേഹത്തിന്റെ കാലുകൊണ്ട് എന്നെ ഒന്ന് അടിച്ചു, തട്ടി. ഫഖാല, എന്നിട്ട് ചോദിച്ചു. ഞാൻ നിസ്കരിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ കാലുമേൽ നബി ഒന്ന് തോണ്ടി. നബിയുടെ കാലുകൊണ്ട് എൻ്റെ ദേഹത്തൊന്ന് തോണ്ടി എന്ന് നബി പറഞ്ഞു, ഞാൻ നിനക്ക് ഒരു കാര്യം പറഞ്ഞു തരട്ടെ. എന്ത്? അലാ അദുല്ലുക അലാ ബാബിൻ മിൻ അബ്വാബിൽ ജന്ന. ഞാൻ സ്വർഗ്ഗത്തിലുള്ള 8 വാതിലുകളിൽ ഒരു വാതിലിനെ പറ്റി നിനക്ക് പറഞ്ഞു തരട്ടെ. ഖുൽതു, ഞാൻ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്. അതേ അല്ലാഹുവിന്റെ റസൂലേ, എനിക്കത് പറഞ്ഞു തരൂ. ആ വാതിലിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരൂ. ഖാല, അദ്ദേഹം പറഞ്ഞു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരു വാതിലിനെ കുറിച്ച് പറഞ്ഞത് അത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സ്വർഗ്ഗത്തിലെ നിധി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ദിക്ർ ചൊല്ലണം എന്നർത്ഥം. ഹൗഖല, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയുക, അതാണ് സ്വർഗ്ഗത്തിലെ ഒരു വാതിൽ എന്ന് പരിചയപ്പെടുത്തി. ഇനി സ്വർഗ്ഗത്തിൽ ഒരു വാതിൽ കൂടെ, 8ാമത്തെ വാതിൽ. ആ വാതിലിനൊരു പ്രത്യേകത ഉണ്ട്. സ്വർഗത്തിന്റെ 8ാമത്തെ വാതിലിനൊരു പ്രത്യേകത ഉണ്ട്. ബാക്കി എല്ലാ വാതിലും അടഞ്ഞു കിടക്കും. 8ാമത്തെ വാതിൽ ഒരിക്കലും അടയില്ല. ബാക്കി എല്ലാ വാതിലും റമദാൻ മാസം വരുമ്പോൾ തുറക്കും. ഒതു എടുക്കുമ്പോൾ ഒതു എടുക്കുന്ന ആൾക്ക് വേണ്ടി തുറക്കും, ബാക്കിയുള്ളവർക്ക് അത് ബാധകമല്ല. എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അമലുകൾ ചെയ്യുന്നവർക്ക് വേണ്ടി തുറക്കും. മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ സ്വർഗത്തിന്റെ ഒരു വാതിലുണ്ട്, അത് എല്ലാ പകലും എല്ലാ രാവും എല്ലാ മാസവും തുറന്നു കിടക്കും. അങ്ങനെ ഒരു വാതിലുണ്ട്. ഏതാ വാതിൽ? ആ വാതിൽ ഏതാണ്? ഖാലിദ് ബിൻ ഉമൈർ അദ്വി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി പറഞ്ഞു. കൃത്യമായി അന്നമാ ബൈന മിസ്റാഇൻ മിൻ മസാലിൽ ജന്നത്തി മസീറത്തു 40 സന. സ്വർഗ്ഗത്തിലെ വാതിലുകളുടെ 2 പൊളികൾ ഓരോന്നും 40 വർഷത്തെ ദൂരമുണ്ടാകും. ഈ 40 വർഷത്തെ വലുപ്പമുള്ളതാണ് സ്വർഗത്തിന്റെ ഓരോ വാതിലും. ആ വാതിലുകളിൽ ഒരു വാതിൽ ഏതാണെന്ന് അറിയാമോ? സബഅത്തുൻ മുഗ്ലഖത്തുൻ വബാബുൻ മഫ്തൂഹുൻ ലിത്തൗബ ഹത്താ തത്ലുവ ശംസ മിൻ നഹ്വി എന്നാണ്.
സ്വർഗത്തിന് 8 വാതിലുണ്ട്, അതിൽ 7 അടഞ്ഞു കിടക്കും. ഒന്ന് സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നത് വരെ തുറന്നു കിടക്കും, ലോകാവസാനം വരെ തുറന്നു കിടക്കും. ബാബു തൗബ, എന്താ അതിൻ്റെ പേര്? തൗബയുടെ വാതിൽ. അത് റമദാൻ മാസത്തിലാണ് ഏറ്റവും കൂടുതൽ തൗബ സ്വീകരിക്കപ്പെടുന്നത്. നിരന്തരമായി നമ്മൾ തൗബ ചെയ്യണം. ചെറുതും വലുതുമായ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കണം, എല്ലാ ദിവസവും ചോദിക്കണം. നിസ്കാരം കാത്ത് പള്ളിയിൽ ഇരിക്കുമ്പോൾ ബാങ്ക് ഇഖാമത്തുണ്ടെങ്കിൽ നമ്മൾ തൗബ ചെയ്യണം. നിസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയും. രാവിലത്തെ ദിക്റിൽ അസ്തഗ്ഫിറുല്ലാഹ് വ അത്തൂബു ഇലൈഹി 100 വട്ടം പറയും. ദിവസത്തിൽ ഒരിക്കലെങ്കിലും പറയണം അസ്തഗ്ഫിറുല്ലാഹ് വ അത്തൂബു ഇലൈഹി 100 വട്ടം, ഏതെങ്കിലും ഒരു നേരത്തെങ്കിലും. അങ്ങനെ ദിക്റുകൾ ചൊല്ലുന്ന ആളുകൾക്ക് വേണ്ടി, അള്ളാഹു തൗബ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി ബാബു താഇബീൻ അല്ലെങ്കിൽ ബാബു തൗബ എന്നറിയപ്പെടുന്ന സ്വർഗത്തിന്റെ വാതിലുകളെ കുറിച്ച് സംസാരിച്ചു. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ആ ഒരു വിഷയമാണ്. ഉത്ബത്ത് ബിൻ ഗസ്വാൻ റളിയല്ലാഹു അൻഹു പറയാ, ദുഖിറ ലനാ അന്ന മാ ബൈന മിസ്റാഇനി മിൻ മസാരിഇൽ ജന്ന മസീറത്തു 40 സന. ഞങ്ങളോട് സ്വർഗത്തിന്റെ വാതിലുകൾക്കിടയിൽ 40 വർഷത്തെ ദൈർഘ്യമുണ്ട്. സ്വർഗത്തിൽ ഇങ്ങനെ പോയിട്ട് വരിക്കണ്ട, എല്ലാവർക്കും ഒരുമിച്ച് കയറാൻ മാത്രം വലിപ്പമുണ്ട് വാതിൽ. നമ്മളിങ്ങനെ ക്യൂ നിന്ന് കയറേണ്ട തിരക്കൊന്നും ഉണ്ടാവില്ല സ്വർഗത്തിൽ. എത്ര കോടിക്കണക്കിന് ആൾക്കാർ വന്നാലും അവർക്കൊക്കെ ഒരുമിച്ച് കയറാൻ മാത്രം വലിപ്പമുണ്ട് സ്വർഗത്തിന്റെ വാതിൽ, അത്രയും വിസ്തൃതിയുണ്ട്. അന്തിമനാളിൽ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഒരു വലിയ സംഘം അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാകും, തിരക്കുമായി നിൽക്കുന്നുണ്ടാകും. ഒരു സെക്കൻഡ് കൊണ്ട് അവരൊക്കെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. അങ്ങനെ എല്ലാ ആളുകളും സത്യവിശ്വാസികൾ വന്ന് നിറഞ്ഞു നിൽക്കുന്ന സ്വർഗത്തെ കുറിച്ച് പരിചയപ്പെടുത്തി. ഈ സ്വർഗത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ താക്കോലിന്റെ പല്ലുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഇബാദത്തുകളാണ്. നിസ്കാരവും നോമ്പും സക്കാത്തും മറ്റ് ഇബാദത്തുകളുമാണ്. മനസ്സിലായില്ലേ? ഈ സ്വർഗത്തെ കുറിച്ച് നമുക്ക് കൃത്യമായി പരിചയപ്പെടുത്തി. തുഫ്തഹു അബ്വാബുൽ ജന്നത്തി യൗമൽ ഇസ്നൈനി വ യൗമൽ ഖമീസി ഫയുഗ്ഫറു ലികുല്ലി അബ്ദിൻ ലാ യുശ്രികു ബില്ലാഹി ഷൈആ. എല്ലാ വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും. ശിർക്ക് ചെയ്യാത്തവർക്ക് വേണ്ടി അള്ളാഹു പാപങ്ങൾ പുറത്തു കൊടുക്കും അന്നേ ദിവസം. ഇല്ലാ റജുലൻ കാനത്ത് ബൈനഹു വ ബൈന അഖീഹി ശഹന. തന്റെ സഹോദരനോട് പക വെച്ച് പുലർത്താത്തവനാണെങ്കിൽ. മനസ്സിലായില്ല? അതുകൊണ്ട് ഫയുഖാലു അല്ലിറു, നിങ്ങൾ സാവകാശം കാണിക്കൂ. ഹാദൈനി, ആ 2 ആളുകൾക്ക് ഹത്താ യസ്തരിഹ, അവർ മസ്ലഹത്താവട്ടെ. പിണങ്ങി നിൽക്കുന്ന 2 ആളുണ്ടല്ലോ, ദീനുള്ള തൗഹീദുള്ള ആൾക്കാർ, അവർ മസ്ലഹത്താകുന്നവരെ കാത്തു നിൽക്കൂ എന്നുള്ള പറയും. അവർ നന്നായാൽ അവരുടെ പാപം പുറത്തു. തൗഹീദ് ഉണ്ടെങ്കിൽ തന്നെ മസ്ലഹത്തും കൂടി വേണം. ഇനി സ്വർഗത്തിലേക്ക് നമ്മൾ എത്തിയാൽ എന്താണ്? സ്വർഗത്തിൽ ഏറ്റവും അവസാനം എത്തുന്ന ഒരാളുടെ കഥ ഞാൻ സമയമുണ്ടെങ്കിൽ അവസാനം പറയാം. ദീർഘമായ ഹദീസ്, 1.5 പേജിൻ്റെ ഹദീസ്. അത് വായിച്ചാൽ ചിലപ്പോൾ നമുക്ക് ബാക്കി പറയാൻ കഴിയില്ല. സാധാരണ ഞാൻ അതാണ് ആദ്യം പറയുന്നത്, ഞാൻ അവസാനം പറയാം. സമയം ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നമുക്ക് മറ്റൊരു ക്ലാസ് പറയാം. ചുരുക്കം ഇങ്ങനെയാണ്. മൂസാ റസൂലുള്ളാഹി അലൈഹി സ്വലാം അള്ളാഹു സംഭാഷണം ഉണ്ടായിരുന്നു. മൂസാ നബി അള്ളാഹുവോട് നേരിട്ട് സംസാരിച്ചത്. ആ സമയത്ത് പല കാര്യങ്ങളും മൂസാ നബി ചോദിച്ചിട്ടുണ്ട്. ഒന്ന് സ്വർഗത്തെ കുറിച്ചാണ് ചോദിച്ചത്. സ്വർഗത്തിലെ മാ അദ്നാ അഹ്ലിൽ ജന്ന, സ്വർഗവാസികളിൽ ഏറ്റവും താഴെ ആരാണെന്നാ ചോദിച്ചത്. അപ്പൊ പറയുന്നത് സ്വർഗത്തിൽ ഏറ്റവും അവസാനം വരുന്ന ഒരാൾ, അയാൾക്ക് ഈ ദുനിയാവിലെ ഏറ്റവും വലിയ സമ്പാദ്യമുള്ള ആളുടെ എത്രയോ ഇരട്ടി, മനസ്സിലായില്ല, 50 ഇരട്ടി വിഭവങ്ങളുമായി എല്ലാ സമ്പത്തും രത്നവും പവിഴവും പരിവാരങ്ങളും ഉള്ള ഒരു രാജാവിൻ്റെ മുഴുവൻ സമ്പാദ്യങ്ങളും നിനക്ക് മതിയോ എന്ന് ചോദിക്കുമ്പം അത് മതി എന്ന് പറയും. എന്നാൽ അതിൻ്റെ ഇരട്ടി 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 5-ാമത്തെ പറയുമ്പോൾ റളിയത്തുറപ്പ് എനിക്കത് മതി എന്ന് പറയും. അപ്പോൾ പറയാം അതിൻ്റെ 10 ഇരട്ടി. അവസാനം സ്വർഗത്തിൽ വരുന്ന ആൾക്ക് കിട്ടുന്നതിന് ദുനിയാവിൽ ഏറ്റവും കൂടുതൽ വിഭവം കൈവശം വെച്ച ചക്രവർത്തി ആരാണ്? ദുനിയാവിലെ എല്ലാ സന്തോഷങ്ങളും അനുഭൂതികളും മാത്രം ഒരിടത്ത് ശേഖരിച്ചു വെച്ചാൽ അതിൻ്റെ ഇരട്ടി ഇരട്ടി 5-ാമത്തെ പ്രാവശ്യം മിസ്ലുഹു എന്ന് പറയാം. കാലത്തിൽ ഹാമിസത്തി റളിയത്തു റബ്ബി, റബ്ബേ എനിക്ക് തൃപ്തിയായി. ആര്? അവസാനം ഇനി ഒരാൾ സ്വർഗത്തിൽ പോയല്ല, ഏറ്റവും നന്മ പറഞ്ഞാണ് അയാൾ. ഇത്രയും ദിവസം നരകത്തിലാണ് കിടന്നത്. തൗഹീദ് ഉള്ളതുകൊണ്ടാണ് അയാൾ എപ്പോഴെങ്കിലും രക്ഷപ്പെട്ടു വരുന്നത്. നരകത്തിൽ അയാൾ ചെയ്ത പാപങ്ങൾക്കുള്ള ശിക്ഷയൊക്കെ കൊടുത്ത് ആ കരിക്കട്ടയെ പിടിച്ച് പുറത്തിട്ട് മാഉൽ ഹയവാൻ എന്ന് പറയുന്ന ജീവജലം എന്ന് പറയുന്ന സ്വർഗത്തിന്റെ പുറത്തുള്ള ഒരു പാനീയുണ്ട്. ആ പാനീയത്തിൽ മുക്കി അയാളുടെ ശരീരമൊക്കെ പഴയതുപോലെ അതീവ സുന്ദരമായി ഇങ്ങനെ മാറി മറിഞ്ഞ് അയാളോട് പറയും, ഉദുഖുൽ ജന്ന, നീ സ്വർഗത്തിലേക്ക് കയറിപ്പോകുമെന്ന് പറയും. ഇതെന്ന് വിചാരിച്ച് ഞാൻ ഈ നരകത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ തന്നെ സ്വർഗത്തിൽ എത്തിയെന്ന വിചാരം. സ്വർഗത്തിലേക്ക് കയറിക്കോ എന്ന് പറയും. മനസ്സിലായില്ലേ? അങ്ങനെ അവൻ നോക്കുമ്പോൾ ഒരു കൊട്ടാരം കാണും, സുന്ദരമായ ഒരു കൊട്ടാരം. ആ കൊട്ടാരത്തിന്റെ മുറ്റത്ത് ഒരു ചെടി കാണും.
സ്വർണത്തിന്റെ കാണ്ഡങ്ങളുടെ ചെടിയാണ്. ആനച്ചെടികളെ പോലെ വലുപ്പമുള്ള ഇലകളാണ്. സുന്ദരമായ പൂക്കളും മനോഹരമായ പഴങ്ങളും നിറഞ്ഞു നിൽക്കുന്ന, സൗരഭ്യം നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു മരത്തിന്റെ തണലെന്ന് പറഞ്ഞാൽ ഏറ്റവും വേഗതയുള്ള കുതിര 100 വർഷം ഓടിയാൽ അത്രയും നീണ്ടു നീണ്ടു കിടക്കുന്ന തണലുകൾ എന്നാണ് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ആ മരം ഇങ്ങനെ കാണും. അപ്പൊ റബ്ബിനോട് ചോദിക്കും, അവിടെ ഞാൻ ഇരിക്കട്ടെ, ആ കൊട്ടാരം എനിക്ക് തരുമോ എന്ന് ചോദിക്കും. മനസ്സിലായില്ലേ? ആ കൊട്ടാരം തരുമോ എന്ന് ചോദിക്കുമ്പോൾ റബ്ബ് പറയും, അത് ഞാൻ നിനക്ക് തരാം. അത് ഞാൻ തന്നാൽ പിന്നെ നീ വേറെ വല്ലതും എന്നോട് ചോദിക്കുമോ? അത് ഞാൻ നിനക്ക് തരാം. അത് തന്നാൽ മറ്റു വല്ലതും നീ എന്നോട് ചോദിക്കുമോ എന്ന് ചോദിക്കും. ലാ യാ റബ്ബി വയുആഹിദുഹു അല്ലാ യസ്അലഹു ഗൈറഹാ. ഇല്ല റബ്ബേ, വേറൊന്നും ഞാൻ കരാറുണ്ടാക്കും. ആ സ്വർഗം എനിക്ക് തന്നു കഴിഞ്ഞാൽ മറ്റൊന്നും ഞാൻ ചോദിക്കുകയില്ല എന്ന് അള്ളാഹുവുമായി അവൻ കരാറുണ്ടാക്കും. അള്ളാഹുവുമായി അവൻ കരാറുണ്ടാക്കും. മനസ്സിലായില്ലേ? അങ്ങനെ ഐ റബ്ബി അദ്നിനി മിൻ ഹാദിഹി ഷജറ, ആ സുന്ദരമായ മരത്തിന്റെ അരികിലേക്ക് എന്നെ ഒന്ന് അടുപ്പിക്കും. ഫലി അസ്തദില്ല ബിദില്ലിഹ, അതിന്റെ തണൽ ഞാനൊന്ന് ആസ്വദിക്കട്ടെ. വഅശ്റബ മിൻ മാഇഹ, അവിടുത്തെ പാനീയം ഞാനൊന്ന് കുടിക്കട്ടെ. അപ്പോഴാണ് അള്ളാഹു അവനുമായി കരാറുണ്ടാക്കുന്നത്, മറ്റൊന്നും നീ എന്നോട് ചോദിക്കരുത്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. ആ കൊട്ടാരത്തിലേക്ക് അവൻ കടന്നു ചെല്ലും. ആ മരത്തണലിൽ അവൻ വിശ്രമിക്കും. അതിന്റെ സൗരഭ്യം അവൻ ആസ്വദിക്കും. അവിടുത്തെ പഴച്ചാറുകൾ അവൻ നുകരും. അവിടെ ആ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവന്റെ കണ്ണിൽ വേറൊരു കൊട്ടാരം കുറച്ചു ദൂരം. അവിടെ അവൻ മറ്റൊരു കൊട്ടാരം കാണും. അവിടെ അതിന്റെ മുറ്റത്തു മറ്റൊരു മരം മുളച്ചു പോകുന്നതായിട്ട് അവൻ കാണും. ആ മരം മുളച്ചു പോകുന്നത് കാണുമ്പോൾ ഇതിനേക്കാൾ സൗന്ദര്യമുള്ള കൊട്ടാരം, ഇതിനേക്കാൾ സൗന്ദര്യമുള്ള മരം, ഇതിനേക്കാൾ സൗരഭ്യമുള്ള പൂക്കൾ, അത് കാണുമ്പോൾ റബ്ബുമായുള്ള കരാറ് അവൻ മറന്നു. അവൻ റബ്ബിനോട് വീണ്ടും പറയും, റബ്ബി അദ്നിനി, അല്ലാഹുവേ എന്നെ നീ മിൻ ഹാദിഹി ഷജറ, ഈ മരത്തിന്റെ അരികിലേക്ക് ഒന്ന് അടുപ്പിക്കുമോ? ഫലി അസ്തദില്ല ബിദില്ലിഹ, അതിന്റെ തണൽ ഞാനൊന്ന് നുകരട്ടെ. വഅശ്റബ മിൻ മാഇഹ, അതിന്റെ വെള്ളം ഞാനൊന്ന് കുടിക്കട്ടെ. മനസ്സിലായില്ലേ? അപ്പൊ അതിന്റെ തണൽ ഞാനൊന്ന് ആസ്വദിക്കട്ടെ, അതിന്റെ വെള്ളം ഞാനൊന്ന് കുടിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ അടുത്ത മരത്തിന്റെ ചുവട്ടിലേക്ക് ചെല്ലാൻ എനിക്ക് സാധിക്കുമോ? എനിക്ക് ക്ലാസ് എടുക്കാൻ കഴിയുന്നില്ല, എനിക്ക് നോമ്പാണ്. കുട്ടികളായതുകൊണ്ട് നമുക്ക് ചീത്ത അറിയാനൊന്നും പറ്റൂല. രക്ഷിതാക്കൾ നോക്കാന്നുള്ളതേ നടക്കുള്ളൂ. ബിസ്മില്ലാ. ഉമ്മാരുടെ അടുത്ത് കൈക്കൊടുക്കും, അങ്ങോട്ട് കൈക്കൂടല്ലോ. ഉമ്മാരുടെ അടുത്ത് കൈക്കൊടുക്കും. ബറക്കല്ലാഹു ഫീക്കും. അപ്പൊ എന്താ പറയുന്നത്? രണ്ടാമത്തെ ആ മരത്തിന്റെ അരികിലേക്ക്, ആ തണലിലേക്ക് ഞാനൊന്ന് എത്തട്ടെ ചോദിക്കും. വഅശ്റബ മിൻ മാഇഹ, അതിന്റെ വെള്ളം ഞാൻ കുടിക്കട്ടെ നിൽക്കും. അപ്പൊ അള്ളാഹു പറയും, യബ്ന ആദം, എടോ മനുഷ്യ, ലഅല്ലി ഇന്ന അഅതൈതുകഹാ സഅൽതനി ഗൈറഹാ, നീ എന്നോടൊരു കരാറുണ്ടായിരുന്നല്ലേ, ഞാൻ ഇത് തന്നാൽ വേറൊന്നും തരൂല, ചോദിക്കൂല, എന്നിട്ട് നീ വീണ്ടും ചോദിക്കുകയാണ്. അപ്പൊ അവൻ പറയാ റബ്ബിനോട്, എന്താ, ഇനി ഞാനൊന്നും ചോദിക്കൂല. ലാ യാ റബ്ബി ഒന്നുകൂടി ഞാൻ ചോദിക്കാം. ഇനി ഞാൻ വേറൊന്നും ചോദിക്കൂല. ഈ കൊട്ടാരത്തിന് ഇതിനേക്കാൾ നല്ല കൊട്ടാരമാണ്, അവിടെ തന്നെ എത്തുമോ? ഇതിനേക്കാൾ വലുതിന് ഞാനെന്ത് ചോദിക്കാൻ? ഏറ്റവും സുന്ദരമായ കൊട്ടാരമായി, ഏറ്റവും മനോഹരമായ മരമായി, ഏറ്റവും അഴകുള്ള പൂക്കളായി അവൻ തോന്നുകയാണ്. അതുകൊണ്ട് ഇനിയൊന്നും ഉണ്ടാകാൻ വഴിയില്ല എന്നുള്ളവർക്ക് മറ്റൊന്നുമില്ല, ഇനി ഞാൻ ചോദിക്കൂല എന്ന് പറയും. എന്നിട്ട് അവൻ റബ്ബിനോട് പറയും, റബ്ബേ എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല, ലാ അസ്ബിർ, അള്ളാഹുവേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ചോദിച്ചു പോയതാണ്. എനിക്ക് ക്ഷമിക്കാൻ കഴിയാത്ത ഒന്നാണ് അവൻ കണ്ടത്. ആ രണ്ടാമത്തെ കൊട്ടാരത്തിനരികിലേക്ക്, മരത്തിനരികിലേക്ക് അള്ളാഹു അടുപ്പിച്ചു. അതിന്റെ തണൽ കൊടുത്തു. അതിന്റെ പാനീയങ്ങൾ നുകർന്നു. അങ്ങനെ നിൽക്കുമ്പോൾ കാണാൻ അതിനേക്കാളും നല്ല വേറൊരു മരം, വേറെ, അങ്ങനെ എത്ര മരം, എത്ര കൊട്ടാരം. ഓരോന്ന് കാണുമ്പോഴും ചോദിക്കും, അതെനിക്ക് തരുമോ? ക്ഷമിക്കാൻ പറ്റുന്നില്ല. അള്ളാഹു നീ എന്നോടൊന്നും ചോദിക്കൂല എന്ന് പറഞ്ഞു. ഇങ്ങനെ നമ്മൾ കൊച്ചു കുട്ടികളെ കൊണ്ടുപോയിട്ട് കാഴ്ചകളൊക്കെ കാണിച്ച്, ഇനിയൊന്നും കാണിച്ചല്ല, പുതിയത് കാണിച്ചെടുത്ത് വാപ്പ സർപ്രൈസ് കൊടുത്ത് ഇങ്ങനെ സന്തോഷിപ്പിക്കൂലേ? അങ്ങനെ ഇവന്റെ സന്തോഷം ഇരട്ടിയായിട്ട് പുതിയ സ്വർഗം, ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം അവന് പറയാ, ഇനി നീ
ഞാൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു. ഇവന്റെ ധാരണ ഞാൻ ഇത്രയും നേരം സ്വർഗത്തിലാണെന്ന്, ഇത്രയും നേരം സ്വർഗത്തിന്റെ പുറത്താണ്. ഈ കൊട്ടാരയും മരങ്ങളൊക്കെ എവിടെയാണ്? സ്വർഗത്തിന്റെ പുറത്താണ്. ഇനിയാണ് സ്വർഗത്തിന്റെ വാതിൽക്കൽ അവനെത്തിയിട്ട് ആ വാതിൽ തുറന്ന് നീ ആ വാതിലിലേക്ക് കടന്നോളൂ എന്ന് പറയും. വാതിൽ ഇത്തിരി ഇങ്ങനെ തുറന്നു കൊടുക്കും. ആ വാതിലിനകത്തുകൂടെ സ്വർഗത്തിനകത്തുള്ള കാഴ്ചകൾ കണ്ട് ആനന്ദ നിർവൃതിയിൽ നിൽക്കുമ്പോൾ അള്ളാഹുവിനോട് അവൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അല്ല അള്ളാഹുവേ, കൈഫ്, എങ്ങനെയാണ് റബ്ബേ, ജനങ്ങൾ അവിടുത്തെ വിഭവങ്ങളൊക്കെ സ്വന്തമാക്കിയില്ലേ, അവിടുത്തെ പാർപ്പിടങ്ങളിലൊക്കെ അവർ താമസിച്ചു കഴിഞ്ഞില്ലേ, ഇനി എനിക്ക് എന്തെങ്കിലും അവിടെ ഉണ്ടോ എന്ന് ചോദിക്കും. അകത്തേക്ക് നോക്കിയിട്ട് എല്ലാവരും ഇങ്ങനെ നല്ല നല്ല അനുഭൂതികൾ നുകരുന്നത് പുറത്തുനിന്ന് ഇങ്ങനെ കാണും. അവന് കയറാൻ ധൈര്യമില്ല, അവൻ പുറത്ത് തന്നെ നിൽക്കുകയാണ്. റബ്ബ് കയറാൻ പറഞ്ഞിട്ട് പുറത്ത് നിൽക്കുകയാണ്. റബ്ബ് ചോദിക്കും, എനിക്ക് അവിടെ എന്തെങ്കിലും ബാക്കിയുണ്ടോ? നസലന്നാസു മനാസിലഹും, ആളുകൾ അവിടുത്തെ വീടുകളിൽ ഇറങ്ങി താമസിച്ചില്ലേ? അവിടുത്തെ വിഭവങ്ങളൊക്കെ എല്ലാവരും സ്വന്തമാക്കിയില്ലേ? എനിക്കായി അവിടെ എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്നാ ചോദ്യം. അപ്പൊ അള്ള പറഞ്ഞ മറുപടിയാണ് ഞാൻ നേരത്തെ കേൾപ്പിച്ചത്. എന്ത്? നിനക്കെന്ത് വേണം? ഈ ദുനിയാവിലെ കൊട്ടാരത്തിലെ ഏറ്റവും വലിയ വിഭവങ്ങൾ നിനക്കുണ്ട്, അതുപോലെ എന്നാ ചോദ്യം. അതുപോലെ നിനക്ക്. അപ്പൊ അവൻ അത് മതി എന്ന് പറയുമ്പോൾ അതിന്റെ ഇരട്ടിണ്ട്. അഞ്ചാമത്തെ ഇരട്ടിണ്ട് എന്ന് പറയുമ്പോൾ അള്ളാഹു പറയാ ഫലക അശറു അംസാലിഹി, നിനക്ക് അതിന്റെ 10 ഇരട്ടിണ്ട്. അപ്പൊ 50 ഇരട്ടി. ഈ ദുനിയാവിൽ എല്ലാ ആസ്വാദനങ്ങളും അനുഭൂതികളും കൗതുക വസ്തുക്കളും അമൂല്യ വസ്തുക്കളും ഒരുമിച്ച് കൂട്ടിയാൽ, കൊട്ടാരങ്ങളും പരിവാരങ്ങളും കുതിരകളും എല്ലാം ഒരുമിച്ച് ചേർത്ത് വെച്ചാൽ അതിന്റെ 50 ഇരട്ടിയാണ് അവസാനം സ്വർഗത്തിൽ വരുന്നയാൾക്ക് ഒന്നാമത്തെ ദിവസം ആസ്വദിക്കാൻ വേണ്ടി അള്ളാഹു കൊടുക്കുന്നത്. പിന്നെ അങ്ങോട്ടത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. മാഷാ അല്ലാഹ്, ഇതാണ് സ്വർഗം. ഇത് സത്യമാണ്. അൽ ജന്നത്തു ഹഖ്ഖുൻ വന്നാറു ഹഖ്ഖുൻ, സ്വർഗം സത്യമാണ്, നരകം സത്യമാണ്. ഇത് ഉൾക്കൊള്ളുന്ന ദിക്റുകൾ ചൊല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമുൽ ലൈൽ നിസ്കരിക്കാറില്ല. ഖിയാമുൽ ലൈൽ ദുആഉൽ ഇസ്തിഫ്താഹ് നബി പറയും, സ്വർഗം സത്യമാണ്, നരകം സത്യമാണ്, വിചാരണ സത്യമാണെന്നൊക്കെ നബി പറയും. മനസ്സിലായില്ലേ? അങ്ങനെയാ ചെയ്യുക. അങ്ങനെ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിന്റെ ഏറ്റവും താഴെ പദവിയെ മൂസാ നബിയുടെ സംഭാഷണത്തിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി. മൂസാ നബി. അപ്പോൾ മൂസാ നബി അടുത്തതായി ചോദിക്കുന്ന ചോദ്യമുണ്ട്. എന്ത്? അവിടെ സ്വർഗത്തിൽ ഏറ്റവും വലുത് അഴല എന്തായിരിക്കും? അപ്പോഴാണ് ഞാൻ ആദ്യം ഓതി കേൾപ്പിച്ച വചനം നബി പഠിപ്പിച്ചു കൊടുത്തത്. അള്ളാഹു മൂസാ നബിയോട് പറഞ്ഞ മറുപടിയാണ്. അള്ളാഹു തന്നെ ആഴത്തുൽ ഇബാദി സ്വാലിഹീൻ, ഏറ്റവും വലുതെന്ന് വെച്ച ഒറ്റവാചകത്തിലാണ് മറുപടി. അത് ദീർഘിച്ച് പറഞ്ഞു. എന്താ? ആഴത്തുൽ ഇബാദി സ്വാലിഹീൻ മാ ലാ ഐനുൻ റഅതു വലാ ഉദുനുൻ സമീഅതു വലാ ഖത്തറ അലാ ഖൽബി ബശർ, ഒരു കണ്ണും കാണാത്തത്, ഒരു കാതും കേൾക്കാത്തത്, ഒരു മനുഷ്യന്റെ ഭാവനയിലും വിരിയാത്തത്. അതാണ് സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായത്. എന്റെ 2 കൈകൾ കൊണ്ടാണ് അവന്റെ ആദരവുകൾ, അവന്റെ സൽക്കാരങ്ങൾ ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. അവിടെ നട്ടുപിടിപ്പിച്ചിട്ടുള്ള അവൻ നൽകാനുള്ള സ്വന്തമാക്കി തയ്യാറാക്കി വെച്ചിട്ടുള്ള ആദരവുകളൊക്കെ എന്റെ സ്വന്തം കൈ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ് എന്ന് സ്വർഗത്തിലെ ഉന്നതമായ വിഭവങ്ങളെ കുറിച്ച് അള്ളാഹു മറുപടി പറഞ്ഞു. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അവസാനം സ്വർഗത്തിൽ വരുന്നതാണ് അയാൾ. അങ്ങനെ അള്ളാഹുവിന്റെ ആദ്യമൊക്കെ ശങ്കിച്ചിരുന്നെങ്കിലും പിന്നെ അയാളങ്ങ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. സ്വർഗത്തിലേക്ക് അങ്ങോട്ട് കയറുമ്പോഴാണ് 2 തരുണികൾ അവനെ സ്വീകരിക്കാൻ വേണ്ടി വരും. അത്ഭുതകരമായ അതിസുന്ദരമായ പട്ടുവസ്ത്രങ്ങൾ അണിഞ്ഞ് ആടയാഭരണങ്ങൾ അണിഞ്ഞ് 2 സ്വർഗ സ്ത്രീകൾ അവനെ കാത്തിരിക്കും. എന്നിട്ട് പറയും, ഞങ്ങൾ 2 നിനക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഞങ്ങൾ വേറെ ആണുങ്ങളെ നോക്കിയിട്ടില്ല, അവർ ഞങ്ങളെ നോക്കിയിട്ടില്ല. വേറെ ആരെയും ഞങ്ങൾ തൊട്ടിട്ടില്ല, അവർ ഞങ്ങളെയും തൊട്ടിട്ടില്ല. ഞങ്ങളെ 2 നിനക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ് എന്ന് പറഞ്ഞ് 2 തരുണികൾ അവനകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ആ പോകുന്ന സമയത്ത് അവരുടെ വസ്ത്രത്തിന്റെ താഴ്ഭാഗത്തൊരൽപ്പം പോകും. അവരുടെ കണങ്കാലിന്റെ പിൻഭാഗത്തുള്ള മാംസളമായ ഭാഗം കണ്ട് അവന്റെ കണ്ണുകൾ പ്രകാശിക്കും. ഏറ്റവും അവസാനം സ്വർഗത്തിൽ പോകുന്ന ആളുകളുടെ ആനന്ദത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയതാണ്. അത് കഴിഞ്ഞാൽ അവരവിടെ ചെല്ലുമ്പോൾ അവർക്ക് വേണ്ടി സ്നാക്സ് ആയിട്ട് ആദ്യം എന്താ കൊടുക്കാൻ തരും? കബിദുൽ ഹുദ്, സ്വർഗത്തുള്ള പ്രത്യേകമായ ഒരു മത്സ്യത്തിന്റെ അതീവ സൗരഭ്യം പരത്തുന്ന ഒരു മത്സ്യമുണ്ട്. ആ മത്സ്യം നമ്മുടെ നാട്ടിൽ മത്സ്യത്തിന് മുള്ളുണ്ടാവില്ല, ചെതുമ്പലുണ്ടാവില്ല, കളയാനൊന്നും ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? എല്ലാം കഴിക്കാൻ പറ്റിയ രുചികരമായ ഒരു മത്സ്യം. അതാണ് ആദ്യമായിട്ട് സ്വർഗത്തിലെ ആദ്യത്തെ സ്നാക്സ്. അത് കഴിഞ്ഞാൽ സൽസബീൽ എന്നറിയപ്പെടുന്ന പാനീയം കുടിക്കാൻ കൊടുക്കും. അത് കഴിഞ്ഞാൽ സൗറുൽ ജന്ന, സ്വർഗത്തിൽ ഒരു കാളയെ അറുത്തു കൊടുക്കും. അത് അറുത്തു കൊടുത്താൽ അതിൽ മാലിന്യത്തിന്റെ രക്തമൊന്നുമില്ല. മനസ്സിലായില്ലേ? അതിന് കളയാൻ ചണ്ടിഭണ്ഡാരങ്ങളൊന്നുമില്ല, കുടൽമാലകളിലൊന്നുമില്ല. അവൻ ആസ്വാദനം നൽകുന്ന ഹൃദ്യമായ
ആസ്വാദം നൽകുന്ന സൗറുൽ ജന്ന, സ്വർഗത്തിലെ ഒരു കാളയെ അവൻ അർത്ഥം കൊടുക്കുന്നു. സ്വർഗത്തിൽ ഏറ്റവും അവസാനം വരുന്നവന് ഇങ്ങനെയുള്ള സ്വീകരണമാണെങ്കിൽ മുകളിലേക്ക് പദവിയിലെത്തിയ ആളുകൾക്കുള്ള സ്വർഗം എന്തായിരിക്കും എന്നുള്ളത് എവിടെ ചെന്നിട്ട് ഭാവിക്കാനാണ്? സ്വർഗത്തിലെ ഭക്ഷണത്തെ കുറിച്ച് വേറെയും കാണാം. ഇന്നൽ മുത്തഖീന ഫീ ളിലാലിൻ വഉയൂൻ വഫവാകിഹ മിമ്മാ യസ്തഹൂൻ. തഖ്വയുള്ളവർ തണലുകളിലും അരുവികളിലുമാണ്, അവർ കൊതിക്കുന്ന കനികളിലാണ്, അവർ ആഗ്രഹിക്കുന്ന കനികൾ. ഇവിടെ നമ്മൾ ആഗ്രഹിക്കുന്ന റമദാൻ മാസത്താണ് നല്ല ഫ്രൂട്ട്സ് ഒക്കെ വേണമെന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ പറയുന്നത് മാങ്ങ ശരിയല്ല, മറ്റേ സീസൺ അല്ല, അതല്ല ഇതല്ല, കൊണ്ടുവന്നത് ശരിയായിട്ടില്ല. പരാതി മാത്രമേ നമുക്കുള്ളൂ. എത്ര വില കൊടുത്ത് ഫ്രൂട്ട്സ് വാങ്ങിയാലും പരാതി മാത്രം. സ്വർഗത്തിൽ പരാതി ഉണ്ടാവില്ല. എല്ലാ സീസണിലും എല്ലാ പഴങ്ങളും കിട്ടും. ആഗ്രഹിക്കുന്ന കനികൾ, അവർ കൊതിക്കുന്ന കനികളാണ് അവർക്കുള്ളത്. നിങ്ങൾ അമലുകൾ ചെയ്തതിന് അനന്തരമായി കിട്ടുന്ന ആ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിൽ ധാരാളക്കണക്കിന് കനികളുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ ഭുജിച്ചു കൊണ്ടിരിക്കുന്നു. വീണ്ടും ഖുർആൻ പറയാം, ജന്നാത്തി അതിന് നിത്യതയുടെ തോട്ടങ്ങൾ, മുഫത്തഹത്തൻ ലഹുമുൽ അബ്വാബ് അതിന്റെ കവാടങ്ങളൊക്കെ തുറന്നു കിടക്കുന്നു. മുത്തഖീന ഫീഹാ അവിടെ നിങ്ങൾ ചാരുകസേരകളിൽ ചാരിയിരിക്കുന്നു. യദൂന ഫീഹാ ബികുല്ലി ഫാകിഹത്തിൻ കസീറത്തിൻ വശറാബ് ധാരാളം കനികളുമായും പാനീയങ്ങളുമായും നിങ്ങളെ അവിടുത്തെ സേവകന്മാർ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി വീണ്ടും പറയാം, സ്വർഗവാസികൾ അന്നേ ദിവസം വിവിധമായ ജോലികളിൽ ആസ്വദിച്ചു കൊണ്ടിരിക്കും. സന്തോഷിക്കുന്ന ജോലികൾ മാത്രമേ ഉള്ളൂ. ക്ഷീണമുണ്ടാക്കുന്നതോ വിശ്രമിക്കേണ്ടതോ മടുപ്പുളവാക്കുന്നതോ ആയ ജോലികളൊന്നും അവിടെയില്ല. ആസ്വദിക്കുന്ന ജോലികൾ. അവരും അവരുടെ ഇണകളും തണലുകളിലായി മെത്തകളിലായി ചാരിയിരിക്കുന്നവരാണ്. അവർക്കവിടെ കനികളുണ്ട്. അവർ ചോദിക്കുന്നത് എന്തോ അതുമുണ്ട്. പ്രധാനമായും സ്വർഗത്തിലുള്ള വിഭവങ്ങൾ രുചികരമായ കനികളാണ്, പഴങ്ങളാണ്. അവർക്ക് പഴങ്ങളും അവർ കൊതിക്കുന്ന മാംസങ്ങളും നീട്ടിക്കൊടുക്കും. എല്ലാ പക്ഷികളുടെയും മാംസങ്ങൾ അവിടെയുണ്ട്. അവർ ആസ്വദിക്കുന്ന എല്ലാ മാംസങ്ങളും അവിടെയുണ്ട്. അവിടെ ഏതൊരു മാംസമുണ്ട് എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. അവർ കൊതിക്കുന്ന കിളികളുടെ മാംസങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ പഴങ്ങളുണ്ട്, മാംസങ്ങളുണ്ട്, എല്ലാ തരം ഭക്ഷണം. നമുക്ക് പരിചയമുള്ളത് പറഞ്ഞുതരാം, പരിചയമില്ലാത്ത അവിടെ ചെന്നാൽ കാണാൻ പറ്റും. അബ്ദുല്ലാഹി ഇബ്നു സലാം യഹൂദികളിൽ ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയാണ്. അനസ് ബിൻ മാലിക് റിപ്പോർട്ട് ഹദീസിൽ കാണാം, ബലഗഹു മഖ്ദമുൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന. മുഹമ്മദ് നബി മദീനയിലേക്ക് വരുന്ന വിവരം അദ്ദേഹത്തിന് കിട്ടി. ഫാതാഹു അങ്ങനെ മുഹമ്മദ് നബിയെ കാണാൻ അബ്ദുല്ലാഹി ഇബ്നു സലാം ചെന്നു. യസ്അലുഹു അൻ അശിയ പല കാര്യങ്ങൾ, 3 കാര്യങ്ങൾ അദ്ദേഹം ചോദിച്ചു. ഫഖാല അദ്ദേഹം ചോദിച്ചു, ഇന്നി സായിലുക അൻ സലാസിൻ ലാ യഅലമുഹുന്ന ഇല്ലാ നബിയ്യുൻ. ഒരു നബിക്കല്ലാതെ പറയാൻ കഴിയാത്ത 3 കാര്യങ്ങളെ കുറിച്ച് ഞാൻ താങ്കളോട് ചോദിക്കാം. നബിമാരാണെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ഒരു നാട്ടിലുള്ള ആൾക്ക് അത് പറയാൻ കഴിയില്ല. വഹി വേണം, എങ്കിലേ പറയാൻ പറ്റും. അപ്പൊ നബിയാണെന്ന് പരിശോധിക്കാൻ വേണ്ടി അബ്ദുല്ലാഹി ഇബ്നു സലാം ചോദിച്ചു, മാ അവ്വലു തആമിൻ യഅകുലുഹു അഹ്ലുൽ ജന്ന. സ്വർഗവാസികൾ കഴിക്കുന്ന ഒന്നാമത്തെ ഭക്ഷണം എന്താണ്? ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമ്മാ അവ്വലു തആമിൻ യഅകുലുഹു അഹ്ലുൽ ജന്നത്തി ഫസിയാദത്തു കബ്ദിൻ അൽ ഹൂത്ത്. ഒരു മത്സ്യത്തിന്റെ കരളാണ് സ്വർഗവാസി ആദ്യമായിട്ട് കഴിക്കാന്ന് ചോദിച്ചു. സൗബാനദാൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ആ 3 ചോദ്യങ്ങളുണ്ട്. അടുത്ത ചോദ്യം, അവർ കഴിക്കുന്ന ഭക്ഷണം പിന്നെ എന്താകും? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പിന്നെ മലമൂത്ര വിസർജനമായിട്ട് പോകാനുള്ള പതിവ്. സ്വർഗത്തിൽ കഴിക്കുന്ന ഭക്ഷണം എന്താവും? അടുത്ത ചോദ്യം. അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുൻഹറു ലഹും സൗറുൽ ജന്ന. സ്വർഗത്തിൽ ഒരു കാള അറുക്കപ്പെടും. അല്ലദീ യഅകുലു മിൻ അത്റാഫിഹാ. അതിന്റെ എല്ലാ ഭാഗങ്ങളും അവൻ കഴിക്കും, കളയാനൊന്നുമില്ല. എന്നിട്ടോ അതാണ് അവിടെ തൊട്ട് പിന്നാലെ എന്ത് കിട്ടും ഭക്ഷണം എന്ന് ചോദിച്ചു. അടുത്തായിട്ട് കാളയെ കൊടുക്കുന്നു വെച്ചു. അവന്റെ പാനീയത്തിന്റെ സ്ഥിതി എന്താണെന്ന് ചോദിച്ചു. മിൻ ഐനിൻ തുസമ്മാ സൽസബീല. സൽസബീൽ എന്ന പേരുള്ള ഒരു പാനീയമാണ് കുടിപ്പിക്കപ്പെടുക എന്ന് ചോദിച്ചു. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത് അവിടെയുള്ള
കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അവസ്ഥ എന്താണ് എന്നറിയാമോ? അത് മിസ്കി, കസ്തൂരിയുടെ സുഗന്ധം പോലെയുള്ള ഒരു സൗരഭ്യമാണ്, ഒരു ഏമ്പക്കം മാത്രമാണ്. പാനീയങ്ങളാണെങ്കിൽ വിയർപ്പാണ്. വിയർപ്പെന്ന് പറഞ്ഞാൽ അത്തർ പോലത്തെ വിയർപ്പ്. അവിടുത്തെ പാനീയങ്ങളൊക്കെ എന്താണ്? വേർത്ത് പോകും. ആ വേർപ്പിൽ ആർക്കും ദുർഗന്ധം കൊണ്ട് ആരും വിഷമിക്കൂല, ആർക്കും ദുസ്സഹമായി അനുഭവപ്പെടില്ല. കാരണം എന്താ? അവിടുത്തെ വിയർപ്പൊക്കെ ആസ്വാദനം നൽകുന്ന, പരിമളം പരത്തുന്ന അത്തറുകളാണ്. നമ്മൾ കഴിച്ച പാനീയങ്ങളല്ല, അത്തറായിട്ടാണ് പുറത്തേക്ക് വരുന്നത്. ഏമ്പക്കം എന്ന് പറഞ്ഞാൽ സംഗീതം പോലെയാണ്, ചലമ്പിക്കുന്ന ശബ്ദമല്ല, വെറുപ്പിക്കുന്ന ശബ്ദമല്ല, ആളുകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ശബ്ദമാണ് പുറത്തു വരുന്നത്. എന്നിട്ടോ അതാണ് അവൻ ഭക്ഷണം കഴിച്ചത്. ഒരു ഏമ്പക്കവും ഒരു വേർപ്പും, വേറൊന്നുമില്ല. മലമൂത്ര വിസർജനം അവിടെ ഇല്ല എന്ന് കൃത്യമായി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി. സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ, അന്നലഹും ജന്നാത്ത്, അവർക്ക് തോട്ടങ്ങളുണ്ട്, തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, അതിന്റെ താഴ്ഭാഗത്തൂടെ അരുവികൾ ഒഴുകുന്നു, കുല്ലമാ റുസിഖൂ മിൻഹാ മിൻ സമറത്തിൻ റിസ്ഖാ, അവർക്ക് അവിടുത്തെ കനികളെല്ലാം നൽകപ്പെടുമ്പോൾ ഖാലു, അവർ പറയും, ഹാദല്ലദീ റുസിഖനാ മിൻ ഖബൽ, ഇത് ഞങ്ങൾക്ക് നേരത്തെ കിട്ടിയ കനിയാണ്. എന്നാൽ സദൃശമായ മറ്റൊന്നാണ് അവർക്ക് ഇപ്പോൾ നൽകപ്പെട്ടത്. വലഹും ഫീഹാ അസ്വാജുൻ മുതഹ്ഹറ, അവിടെ അവർക്ക് പാതിവൃത്യമുള്ള ഇണകളുണ്ട്. വഹും ഫീഹാ ഖാലിദൂൻ, അവിടെ അവർ എക്കാലത്തും കഴിച്ചുകൂട്ടുന്നവരാണ്. സൂറത്തുൽ ബഖറ നമുക്ക് മനപ്പാടുള്ളതായിരുന്നു. ഇനി സ്വർഗത്തിലെ പാനീയങ്ങളെ കുറിച്ച് പറയാം. മസലുൽ ജന്നത്തില്ലത്തി വുഇദൽ മുത്തഖൂൻ, തഖ്വയുള്ളവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗത്തിന്റെ മാതൃക. അവിടെ എന്താ ഉള്ളത്? ഫീഹാ അൻഹാറുൻ മിൻ മാഇൻ ഗൈരി ആസിൻ, പകർച്ചയില്ലാത്ത പാനീയത്തിന്റെ അരുവികൾ, കലക്കില്ലാത്ത വെള്ളം, തെളിഞ്ഞ വെള്ളം. പാലിൽ നിന്നുള്ള അരുവികൾ, ലം യതഗയ്യർ തഅമു, അതിന് രുചിഭേദം വന്നിട്ടില്ല. പാല് കുറച്ച് കേടുന്നോലെ, സ്വർഗത്തിലെ പാൽ ഒരിക്കലും കേടുവരുന്നില്ല. വഅൻഹാറുൻ മിൻ ഖംറിൻ ലദ്ദത്തിൻ ലിശാരിബീൻ, കുടിക്കുന്നവർക്ക് ആസ്വാദനം നൽകുന്ന മദ്യത്തിന്റെ അരുവികൾ. വഅൻഹാറുൻ മിൻ അസലിൻ മുസഫ, തെളിഞ്ഞ തേനിന്റെ അരുവികൾ. അല്ലെ, നമുക്ക് അട്ടപ്പാടിയിൽ തേനുണ്ടെന്നാൽ പോലും വിശ്വാസമല്ല. തെളിഞ്ഞ എന്ന് പറയാൻ വിശ്വസിക്കാൻ നമ്മൾ കൊണ്ട് പറ്റുന്നില്ല. അട്ടപ്പാടി പോകുമ്പോൾ ഇവിടുന്നുള്ളവരോട് പറയാൻ അവിടെ തേൻ വാങ്ങണ്ടെന്ന് അറിയുന്നു. അതാണ്, അതിലെന്തെങ്കിലും കലർപ്പുണ്ടാവും? ഒരു കലർപ്പുമില്ലാത്ത പരിശുദ്ധമായ തേനിന്റെ അരുവി, ഇതാണ് അവിടെ നൽകപ്പെടുന്നത്. ഇതാണ് സ്വർഗത്തിലെ പാനീയങ്ങൾ എന്ന് പറഞ്ഞാൽ. താബീ പ്രമുഖനായ ലഹാഖ്, അദ്ദേഹത്തിന്റെ ഗുരുനാഥനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാം, ഫിൽ ഹംദി അർബഉ സിഫാത്ത്, കള്ള് 4 തരത്തിലുണ്ട്. വഹിയ സക്റു, കള്ള് കുടിച്ചാൽ ലഹരി ഉണ്ടാകും. വസുദാഉ, തലവേദന ഉണ്ടാകും. വൽ ഖൈഉ, ഛർദിക്കും. വൽ ബൗലു, ധാരാളമായി മൂത്രമൊഴിക്കും. കള്ളുകൂടിയന്മാരുടെ അനന്തരഫലമാണ്. അമ്മാ ഹംറുൽ ജന്ന, എന്നാൽ സ്വർഗത്തിലെ കള്ളാകട്ടെ, ഈ സിഫത്തുകളൊന്നുമില്ല. കള്ളുകൂടിയന് ലഹരി ബാധിക്കുന്നില്ല, അവൻ ഭാര്യയെ ചവിട്ടുന്നില്ല, അവന് തലവേദന ഉണ്ടാകുന്നില്ല, അവൻ ഛർദിക്കുന്നില്ല, അവൻ മൂത്രരോഗം ഉണ്ടാകുന്നില്ല. സ്വർഗത്തിലെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഓരോ മനസ്സുകളും കൊതിക്കുന്നതെന്തോ, ആ കൊതിക്കുന്നതാണ് സ്വർഗത്തിലെ ഭക്ഷണം എന്ന് പറഞ്ഞു. സ്വർഗത്തിലെ ഭക്ഷണത്തെക്കുറിച്ചും പാനീയത്തെക്കുറിച്ചുമുള്ള ചെറിയ വിവരണമാണ്. ഇനി സ്വർഗവാസികൾ ധരിക്കുന്ന വസ്ത്രം, ലിബാസുൽ ജന്ന, എന്താ? ഒരിക്കലും മുഷിഞ്ഞു പോകാത്ത. കുറച്ചു ദിവസം കഴിഞ്ഞാൽ ഇതൊക്കെ പഴയതായി പോയി, നൂല് പൊങ്ങി, ഇനിത് മാറ്റണം, അങ്ങനൊന്നും ആരും പറയില്ല. സ്വർഗത്തിലെ വസ്ത്രം എന്നും പുതിയതായിരിക്കും, ഒരിക്കലും മുഷിഞ്ഞു പോകാത്ത, അലക്കേണ്ടതില്ലാത്ത, ചുളിഞ്ഞു പോകാത്ത വസ്ത്രമാണ്. അഴുക്ക് പുരളാത്ത വസ്ത്രം, അതാണ് സ്വർഗത്തിലെ ഏറ്റവും പുതിയ വസ്ത്രം. ആലിയഹും സിയാബു സുന്ദുസിൻ ഖുദുറുൻ വഇസ്തബറഖ് വഹുല്ലു അസാബിറ മിൻ ഫിദ്ദ, അവരുടെ മേൽ നേർത്ത പട്ടുകളും കട്ടിയുള്ള പട്ടുകളും അങ്ങനെ പച്ച നിറത്തിലുള്ള പട്ടുകളുടെ വസ്ത്രങ്ങൾ ഉണ്ടായിരിക്കും. വെള്ളിയിൽ നിന്നുള്ള വളകൾ അവർ അണിയിക്കപ്പെടും. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി പറഞ്ഞു, തൂബാ ശജറത്തുൻ ഫിൽ ജന്ന, തൂബ എന്ന് പറയുന്നത് സ്വർഗത്തിലെ ഒരു മരമാണ്. മസീറത മിഅത ആമിൻ, അതിന്റെ ദൂരം എന്ന് പറഞ്ഞാൽ അതിന്റെ പടർന്നു പന്തലിച്ചിരിക്കുന്ന അതിന്റെ ശാഖകൾ എത്രത്തോളം ഉണ്ടെന്നറിയാമോ? മിഅത ആമിൻ, 100 വർഷങ്ങളാണ്. സിയാബു അഹ്ലിൽ ജന്ന, സ്വർഗവാസികൾക്കുള്ള വസ്ത്രമാണത്. തഖ്റുജു മിൻ അക്മാമിഹാ, അതിന്റെ കൂമ്പോളകളിൽ നിന്നാണ് പുറത്തേക്ക് വരുന്നത്. തൂബ എന്ന മരത്തിന്റെ പോളകൾ പൊളിച്ചിട്ടാണ് സ്വർഗവാസികൾക്ക് പട്ടുവസ്ത്രങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. തൂബ എന്ന് പറഞ്ഞാൽ എന്താണ്? തൂബാലിൽ ഉറബ,
അപരിചിതർക്ക് മംഗളം. എല്ലാവരും വ്യതിയാന കക്ഷികളിൽ ഹറാമുകൾ ചെയ്ത് വിദഅത്തുകൾ ചെയ്ത് ജീവിക്കുമ്പോൾ സലഫുകളുടെ മാർഗം മുറുകെ പിടിക്കുന്നവരെ ഉറബാ എന്നാണ് പരിചയപ്പെടുത്തി. അവർക്ക് തൂബായുണ്ട്. തൂബ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ സുഗന്ധവൃക്ഷം. ആ സുഗന്ധവൃക്ഷത്തിന്റെ പോളകളിൽ നിന്നാണ് സ്വർഗത്തിലുള്ളവർക്ക് വസ്ത്രം തയ്യാറാക്കി കൊടുക്കുന്നതെന്ന് കാണാൻ സാധിക്കും. സ്വർഗ സ്ത്രീകൾ അവരെ സ്വീകരിച്ചു കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. സ്വന്തം ഭാര്യമാർ അവർക്ക് എന്താണ് സ്വർഗസ്ത്രീകളായിട്ടുണ്ടായിരിക്കും. സ്വർഗസ്ത്രീകളായി അവരെ മാറ്റും. അതീവ സുന്ദരിമാരായിരിക്കും അവർ. ചിലർക്ക് ചോദിക്കാറുണ്ട്, ഈ ആണുങ്ങൾക്ക് പെണ്ണുങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്, പെണ്ണുങ്ങൾക്ക് ആണുങ്ങളുണ്ട്. സംശയം എന്താണ്? പെണ്ണുങ്ങളെ സംബന്ധിച്ച് അവരുടെ ഭർത്താക്കന്മാർ അവർക്കുണ്ട്. കാരണം സ്വല്ലല്ലാഹു ഒരിക്കലും അനീതി കാണിക്കുന്നില്ല. ദുനിയാവിന്റെ ഈ പശ്ചാത്തലം വെച്ചിട്ട് നിങ്ങൾ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും സന്തോഷം ചിന്തിക്കേണ്ട. സ്വർഗത്തിലെ ഒരു സ്ത്രീയും എനിക്കൊരാസ്വാദനം കുറഞ്ഞുപോയി എന്ന് പറയുകയില്ല. പോരെ, അവരുടെ ഈമാനിനും അവരുടെ അമലുകൾക്കും അനുസരിച്ചുള്ള എല്ലാ ആസ്വാദനങ്ങളും അള്ളാഹു ഉദ്ദേശിച്ച പ്രകാരം അവർക്ക് നൽകും. അവർ ആഗ്രഹിക്കുന്ന പ്രകാരം അവരുടെ ഭർത്താക്കന്മാരോട് ഒന്നിച്ചു തന്നെ ആയിരിക്കും. ഇനി ഇവിടെ വിവാഹിതരല്ലാത്ത സ്ത്രീകളാണെങ്കിലോ അള്ളാഹു ഏതൊരു അനുഭൂതിയാണോ അവർക്ക് സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്, അവർ ആഗ്രഹിക്കുന്നതെല്ലാം അവർക്കുണ്ട്, അവർ കൊതിക്കുന്നതെല്ലാം അവർക്കുണ്ട്, അവർ ചോദിക്കുന്നതെല്ലാം അവർക്കുണ്ട്. ലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ദഊൻ. നിങ്ങൾ കൊതിക്കുന്നത് നിങ്ങൾക്കുണ്ട്, നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്കുണ്ട് എന്ന് ഖുർആൻ കൃത്യമായി പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. സ്വർഗസ്ത്രീകളെ കുറിച്ച് ഖുർആൻ പറയുന്നത് അവർ സ്ഥലങ്ങൾ ഉയർന്നു നിൽക്കുന്ന സമപ്രായക്കാരായി. ഫീഹിന്ന ഖാസിറാത്തു തർഫി ലം യത്മിസുഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ. ഏതെങ്കിലും മനുഷ്യനോ ജിന്നുകളോ ഒരിക്കൽ പോലും സ്പർശിച്ചിട്ടില്ലാത്ത ദൃഷ്ടികൾ തന്റെ ഭർത്താവിന് വേണ്ടി മാത്രം നിയന്ത്രിച്ചു നിർത്തുന്ന പരിശുദ്ധകളായിരിക്കും അവർ. കഅന്നഹുന്നൽ യാഖൂത്ത് വൽ മർജാൻ. അവർ മരതകങ്ങൾ പോലെ, പവിഴങ്ങൾ പോലെ, രത്നങ്ങൾ പോലെ ആയിരിക്കും അവർ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, വലൗ അന്ന ഇംറഅതൻ മിൻ നിസാഇ അഹ്ലിൽ ജന്ന. സ്വർഗ സ്ത്രീകളിൽപ്പെട്ട ഒരു സ്ത്രീ ഇത്തരത്തിലല്ലി താഴേക്കൊന്ന് എത്തി നോക്കിയാൽ അവൾക്കും ഭൂമിക്കും ഇടയിലുള്ള സ്ഥലമൊക്കെ പ്രകാശിക്കും. അവൾക്കും ഭൂമിക്കും ഇടയിൽ സൗരഭ്യം പരക്കും. സ്ത്രീകൾക്ക് അന്യർക്കിടയിലേക്ക് ഇറങ്ങുമ്പോൾ ദുനിയാവിൽ സുഗന്ധം പൂശാൻ അനുവദിച്ചിട്ടില്ല. ഭർത്താക്കന്മാരുടെ മുന്നിൽ മാത്രമേ അനുമതിയുള്ളൂ. എന്നാൽ സ്വർഗത്തിൽ എല്ലാ സ്ത്രീകൾക്കും സൗരഭ്യം പരത്താൻ കഴിയും. ആ സ്ത്രീ തലയിൽ വെച്ചൊരു മുടിപ്പിന്നുണ്ടല്ലോ, എന്തായാലും പറയാ, തലയിൽ വെക്കുന്ന ഒരു മുടിപ്പിന്, അത് ദുനിയാവിലുള്ള ഏറ്റവും വില കൂടിയ വിഭവങ്ങളെക്കാൾ, ഏറ്റവും സുന്ദരമായ വസ്തുവിനേക്കാൾ മികച്ചതായിരിക്കും. ദുനിയാവിലുള്ള എല്ലാ വസ്തുക്കളും കൂട്ടിച്ചേർത്താൽ എത്ര വിലയുണ്ടോ അതിനേക്കാളും വിലയുള്ള ഒരു ശിരോ ആഭരണമാണ് ഓരോ സ്വർഗ സ്ത്രീയും അണിഞ്ഞിട്ടുണ്ടായിരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി. അവളൊന്ന് താഴേക്ക് നോക്കിയാൽ പ്രകാശം പരക്കും, സൗരഭ്യം പരക്കും എന്ന് കൃത്യമായി സ്വർഗ സ്ത്രീകളെ കുറിച്ച് പരിചയപ്പെടുത്തി. ഇനി സ്വർഗത്തിൽ ബാലസേവകന്മാരുണ്ട്. ചെറുപ്പക്കാർ, ചെറിയ കുട്ടികളാണ് അവിടുത്തെ പാനീയങ്ങളൊക്കെ വിളമ്പിക്കൊടുക്കാൻ വേണ്ടി നടക്കുന്നത്. അനശ്വരാക്കപ്പെട്ട കുട്ടികൾ സ്വർഗവാസികൾക്കിടയിലൂടെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. അവരെ നീ കാണുമ്പോൾ അവരെ വാരി വെതറിയ മുത്തുകളാണെന്ന് നീ വിചാരിക്കും. മുത്തുകൾ ഇങ്ങനെ വെതറിയാൽ ഇങ്ങനെ പ്രകാശിക്കുന്ന, തിളങ്ങുന്ന സുന്ദരമായ മുത്തുകൾ ഇങ്ങനെ തുള്ളിത്തെറിച്ചു പോകുമ്പോൾ അതുപോലെയാണ് സ്വർഗത്തിലെ സേവകന്മാർ പോകുന്നത്. നിങ്ങൾ നോക്കൂ, ഖാദിമുകൾ ഇങ്ങനെ മുത്തുകളെ പോലെ തിളങ്ങുമെങ്കിൽ അവരെ യജമാനന്മാർ എങ്ങനെ തിളങ്ങുമെന്ന് ആലോചിച്ചു. സ്വർഗത്തിലെ സൗന്ദര്യത്തെ പറ്റുന്ന ആലോചിച്ചു. ഖാദിമുകൾ മുത്തുകൾ വാരി വെതറിയതുപോലെ ആയിരിക്കുന്ന പരിചയപ്പെടുത്തിയത്. മനസ്സിലായില്ലേ? അവരവിടെ എക്കാലത്തും അനശ്വരരായിരിക്കും. അപ്പൊ സേവകന്മാർ ഇത്രയും സുന്ദരന്മാരാണെങ്കിൽ സ്വർഗവാസികളായ യജമാനന്മാർ അത്ര സുന്ദരന്മാരായിരിക്കും. ഇനി സ്വർഗത്തിൽ നമുക്ക് കൂട്ടുകാരുണ്ട്. സ്വർഗത്തിലെ കൂട്ടുകാരെ പറ്റി എന്താ പറയുന്നത്? നല്ല വാക്കുകളെ പറയും. സ്വർഗത്തിലെ കൂട്ടുകാര് നമ്മളെ ഹറാമിലേക്ക് കൊണ്ടുപോകില്ല. നമ്മളെ മോശമായ കാര്യം, നമ്മൾ ദുഃഖിപ്പിക്കുന്ന വർത്താനം, അവിടെ ദുഃഖമില്ലല്ലോ, ഹറാമുകളില്ലല്ലോ. സ്വർഗത്തിലെ കൂട്ടുകാർ നല്ല വാക്ക് പറയും. അവരുടെ വർത്താനം ഞാൻ നേരത്തെ പറയാം, കേൾക്കാൻ നല്ല ഇഷ്ടമായിരിക്കും. ഇവിടുത്തെ അള്ളാഹു ഹറാമാക്കിയ സുശിരവാദ്യങ്ങളും പൊട്ടുവാദ്യങ്ങളും മ്യൂസിക്കുമായി നടക്കുന്ന ആളുകൾക്ക് അതുണ്ടാവില്ല. ഇവിടുത്തെ ഹറാമിന്റെ ഗാനമേളകളുമായി നടക്കുന്ന ആളുകൾക്ക് പരലോകത്ത് സ്വർഗത്തിൽ ചെന്നിട്ട് കൂട്ടുകാരോടൊപ്പം ഈ ഗാനങ്ങളും ഈ സംഗീതോപകരണങ്ങളും ആസ്വദിക്കാൻ കഴിയുകയില്ല. അവരുടെ നെഞ്ചകങ്ങളിൽ നിന്ന് പകയെ നാം ഊരിക്കളയും. അവരേകോദര സഹോദരങ്ങളാണ്. അലാ
സുറുരിൽ മുതഖാബിലീൻ, അവർ വ്യത്യസ്ത സോഫകളിൽ പരസ്പരം അഭിമുഖമായി ഇരുന്ന് സന്തോഷിക്കുന്നവരാണ്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ആർക്കും ആരോടും പകയില്ല, വെറുപ്പില്ല, എല്ലാവരും ഒറ്റ മനസ്സുള്ളവരായിട്ടാണ് കൂട്ടുകാരോടൊപ്പം സ്വർഗത്തിൽ ഉണ്ടാവുക. ഇനി സ്വർഗത്തിലെ പദവികൾ, സ്വർഗത്തിലെ തട്ടുണ്ട്. സ്വർഗത്തിൽ ഒരാൾക്ക് തന്നെ ഒരുപാട് സ്വർഗമുണ്ട്. ഷഹീദായ ഒരാൾക്ക് 100 സ്വർഗമുണ്ട്, ഒരാൾക്ക് മാത്രം 100 സ്വർഗമുണ്ട്. ഖുർആൻ നേരത്തെ ഉദ്യാക്കുന്ന വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ, റബ്ബിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കണമെന്ന് ഭയപ്പെടുന്നവർക്ക് 2 സ്വർഗമുണ്ട്. 2 താഴോട്ട് പോയ പിന്നെയും കാണാം വമിൻ ദൂനിഹിമാ ജന്നത്താൻ, അത് കൂടാതെ വേറെയും 2 സ്വർഗമുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് ഒരാൾക്ക് 4 സ്വർഗമുണ്ടാവും. ഒരുപാട് സ്വർഗങ്ങൾ ചേർന്നതാണ് യഥാർത്ഥ സ്വർഗം. ജിനാനൽ ഖുൽദി എന്ന ഖുർആൻ പറഞ്ഞത്. സ്വർഗീയ ആരാമങ്ങൾ, ഏകവചനമല്ല, ഇഷ്ടം പോലെ സ്വർഗമുണ്ട്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി പറഞ്ഞു ഫഇന്ന ഫിൽ ജന്നതി 100 ദറജ, സ്വർഗ്ഗത്തിന് 100 തട്ടുകളുണ്ട്. മാ ബൈന കുല്ലി ദറജതൈനി, 2 തട്ടുകൾക്കിടയിൽ കമാ ബൈന സമാഇ വൽ അർദ്, ആകാശഭൂമികൾക്കിടയിലുള്ള വ്യത്യാസമുണ്ട്. വൽ ഫിർദൗസു അഅലൽ ജന്നതി വഔസതുഹാ, ഫിർദൗസ് അഥവാ പറുദീസ, അതാണ് സ്വർഗ്ഗത്തിലെ ഏറ്റവും ഉയരത്തിലും ഏറ്റവും മധ്യത്തിലുമുള്ളത്. സ്വർഗ്ഗത്തിന്റെ മധ്യഭാഗത്ത് ഏറ്റവും സ്റ്റേഡിയം പോലെ നമ്മൾ കണക്കാക്കിക്കോളും, അതിന്റെ നടുവിൽ ഏറ്റവും മുകളിലാണ് ഈ ഫിർദൗസ് ഉണ്ടാവുക. സ്വർഗത്തിലെ ഫിർദൗസിന്റെ മുകളിൽ പരമകാരുണികന്റെ അർശാണ്. സ്വർഗത്തിലെ മേൽപ്പുര എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അർശാണ്, ഏറ്റവും വലിയ സൃഷ്ടി. വമിൻഹാ തുഫജ്ജറു അൻഹാറുൽ ജന്ന, അർശിൽ നിന്നാണ് സ്വർഗത്തിലെ അരുവികളൊക്കെ പൊട്ടിയൊഴുക്കപ്പെടുന്നത്. ഫഇദാ സഅൽതുമുല്ലാഹ്, അള്ളാഹുവോട് നിങ്ങൾ സ്വർഗം ചോദിക്കുമ്പോൾ ഫസലൂഹുൽ ഫിർദൗസ, നിങ്ങൾ ഫിർദൗസ് ചോദിക്കണം. അള്ളാഹുവോട് നിങ്ങൾ സ്വർഗം ചോദിക്കുമ്പോൾ നിങ്ങൾ ഫിർദൗസ് ചോദിക്കണം. മറ്റൊരു കാര്യം പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസീല, സ്വർഗത്തിലൊരു പദവിയാണ് വസീല. അത് നബിക്ക് മാത്രമല്ല, ആത്തി മുഹമ്മദിൽ വസീലത വൽ ഫദീല, അത് ഫിർദൗസിന് അപ്പുറത്തുള്ള ഒരു പദവി, അത് മുഹമ്മദ് നബിക്ക് മാത്രമുള്ളതാണ്. മുഹമ്മദ് നബിക്ക് വസീല കിട്ടാൻ വേണ്ടി ദുആ ചെയ്താൽ പരലോകത്ത് മുഹമ്മദ് നബിയുടെ ശഫാഅത്ത് അനുകൂലമായി കിട്ടാനുള്ള ഭാഗ്യം അവർക്ക് ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഒരു ദിവസം 3 വട്ടമെങ്കിലും സ്വർഗം തരണേ എന്ന് പറയണം. ഒരാൾ 3 തവണ സ്വർഗം തരണേ എന്ന് പ്രാർത്ഥിച്ചാൽ അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, അല്ലാഹുവേ അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ എന്ന് സ്വർഗം തന്നെ ശഫാഅത്ത് ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനൻ നാർ, അല്ലാഹുമ്മ അദ്ഖിൽനിൽ ജന്ന വഅജിർനി മിനൻ നാർ തുടങ്ങിയിട്ടുള്ള ധാരാളം പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. രാവിലെ ഒരു 3 വട്ടം, ചില ഹദീസിൽ 7 വട്ടം, 3ഓ 7ഓ വട്ടം അല്ലാഹു എനിക്ക് സ്വർഗം തരണേ എന്ന് പറയാത്തൊരു ദിവസവും കടന്നു പോകരുത്. അതിൽ ജന്നാത്തുൽ ഫിർദൗസ് ചോദിക്കാനും നമ്മൾ മറക്കരുത്. ഇനി സ്വർഗത്തിലേക്ക് നമ്മൾ എത്തിയാൽ സ്വർഗത്തിലൊരു മാർക്കറ്റുണ്ട്. സ്വർഗത്തിൽ ദിവസങ്ങൾക്ക് പ്രസക്തിയില്ല, കാരണം അവിടെ രാത്രിയില്ല, രാവും പകലും ഇല്ലാത്ത ഒരു ദിവസം നിർണ്ണയിക്കാൻ കഴിയില്ല. പക്ഷെ അത് ജുമുഅ എന്ന് പറഞ്ഞൊരു അനുഭവമുണ്ട്, ഒരു വെള്ളിയാഴ്ച ഉണ്ട്. എപ്പോഴാണ് അത് നമുക്ക് അവിടെ മനസ്സിലാവും. ഈ ദിവസങ്ങളില്ലാത്ത വെള്ളിയാഴ്ച എങ്ങനെ അല്ലാഹു അഅലം. സ്വർഗത്തിലെത്തിയാണ് ഒരു ജുമുഅ ഉണ്ട്. അന്ന് ഒരു മാർക്കറ്റിലേക്ക് എല്ലാവരും ചെല്ലും. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാം, എന്ത് ഇന്ന ഫിൽ ജന്നതി ലസൂഖൻ, സ്വർഗത്തിൽ ഒരു അങ്ങാടിയുണ്ട്, ഒരു മാർക്കറ്റ്. എല്ലാ ജുമുഅയിലും ആളുകൾ അങ്ങോട്ട് ചെല്ലും. ഒരു വടക്കൻ കാറ്റ് അടിച്ചു വീശും. അവരുടെ മുഖത്തും അവരുടെ വസ്ത്രത്തിലും അത് തഴുകിപ്പോകും. അന്ന് അവരുടെ സൗന്ദര്യവും അഴകും വർദ്ധിക്കും. അവർ കൊട്ടാരങ്ങളിലെ കുടുംബങ്ങളിലേക്ക് മടങ്ങിച്ചെല്ലും. അവർ അതീവ സുന്ദരന്മാരായിട്ടുണ്ടാകും. അവരുടെ ഇണകൾ, കുടുംബങ്ങൾ അവരോട് പറയും, വല്ലാഹി ലഖദ് ഇസ്തത്തും ബഅദനാ ഹുസ്നൻ വജമാല, ഞങ്ങളെ വിട്ട് നിങ്ങൾ മാർക്കറ്റിലേക്ക് പോയി തിരിച്ചു വന്നപ്പോൾ അല്ലാഹുവാണ് സത്യം, നിങ്ങളുടെ സൗന്ദര്യവും അഴകും വർദ്ധിച്ചിട്ടുണ്ടല്ലോ. ഫയഖൂലുന, അവർ പറയും, വഅൻതും, അതെ നിങ്ങളുടെയും സൗന്ദര്യം വർദ്ധിച്ചിട്ടുണ്ടല്ലോ. വല്ലാഹി ലഖദ് ഇസ്തത്തും ബഅദനാ ഹുസ്നൻ വജമാല. അങ്ങനെ എല്ലാ ജുമുഅക്കും സൗന്ദര്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അത്ഭുത പ്രതിഭാസമാണ് സ്വർഗ്ഗത്തിലുള്ള. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. മറ്റൊരു റിപ്പോർട്ട് കാണാം, ഇന്ന ഫിൽ ജന്നത്തിലെ സൂഖ, സ്വർഗത്തിലൊരു അങ്ങാടിയുണ്ട്. കുസ്ബാനു മിസ്കിൻ യഖ്റുജൂന ഇലൈഹാ, കസ്തൂരിയുടെ മല അതിലുണ്ട്. ആ കസ്തൂരിയുടെ സൗരഭ്യം എല്ലായിടത്തേക്കും പുറത്തേക്ക് വമിച്ചുകൊണ്ടിരിക്കും. വയജ്തമിയൂന ഇലൈഹാ, ആ കസ്തൂരി മലയുടെ അരികിലേക്ക് എല്ലാവരും ഒരുമിച്ച് കൂടും. വയബ്അസുല്ലാഹു റീഹൻ, അല്ലാഹു ഒരു കാറ്റിനെ അയക്കും. ഫയുദ്ഖിലുഹാ ബുയൂതഹും, അവരുടെ വീടുകളിലേക്ക് അത് കടന്നു ചെല്ലും. ഫയഖൂലു ലഹും അഹ്ലുഹും ഇദാ റജൗ ഇലൈഹിം, അവർ തിരിച്ചു ചെല്ലുമ്പോൾ അവർ കുടുംബക്കാർ പറയും, ഖദ് ഇസ്തത്തും ഹുസ്നൻ ബഅദനാ, ഞങ്ങളെ വിട്ടുപോയ
നിങ്ങളുടെ സൗന്ദര്യം വർദ്ധിച്ചിട്ടുണ്ടല്ലോ. ഫയഖൂലൂന ലിഅഹ്ലിഹിം, അവരുടെ ഭാര്യമാരോട് പറയും ഖദിദ്ദത്തും ഐദൻ ഹുസ്നൻ ബഅദന, അതെ നിങ്ങളുടെ സൗന്ദര്യവും വർദ്ധിച്ചിട്ടുണ്ടല്ലോ. സ്വഹീഹ് മുസ്ലിമിൽ തന്നെയാണ് ഈ റിപ്പോർട്ടുള്ളത്. സ്വർഗത്തിൽ വിശിഷ്ടമായ സൗകര്യങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നു. സ്വർഗത്തിലെ ചെടികളെ കുറിച്ചും മരങ്ങളെ കുറിച്ചും പറഞ്ഞപ്പോൾ അതിന്റെ സാക്ക്, അതിന്റെ തണ്ട് ദഹബ്, സ്വർണമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സ്വർഗത്തിലെ മണ്ണ് തുറാബുഹൽ മിസ്ക് വഹസ്ബാഉഹൽ ലുഅ്ലു, അവിടുത്തെ മണ്ണ് എന്ന് പറഞ്ഞാൽ കസ്തൂരിയാണ്, അവിടുത്തെ ചരൽക്കല്ലുകൾ തന്നെ രത്നങ്ങളാണ്. അപ്പൊ അവിടെ മുത്തുകളാണ് സ്വർഗത്തിലെ, നല്ല തിളങ്ങുന്ന മുത്തുകളാണ് സ്വർഗത്തിലെ കല്ലുകൾ. മനസ്സിലായില്ലേ? സ്വർഗത്തിന്റെ അരുവികളുടെ രണ്ട് അരികുകളിലും യാക്കൂത്ത് മർജാന്റെ മരതകത്തിന്റെയും പവിഴത്തിന്റെയും ഒക്കെ നടപ്പാതകൾ ഇങ്ങനെ വിരിച്ചിട്ടുണ്ടാവും. കാണാൻ നല്ല നിറമുള്ള ചുവപ്പും പച്ചയും വർണ്ണമുള്ള നടപ്പാതകൾ. മനസ്സിലായില്ലേ? ആ സ്വർണത്തിന്റെ കാണ്ഡങ്ങളുള്ള ആ മരങ്ങളിൽ ഉക്ലുഹാ ദായിമുൻ വദില്ലുഹാ, അതിന്റെ ഭക്ഷണം എല്ലാ കാലത്തും കിട്ടും, അതിന്റെ തണലും എപ്പോഴും ഉണ്ടായിരിക്കും. മനസ്സിലായി? വഫാക്കിഹത്തൻ കസീറ, ധാരാളം കനികൾ, ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ, വഫാക്കിഹത്തൻ കസീറ ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ, കേടുവരാത്തത്, തടസ്സമില്ലാത്തത്. നമുക്ക് ആർക്കും നിങ്ങൾ ഇപ്പൊ കഴിക്കേണ്ടെന്ന് അറിയില്ല. സ്വർഗത്തിലൊരു പഴം കഴിക്കാൻ ആഗ്രഹിച്ചിട്ട് ഇപ്പൊ അവിടെ നിൽക്കേണ്ട സമയമായിട്ടില്ല, നാളെ തരാം, അത് നിനക്കുള്ളതല്ല വല്യപ്പാക്കുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് മുടക്കൂല. ഇവിടെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്തൊക്കെ മുടക്കണം, എന്തൊക്കെ തടസ്സങ്ങളാണ്. സ്വർഗത്തിൽ ആഗ്രഹിക്കുന്ന പഴം ആഗ്രഹിക്കുന്ന രൂപത്തിൽ നമ്മുടെ കയ്യിലേക്ക് വരും. വിശ്വാസം പറഞ്ഞു, ഫിൽ ജന്നത്തി ശജറ, സ്വർഗത്തിലൊരു മരമുണ്ട്, യസീറു റാകിബു ഫീ ളില്ലിഹാ മിഅത ആം, അതിന്റെ തണലിലൂടെ ഒരു യാത്രികൻ 100 കൊല്ലം യാത്ര ചെയ്യും. ലാ യഖ്തഉഹാ, എന്നാലും ആ ഒരൊറ്റ മരത്തിന്റെ തണലാണ് തീരൂല, മുറിച്ച് കടക്കൂല. മനസ്സിലായില്ലേ? അതാണ് ഖുർആൻ എന്ന് പറഞ്ഞത് ഫീ ളില്ലിൻ മംദൂദ്, നീണ്ടു കിടക്കുന്ന ശീതള ഛായ തണലുകൾ എന്ന് പറഞ്ഞു അല്ലെ? ആ രൂപത്തിലാണ്. വദാനിയതൻ അലൈഹിം ളിലാലുഹാ വദുല്ലിലത് ഖുതൂഫുഹാ തദ്ലീലാ, അതിന്റെ തണൽ ഇങ്ങനെ നീണ്ടു കിടക്കും, അവരരികിലേക്ക് അടുത്തു വരും. അതിന്റെ പഴങ്ങളാകട്ടെ അവർക്ക് പറിച്ചെടുക്കാൻ പാകമായി അവരുടെ അടുത്തേക്ക് കീഴ്പ്പെട്ടു വരും. അങ്ങനെ അവർ ചെയ്തിട്ട് എന്തൊക്കെ പഴങ്ങൾ എല്ലാം ഉണ്ട്. ഫീഹിമാ ഫാക്കിഹത്തുൻ വനഖ്ലുൻ വറുമ്മാൻ, പഴങ്ങളുണ്ട്, ഈത്തപ്പഴമുണ്ട്, വാഴപ്പഴമുണ്ട്, ഉറുമാപ്പഴമുണ്ട്. നമുക്ക് പരിചയമുള്ള കുറച്ചെണ്ണത്തിന് പേര് പറഞ്ഞതല്ലോ. എല്ലാത്തരം പഴങ്ങളും നമ്മുടെ ജീവിതത്തിൽ കാണാം. ഒരിക്കൽ കഴിച്ചത് പിന്നെ കഴിക്കേണ്ടി വരില്ല പോലെ, ഒരിക്കൽ കഴിച്ചതിനേക്കാൾ രുചിയുള്ളതും മധുരമുള്ളതേ പിന്നെ വരുള്ളൂ. ഇവിടെ മധുരമൊന്നും കഴിക്കാൻ പറ്റില്ല, ചായയിൽ മധുരമില്ല, മധുരമുള്ളത് കഴിക്കാൻ പറ്റില്ല. അങ്ങനെ ദുനിയാവ്. പരലോകത്തിൽ മധുരമുള്ളത് തന്നെ, മധുരത്തിന് മേൽ മധുരം. ഒരു രോഗവും, ഷുഗറുമില്ല, പ്രഷറുമില്ല, കൊളസ്ട്രോളും ഇല്ല, ക്യാൻസറും ഇല്ല, ഒരു അസുഖവുമില്ല. അസുഖമില്ലാത്ത ലോകം, വാർദ്ധക്യമില്ലാത്ത ലോകം. എല്ലാവരും യൗവനത്തിലാണ്. നിങ്ങൾ യുവാക്കളായിക്കൊള്ളുക, വാർദ്ധക്യമില്ല. നിങ്ങൾ ആരോഗ്യവാന്മാരാവുക, രോഗമില്ലാത്തൊരു നാട്. അതാണ് സ്വർഗം. ഈ സ്വർഗം സത്യമാണ്. എല്ലാ സാധാരണക്കാരായ സത്യവിശ്വാസികൾക്ക് വേണ്ടി ഇതൊരുക്കി വെച്ചിട്ടുണ്ട്. വലഹും ഫീഹാ മിൻ കുല്ലി സമറാത്ത്, എല്ലാ കനികളും അവർക്ക് അവിടെയുണ്ട്. വമഗ്ഫിറത്തും മിർ റബ്ബിഹിം, അവരുടെ റബ്ബിൽ നിന്നുള്ള പാപമോചനവും അവർക്കുണ്ട്. വറുഫിയത്തിൽ ഈ സിദ്റത്തുൽ മുൻതഹ, മിഅ്റാജിനെ പറ്റി പറയുന്നിടത്ത് എന്നെ സിദ്റത്തുൽ മുൻതഹയുടെ അടുത്തേക്ക് ഉയർത്തി കൊണ്ടുപോയി. ഫൈദാ നബിഖുഹാ കഅന്നഹു ഖിലാലു ഹജർ വബറഖുഹാ, ഹജർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള തോൽക്കുടങ്ങളുണ്ട്, വെള്ളം സൂക്ഷിച്ചു വെക്കുന്ന വലിയ തോൽപാത്രങ്ങളുണ്ട്. അതുപോലെയുള്ള എന്താണ് പാത്രങ്ങളാണ് അവിടെ കുടിക്കാൻ കിട്ടിയത് സിദ്റത്തുൽ മുൻതഹയുടെ അടുത്ത്. കഅന്നഹു ആദാനുൽ ഫുയൂൻ വബറഖുഹാ, അവിടുത്തെ ഇലകളാണെങ്കിലോ ആനച്ചെടികൾ പോലെയാണ് എന്ന് പറഞ്ഞു. എന്നിട്ടോ ഫി അസ്ലിഹാ അർബഅത്തു അൻഹാർ, ആ ചെടിയുടെ അടിയിൽ നിന്ന് മുരട്ടിൽ നിന്ന് 4 അരുവികൾ ഒഴുകും. നെഹ്റാനി ബാത്തിനാനി, 2 എണ്ണം സ്വർഗത്തിനകത്തുകൂടെ, നെഹ്റാനി ലാഹിറാനി, 2 എണ്ണം പുറത്തുകൂടെ. ഫസഅൽതു ജിബ്രീൽ, അപ്പോൾ മുഹമ്മദ് നബി ജിബ്രീലിനോട് ചോദിച്ചു, അമ്മ എന്താണ് ആ 2 എണ്ണം അകത്തും 2 എണ്ണം പുറത്തും? അമ്മൽ ബാത്തിനാനി ഫഫിൽ ജന്ന, 2 എണ്ണം സ്വർഗത്തിനകത്താണ്. അമ്മൽ ലാഹിറാനി അന്നീൽ വൽ ഫുറാത്ത്, 2 എണ്ണം പുറത്ത്, നൈലും യൂഫ്രട്ടീസും, അത് പുറത്തു ഒഴുകുന്നുണ്ട് എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? സ്വർഗത്തിലെ ചെടിയെ കുറിച്ച് അലാ അദുല്ലുക അലാ ഗിറാസ്, സ്വർഗത്തിലെ ചെടിയെ കുറിച്ച് നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. വഖൈറു മിൻ ഹാദാ, എന്താണ് ഇതിനേക്കാൾ ഉത്തമമായി മറ്റൊന്നുമില്ല. തഖൂൽ, നീ പറയണം സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ.
നീ സുബ്ഹാനല്ലാഹ് എന്ന് പറയാ, അൽഹംദുലില്ലാഹ് എന്ന് പറയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാ, അല്ലാഹു അക്ബർ എന്ന് പറയുക. ഈ ദിക്റുകൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ ദിക്റുകൾ യുഗ്റസു ലക ബികുല്ലി കലിമത്തിൻ മിൻഹാ ശജറത്തുൻ ഫിൽ ജന്ന. ഓരോ കലിമത്തും സ്വർഗ്ഗത്തിൽ നിനക്ക് മരമായി, സ്വർണ്ണത്തിന്റെ കാണ്ഡമുള്ള 100 വർഷത്തെ ശീതളഛായ പരത്തുന്ന വിടർന്ന് പന്തലിച്ച ഇലകൾ വിടർന്നു നിൽക്കുന്ന തണൽ മരങ്ങളായി, നിങ്ങൾക്ക് വേണ്ടി കനികൾ നൽകുന്ന മരങ്ങളായി, അരുവികൾ ഒഴുകുന്ന മരങ്ങളായി നിങ്ങൾക്ക് വേണ്ടി ഓരോ ദിക്റും. നമ്മളൊരു സുബ്ഹാനല്ലാഹ് നിസ്കാരം സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം പറയില്ലേ, 33 മരങ്ങളാണ് നട്ടുപിടിച്ചത്. 100 തയ്ക്കൂലേ, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. രാവിലെ നമ്മൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100 വട്ടം ചൊല്ലൂലേ, അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി 100 വട്ടം പറയില്ലേ. ഓരോ ദിക്റുകൾ നമ്മൾ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം. നമ്മൾ ഓരോ ദിക്റുകൾ ഉരുവിടുമ്പോഴും ഇവിടെ ദുനിയാവിൽ ഒരു ദിക്ർ ഉരുവിട്ടാൽ നമ്മൾ സ്വർഗ്ഗത്തിൽ ഒരു വിത്ത് വധിച്ചു. എത്ര ദിക്ർ ചൊല്ലി അത്രയും മരങ്ങളുടെ ഇടയിലേക്കാണ് അല്ലാഹു നാളെ നമ്മളെ കൊണ്ടുപോകുന്നത്, അറിയാമോ? എത്ര ദിക്ർ നമ്മൾ ചൊല്ലി അത്രയും. ഓരോ മരത്തിനും സ്വർണത്തിന്റെ കാണ്ഡങ്ങളാണ്, ഓരോ മരത്തിനും അങ്ങേയറ്റത്തെ സൗരഭ്യം പരത്തുന്ന പരിമളമാണ്. അതേപോലെ തന്നെ ഓരോ മരത്തിന്റെ ചുവടിലൂടെയും രുചികരമായ പാനീയങ്ങൾ ഒഴുകുന്ന അരുവികളും ഉറവകളുമാണ്. അങ്ങനെയുള്ള സ്വർഗമാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. ഞാൻ അവസാനിപ്പിക്കാം. സ്വർഗത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നവന് ആഗ്രഹിക്കാൻ മാത്രം, തീക്ഷ്ണമായി ആഗ്രഹം വെച്ചു പുലർത്താൻ മാത്രമുള്ള വിവരണങ്ങളാണ് ഖുർആനിലും സുന്നത്തിലും ഇപ്രകാരം ധാരാളം വന്നിരിക്കുന്നത്. സ്വർഗത്തിന്റെ ഏറ്റവും ചെറുതും വലുതുമൊക്കെ ചെറിയ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കി. സ്വർഗത്തിന് വ്യത്യസ്തമായ നാമങ്ങളുണ്ട്. ഓരോ നാമവും സ്വർഗത്തിന്റെ ഓരോ ഗുണങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ദാറുസ്സലാം, ലഹും ദാറുസ്സലാമി ഇൻദ റബ്ബിഹിം എന്ന് ഖുർആൻ പറഞ്ഞു. സമാധാനത്തിന്റെ ഭവനം. സ്വർഗത്തിൽ സമാധാനം മാത്രമേ ഉള്ളൂ. ഇവിടെ ഭയമില്ല, ഭീകരതയില്ല, കലാപമില്ല, യുദ്ധമില്ല, വഴക്കും വക്കാണവുമില്ല. സ്വർഗത്തിൽ സമാധാനം മാത്രമേ ഉള്ളൂ. സ്വർഗത്തിന്റെ പേരാണ് ജന്നത്തുൽ മഅ്വ, അഭയത്തിന്റെ തോട്ടം. സ്വർഗത്തിൽ എല്ലാവർക്കും അഭയം മാത്രമാണ്, നിർഭയത്വം മാത്രമാണ്. മനസ്സിലായില്ലേ? സ്വർഗത്തിൽ ഒരിക്കലും നമുക്ക് വിഷമിപ്പിക്കുന്ന യാതൊന്നുമില്ല. ദാറുൽ ഖുൽദ്, അനശ്വരതയുടെ ഭവനം. അല്ലോ ഖുർആൻ പറഞ്ഞു, ഖുൽ അദാലിക ഖൈറുൻ അം ജന്നത്തുൽ ഖുൽദില്ലതി വഇദൽ മുത്തഖൂൻ. ദാറുൽ മുഖാമ, സ്ഥിരതയുടെ ഭവനം. കുറച്ചു കാലം കഴിഞ്ഞാൽ അത് ലോഡ്ജിൽ പോയ മാതിരിയോ റിസോർട്ടിൽ പോയ മാതിരിയോ ഇനി പോയിക്കോളി എന്ന് പറയില്ല. സ്ഥിരതയുടെ ഭവനം എന്നുള്ള ഇവിടെ തന്നെ നമ്മൾ നാളെ പണയം വേറെ ആരോ കടക്കാരോ ഒന്ന് എടുത്തോണ്ടു. ഇവിടുത്തെ ദുനിയാവില്ല നമ്മൾ സ്വന്തം ഉണ്ടാക്കിയ വീട് വരുമ്പോൾ നാളെ വേറെ ആളായിരിക്കും, മരിച്ച അന്തരാവാസ്യതായിരിക്കും. എന്നാൽ സ്വർഗത്തിൽ നമുക്ക് ഇരുന്ന കൊട്ടാരങ്ങളൊന്നും നാളെ വഴിമാറിപ്പോവില്ല, വേറെ ആരും കൊണ്ടുപോകില്ല. അത് ദാറുൽ മുഖാമ. അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നൽ ഹസന. എന്റെ ദുഃഖങ്ങളെല്ലാം നീക്കം ചെയ്ത അല്ലാഹുവിനെ സ്തുതിക്കുന്ന സ്വർഗ്ഗവാസികൾ പറയും, ഇന്ന റബ്ബനാ ലഗഫൂറുൻ ശകൂർ. അങ്ങേയറ്റം പൊറുക്കുന്നവനും അങ്ങേയറ്റം പ്രതിഫലം നൽകുന്നവനുമാണ് ഞങ്ങളുടെ റബ്ബ്. അല്ലദീ അഹല്ലനാ ദാറൽ മുഖാമത്തി മിൻ ഫദ്ലി. അല്ലാഹു അവന്റെ ഫദ്ൽ കൊണ്ട് സ്ഥിരതയുടെ ഭവനത്തിൽ ഞങ്ങളെ താമസിപ്പിച്ചിരിക്കുന്നു എന്നാണ്. ലാ യമസ്സുനാ ഫിഹാ നസബുൻ വലാ യമസ്സുനാ ഫിഹാ ലുഗൂബ്. ക്ഷീണമോ തളർച്ചയോ അവിടെ പിടികൂടുകയില്ല. ജന്നാത്തു അദിൻ, നിത്യതയുടെ തോട്ടങ്ങൾ. ജന്നാത്തു അദിൻ എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തുമുള്ള ആരാമങ്ങളാണ് അവിടെയുള്ളത്. ദാറുൽ ഹയവാൻ, നിത്യജീവന്റെ തോട്ടങ്ങൾ. അവിടെ മരണമില്ല, അവിടെ ഇനി ഒരാൾ മരിക്കില്ല. എഹിയവും വലാത്ത മൂത്തു, നിങ്ങൾ ഒരിക്കലും മരിക്കുന്നില്ല, മറിച്ച് നിങ്ങൾ അന്തഹയവും വലാത്ത മൂത്തു, നിങ്ങൾ മരിക്കേണ്ടതില്ല, നിങ്ങൾ ജീവിച്ചു കൊള്ളുക. വഇന്ന ദാറൽ ആഖിറത ലഹിയൽ ഹയവാൻ. ദാറുൽ ആഖിറത്താണ് യഥാർത്ഥ ജീവിതം, മരണമില്ലാത്ത ജീവിതം. ദാറുൽ ഹയവാൻ എന്ന സ്വർഗത്തിന് പേരുണ്ട്. സ്വർഗത്തിൽ ഏറ്റവും ഉയരത്തിലുള്ളത് ജന്നാത്തുൽ ഫിർദൗസ്. ഇങ്ങനെ സ്വർഗത്തിന് വ്യത്യസ്ത പേരുകൾ നൽകിയത് അത് സ്വർഗത്തിന്റെ അനുഭൂതികളെയും വിശേഷണങ്ങളെയും ദ്യോതിപ്പിക്കാൻ വേണ്ടിയാണ്. ഇന്നല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്, സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ മുറുകെ പിടിക്കുകയും ചെയ്ത ആളുകൾക്ക് ലഹും ജന്നാത്തുൻ നഈം, അവർക്ക് അനുഭൂതികളുടെ സ്വർഗമുണ്ട്. സ്വർഗത്തിനും അൽ മഖാമുൽ അമീൻ, ഇന്നൽ മുത്തഖീന ഫീ മഖാമിൻ അമീൻ, നിർഭയത്വത്തിന്റെ സങ്കേതം എന്ന് തഖ്വയുള്ളവർക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ സ്വർഗത്തെക്കുറിച്ചുള്ള ഏറ്റവും ചുരുങ്ങിയ ഒരു വിവരണമാണ് നമ്മൾ നൽകിയത്. ഈ സ്വർഗം സത്യമാണ്. ഈ സ്വർഗം തൗഹീദുള്ളവർക്ക് മാത്രം, കലർപ്പില്ലാത്ത വിശ്വാസമുള്ളവർക്ക് മാത്രം, അല്ലാത്തവർക്ക് നരകത്തിൽ പോകണം, വഷളാകണം. വലാ തുഹ്സിനി യൗമി യുബ്അസുൻ. ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുക, എന്നെ നീ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ വഷളാക്കരുത്, നരകത്തിലിടരുത്. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ, സന്താനങ്ങളോ മക്കളോ സമ്പത്തോ പ്രയോജനപ്പെടാത്ത ദിവസം. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, നിഷ്കളങ്കമായ ഹൃദയവുമായി അള്ളാഹുവിലേക്ക് ചെല്ലണം.
അതുകൊണ്ട് മൊയ്തീൻ ശൈഖിനെ വിളിക്കുന്ന, ബദരീങ്ങളെ വിളിക്കുന്ന, മനമ്പത്തടിഞ്ഞ ബീവിയോട് പ്രാർത്ഥിക്കുന്ന ആളുകൾക്കല്ല സ്വർഗം, മുവഹിദുകൾക്ക് മാത്രമാണ് സ്വർഗം. തിൽക ദാറുൽ ആഖിറ, അതാണ് പരലോക ഭവനം. നജഅലുഹാ, നാം അത് ഒരുക്കി വെച്ചിരിക്കുന്നു, ലില്ലദീന ലാ യുരീദൂന ഉലൂവൻ ഫിൽ അർളി വലാ ഫസാദ, ഭൂമിയിലെ ജാടയോ ഔന്നത്യമോ കുഴപ്പമോ ഉദ്ദേശിക്കാത്ത ആളുകൾക്ക് മാത്രമായി, നന്മ ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമായി അള്ളാഹു സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നു. വലാഖിബത്തു ലിൽ മുത്തഖീൻ, തഖ്വയുള്ളവർക്കാണ് ശുഭകരമായ പര്യവസാനം. യഥാർത്ഥ നോമ്പുകാരായി റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് വിളിക്കപ്പെടാനുള്ള മഹാഭാഗ്യം നമുക്കുണ്ടാകുമാറാകട്ടെ. നിസ്കാരം, സക്കാത്ത്, സ്വതക്ക, ജിഹാദ്, എല്ലാ നന്മകളും അള്ളാഹു തരുന്ന അവസരമനുസരിച്ച് ജീവിതത്തിൽ കൊണ്ടുവരികയും 8 കവാടങ്ങളും തുറക്കപ്പെടുകയും ചെയ്യുന്ന യഥാർത്ഥ മുവഹിദുകളിൽ, മുഹ്സിനുകളിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മൾ നോറ്റ നോമ്പും നിസ്കരിച്ച ഖിയാമും ഓതിയ ഖുർആനും അതെല്ലാം വലിയ പ്രതിഫലം നൽകി ഈ റമദാൻ മാസത്തിൽ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. വരാനുള്ള ദിവസങ്ങൾ ഏറ്റവും വിലയേറിയതാണ് ലൈലത്തുൽ ഖദർ. 1000 മാസത്തെക്കാൾ പുണ്യമുള്ള ആ വിശിഷ്ടമായ പ്രതിഫലം സ്വന്തമാക്കാൻ ഉള്ള ആ രാവ് നഷ്ടപ്പെട്ടു പോകാതെ ലൈലത്തുൽ ഖദറിനെ സ്വന്തമാക്കാൻ മഹാഭാഗ്യം ലഭിക്കുന്ന യഥാർത്ഥ നോമ്പുകാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലൈലത്തുൽ ഖദർ തടയപ്പെട്ടവന് എല്ലാ ഹൈറും തടയപ്പെട്ടു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരിക്കലും റബ്ബേ, നീ ഞങ്ങൾക്ക് ലൈലത്തുൽ ഖദർ തടയരുതേ. അല്ലാഹുമ്മ ലാ തദഅ ലനാ ദംബൻ ഇല്ലാ ഗഫർത വലാ ഹമ്മൻ ഇല്ലാ ഫറജ്ത വലാ മറദൻ ഇല്ലാ ശഫൈത വലാ ദൈനൻ ഇല്ലാ ഖദൈത വലാ ഹാജത മിൻ ഹവായിജി ദുനിയ വൽ ആഖിറ ഇല്ലാ ഖദൈതഹാ യാ അർഹമർ റഹീമീൻ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ജന്നത വനഊദു ബിക മിനൻ നാർ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ജന്നത വനഊദു ബിക മിനൻ നാർ. اللهم إنا نسألك الجنة ونعوذ بك من النار. وآخر دعوانا أن الحمد لله رب العالمين.